ഒന്ന് ലൈക്ക് ചെയ്യുക. കഥയുടെ തുടക്കത്തിൽ തന്നെ അതിസുന്ദരമായൊരു നാട്ടിൻപുറം. അവിടെ നല്ല രീതിയിൽ ജീവിച്ചു പോരുന്ന സാധാരണക്കാർ. ആകെയുള്ളത് രണ്ട് കടകൾ. ഒന്ന് ജോർജിൻ്റെ പലചരക്ക് കട, മറ്റൊന്ന് രാധാകൃഷ്ണൻ്റെ ചായക്കട. ഗ്രാമത്തിൽ നിന്നും 16 കിലോമീറ്ററിനപ്പുറം ബൃഹത്തായ നഗരം. സിനിമാ തിയേറ്ററും ഷോപ്പിംഗ് മാളുകളും ഒക്കെയുള്ള ഒരു വലിയ നഗരം. അവിടെയുള്ളൊരു ചാർട്ടേഡ് അക്കൗണ്ട് സ്ഥാപനത്തിലെ ജൂനിയർ അക്കൗണ്ടന്റാണ് വരദ. 27 വയസ്സ്, വിവാഹിത, സുന്ദരി, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന നയന മനോഹരി. ഭർത്താവ് വിവേക്, 33 വയസ്സ്, ദുബായിൽ ഒരു സെയിൽസ് കമ്പനിയിൽ മാനേജറാണ്. വർഷത്തിൽ ഒരു തവണ വരും, 2 മാസം നിൽക്കും. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു പെൺകുട്ടിയുമുണ്ട്, പേര് മീനു, 3 വയസ്സ്, സുന്ദരി കുട്ടിയാണ്. വരദയുടെ വീട്ടിൽ വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഒരു സ്ത്രീയുണ്ട്, ഉമ എന്നാണ് പേര്. വരദ ജോലിക്ക് പോകുന്നതിനാൽ വരദയുടെ അച്ഛൻ പറഞ്ഞു വിട്ടതാണ്. താമസവും വരദയുടെ കൂടെ തന്നെ. ഓഫീസ് ടൈം കഴിഞ്ഞ് തൻ്റെ വണ്ടിയും എടുത്ത് വരദ വീട്ടിലേക്ക് തിരിച്ചു. 16 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു വേണം പോകാൻ. എന്നും വന്നു പോകുന്നത് കൊണ്ട് അതൊരു ശീലമായി മാറിയിരുന്നു. വണ്ടിയിൽ പോകുമ്പോൾ മനസ്സിൽ ദിലീപിനെ ഓർത്തു. 1 വർഷമാകുന്നു ദിലീപിനെ പരിചയപ്പെട്ടിട്ട്. ഓഫീസിൽ വന്ന പുതിയ അക്കൗണ്ടന്റാണ്. സുമുഖൻ, സുന്ദരൻ, അവിവാഹിതൻ. പുറകിലേക്ക് മാടി ഒതുക്കിയിരിക്കുന്ന മുടി, നല്ല കട്ടിമീശ. ആ കണ്ണുകളിലേക്ക് നോക്കുന്ന ഏതൊരു പെണ്ണും അറിയാതെ ചാഞ്ഞു പോകും അവനിലേക്ക്. ചെറിയ പരിചയത്തിൽ തുടങ്ങിയ ബന്ധം ഇന്നവൾക്ക് ആരെല്ലാമോ ആണ്. പല രാത്രികളിലും മോളും ഉമ്മയും ഉറങ്ങിക്കഴിഞ്ഞ് അവളെ തേടി വരാറുണ്ട്. അവന്റെ വരവിനായി അവൾ കാത്തിരിക്കുമായിരുന്നു. വീട്ടിലേക്ക് ചെന്ന് കയറി വണ്ടി പോർച്ചിൽ വെച്ചിട്ട് അവൾ അകത്തേക്ക് കയറിയതും മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് മീനുമോൾ ഓടി വന്നു. അവളുടെ തലയിൽ ഒന്ന് തലോടിയിട്ട്, മോള് കാർട്ടൂൺ കണ്ടോ കേട്ടോ? മമ്മി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. എന്തോ പ്രതീക്ഷയോടെ എന്ന പോലെ വന്ന മീനൂട്ടി സങ്കടത്തോടെ ടിവിക്ക് മുന്നിൽ വന്നിരുന്നു. ഉമ വരദ വന്നത് കണ്ട് ചായ എടുക്കാൻ പോയി. കുളി കഴിഞ്ഞ് ഹാളിലേക്ക് വന്ന വരദ മൊബൈൽ ഫോണുമായി സോഫയിലേക്ക് അമർന്നു. വിവേകിന്റെ മെസ്സേജ് കിടക്കുന്നു. വീട്ടിലെത്തിയോ? മോളെവിടെ? എന്ന് മാത്രം റിപ്ലൈ കൊടുത്തുകൊണ്ട് വരദ ഉമ കൊണ്ടുവന്ന ചായക്കപ്പ് വാങ്ങി ചുണ്ടോട് ചേർത്തു. അപ്പോഴേക്ക് മീനൂട്ടി വന്ന് അവളുടെ അടുത്തിരുന്നു. വീണ്ടും വിവേകിന്റെ മെസ്സേജ്. നീ എന്ത് ചോദിച്ചാലും പറഞ്ഞാലും എന്ന് മാത്രം റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നേ. മെസ്സേജ് നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കാതെ ഫോൺ മാറ്റിവെച്ചു. അങ്ങനെയാണിപ്പോൾ. ദിലീപ് വന്നതിന് ശേഷം വിവേകും മീനൂട്ടിയും ഇപ്പോൾ അവൾക്കൊരു ബാധ്യതയാണ്. ഈ നല്ല പ്രായം ബന്ധുക്കളുടെയും കടപ്പാടുകളുടെയും പേരിൽ നശിപ്പിച്ച് കളയാനുള്ളതല്ല, ആസ്വദിക്കണം. ഒരു കെട്ടിയവനുള്ളത് എന്നെപ്പോലൊരു പെണ്ണിനെ ഈ പ്രായത്തിൽ ഇവിടെ കളഞ്ഞിട്ട് വല്ല നാട്ടിലും പോയി കിടക്കുന്നു. അവൾ എപ്പോഴും വിവേകിനോട് പറയുന്ന ഡയലോഗായിരുന്നു അത്. വിവേകിന് അറിയാമായിരുന്നു വരദയുടെ ഈ ഇടയായുള്ള മാറ്റം. വിളിച്ചാൽ ഫോൺ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, എടുത്താൽ തന്നെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് വരദ നോക്കി. റിപ്ലൈ കൊടുക്കാത്തത് കൊണ്ട് വിവേക് വിളിക്കുകയാണെന്ന് കരുതിയാണ് അവൾ നോക്കിയത്. അല്ല, ദിലീപാണ്. അവൾ ഫോൺ എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. അവളുടെ പിറകെ മീനൂട്ടിയും. 7 മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് 8 മണിയാകാൻ പോകുന്നു. നല്ലയാളാ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എപ്പോഴേ റെഡിയായിരിക്കുക, കോള് പ്രതീക്ഷിച്ചിട്ട്. വന്ന വഴി മാർക്കറ്റിലൊന്ന് കയറി. റൂമിലേക്ക് 1-2 സാധനങ്ങൾ വാങ്ങണമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും താമസിച്ചു പോയി. അതാണ്, അല്ലാതെ മനഃപൂർവ്വമല്ല. ദിലീപ് അത് പറഞ്ഞ് തീരുമ്പോഴേക്കും വരദ പറഞ്ഞു, 1 മിനിറ്റ്, ഞാനിപ്പോൾ വരാം, കട്ട് ചെയ്യേണ്ട കേട്ടോ. ഇയർഫോൺ എടുത്തുകൊണ്ട് വരട്ടെ. ഫോൺ അവിടെ വെച്ച് വരദ അകത്തേക്ക് പോയി. 2 മിനിറ്റ് പോലും എടുത്തില്ല. പെട്ടെന്ന് തന്നെ തിരികെ വന്നു. ഇയർഫോൺ കണക്ട് ചെയ്ത് അവൾ സംസാരം തുടർന്നു. ആ പറ ദിലീപ്. അവിടെ വേറെ ആരോ ഉള്ളത് വരദേ? അവന്റെ ചോദ്യം കേട്ട് അവൾ ചുറ്റിലും നോക്കി. ഇവിടെ ആരും ഇല്ലല്ലോ ദിലീപ്, എന്തേ? ആവോ, മറ്റാരോ സംസാരിക്കുന്നത് കേട്ടു. അതെന്താ ദിലീപേ, എന്നെ സംശയമാണോ? ഏയ്, സംശയമൊന്നുമല്ലടോ, എനിക്കങ്ങനെ തോന്നി. ആ പോട്ടെ, താൻ പറ, കെട്ടിയോ വിളിച്ചോ? ഓ, ഇപ്പോൾ മെസ്സേജ് അയച്ചു വെച്ചതേ ഉള്ളൂ. ദിലീപിന്റെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഭർത്താവിനെ പറ്റി ചിന്തിക്കാനേ താല്പര്യമില്ലായിരുന്നു അവൾക്കെന്ന് തോന്നി. അനുരാഗ സല്ലാപത്തിന്റെ ഇടയിൽ അവർ രണ്ടുപേരും സമയം പോയതറിഞ്ഞില്ല. മണി 10 വല്ലതും കഴിക്കണ്ടേ? ഉമ്മയുടെ ചോദ്യമാണ് വരദയെ ഫോൺ വയ്ക്കാൻ പ്രേരിപ്പിച്ചത്. ശരി, ഞാൻ കഴിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് വരദ ഫോൺ വയ്ക്കുമ്പോൾ ഉമ്മയോട് ചോദിച്ചു, മീനു കഴിച്ചിട്ട് കിടന്നോ ഉമ്മേ? അതോടൊപ്പം ഗേറ്റ് പൂട്ടാനായി വരദ ഗേറ്റിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോൾ ഉമ്മ പറയുന്നുണ്ടായിരുന്നു, മോള് വരദയുടെ കൂടെ പുറത്തേക്ക് വന്നല്ലോ. അത് കണ്ടിട്ടല്ലേ ഞാൻ അടുക്കളയിലേക്ക് പോയത്? അത് കേട്ട വരദ ഒന്ന് ഞെട്ടി. എൻ്റെ കൂടെ വന്നോ? അവൾ അവളോട് തന്നെ ചോദിച്ചു. ശരിയാണല്ലോ, ഞാൻ ഇയർഫോൺ എടുക്കാൻ പോയപ്പോൾ ഒരു പാവയുമായി ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. ഉമ്മേ, ഒന്നുകൂടി ഒന്ന് നോക്കിയേ, അവൾ തിരിച്ചു കയറിയെന്ന് തോന്നുന്നു. ഉമ്മയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഗേറ്റ് പൂട്ടാൻ നേരം അവൾ കണ്ടു ഗേറ്റിന്റെ സമീപം മോളുടെ കയ്യിലിരുന്ന പാവ. അല്പം മാറി അവൾ ഇട്ടിരുന്ന ഉടുപ്പും കിടക്കുന്നു. അവിടെയാകെ ഓടി നടന്ന് നോക്കിയിട്ട് മീനൂട്ടിയെ കാണാനില്ല. തന്റെ മകൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. മോളെ എന്ന് അലറി വിളിച്ചുകൊണ്ട് അവൾ താഴേക്ക് തളർന്നു വീണു. ഉമയും നിലവിളി കേട്ട അയൽക്കാരും അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. അപ്പോൾ അവളുടെ ഫോൺ ബെല്ലടിച്ചുകൊണ്ടേയിരുന്നു. മറുതലക്കിൽ മകളെ നഷ്ടപ്പെട്ടതറിയാതെ വിവേക് തന്റെ ഭാര്യ വരദ ഫോൺ എടുക്കുന്നതും കാത്ത് അവന്റെ ഫോൺ കാതോട് ചേർത്ത് വെച്ചിരിക്കുന്നു. അതേസമയം അല്പം അകലെ
വരദ ഓടിയെത്താൻ കഴിയുന്ന ദൂരത്ത് അവളുടെ മീനുമോൾ പേടിയോടെ കണ്ണീരോടെ കിടന്നു. മീനുവിന്റെ വായിൽ പ്ലാസ്റ്റർ വെച്ചൊട്ടിച്ചിരിക്കുന്നു. അടിവസ്ത്രം മാത്രമായിരുന്നു വേഷം. അവൾക്ക് മുന്നിൽ നിൽക്കുന്ന ആ രൂപത്തെ കണ്ടവൾ ഭയന്നു. മമ്മിയെ കാണണം, മമ്മിയുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ടെങ്കിലും അവളുടെ ശബ്ദം പുറത്തു വന്നില്ല. അത് മനസ്സിലാക്കിയ പോലെ ആ രൂപം ആ പിഞ്ചിനോട് പറഞ്ഞു, നിന്റെ മമ്മിക്ക് നിന്നെ വേണ്ട, നോക്കാൻ സമയവുമില്ല, നിന്റെ പപ്പ അങ്ങ് ദൂരെയാ, അപ്പനും അമ്മയ്ക്കും വേണ്ടാത്തവർ എന്റെയാ. അത് പറയുമ്പോൾ ആ രൂപത്തിന്റെ മുഖത്ത് ക്രൂരമായൊരു ചിരിയുണ്ടായിരുന്നു. ആ രൂപം ആ പിഞ്ചു കുഞ്ഞിനെ നോക്കി വീണ്ടും പറഞ്ഞു, നീ എന്റെയാ, എന്റെ സന്തതി. ഞാൻ സാത്താനാ, നീ സാത്താന്റെ സന്തതിയും. ജീവന് വേണ്ടി പേടിയോടെ മീനൂട്ടി നിലവിളിക്കുമ്പോൾ മകളെ കാണാതെ ആ അമ്മ തളർന്നു വീഴുമ്പോൾ ഇതൊന്നും അറിയാതെ വിദേശത്ത് മകളുടെയും ഭാര്യയുടെയും സ്വരം കേൾക്കാൻ ഒരച്ഛൻ ഫോണിൽ ചെവിയോർത്തിരിക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ നിശബ്ദതയെ കീറിമുറിച്ച് അകലെ ഏതോ മൊട്ടക്കുന്നിന്റെ താഴ്വരയിൽ നിന്നും ആ ഭ്രാന്തന്റെ പാട്ടുയർന്നു കേട്ടു. നീ ചൊല്ലും ദൈവമിതില്ല, സാത്താനുള്ളത് നേര്, നീയാവാൻ സന്തതിയല്ല, സാത്താന്റെ സന്തതിയാണേ. നാടായ നാട് മുഴുവനും മീനൂട്ടിയെ അന്വേഷിച്ച് നടന്നെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. മീനൂട്ടിയെ കാണാനില്ല എന്നറിഞ്ഞ വിവേക് നാട്ടിലേക്ക് മടങ്ങാൻ എമർജൻസി ടിക്കറ്റ് എടുത്തു. വരദയാണെങ്കിൽ ആകെ തകർന്നിരിക്കുന്നു. മകളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഉള്ള വേദനയോടൊപ്പം കുറ്റബോധമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. എൻ്റെ കുഞ്ഞിന് പ്രാധാന്യം കൊടുക്കാതെ എൻ്റെ സന്തോഷം തേടിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് അത് ഓർത്തുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. അവളെ നോക്കി അവളുടെ തളർന്നുപോയ മനസ്സിനെ തലോടി അവളുടെ അച്ഛനും അമ്മയും ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. കൂടി നിൽക്കുന്ന ആൾക്കാർക്കിടയിൽ അവളുടെ അടുത്ത് ചെല്ലാനാകാതെ, ഒന്ന് തലോടി ആശ്വസിപ്പിക്കാനാകാതെ ദിലീപും. കുറച്ചകലെ മാറി നിന്ന് നാട്ടുകാരോടായി വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസുകാർ നടന്ന് വരദയുടെ അടുക്കലേക്കെത്തി. ഞങ്ങൾക്ക് കുട്ടിയുടെ അമ്മയുമായി ഒന്ന് സംസാരിക്കണം. വരദയുടെ അച്ഛൻ രാഘവൻ നായരെ നോക്കിയാണ് പോലീസ് കോൺസ്റ്റബിൾ സുരേഷ് പറഞ്ഞത്. രാഘവൻ നായർ തന്റെ ഭാര്യയെ സുജയെ ഒന്ന് നോക്കി. ഇവിടെ ഈ മുറ്റത്ത് വെച്ച് വേണ്ട, വീടിനകത്തേക്ക് പോകാം. സുരേഷ് അത് പറഞ്ഞിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറി. പിറകെ മകൾ വരദയെ താങ്ങിയെടുത്ത് രാഘവനും സുജയും. ഹാളിൽ സോഫയിൽ വരദയെ ചാരിയിരുത്തിയിട്ട് അവർ റൂമിന്റെ സൈഡിലേക്ക് നീങ്ങി നിന്നു. സുരേഷ് തന്റെ ചോദ്യങ്ങൾ വരദയോട് ചോദിക്കാൻ തുടങ്ങി. നമുക്ക് കണ്ടുപിടിക്കാം, മോൾക്കൊന്നും സംഭവിക്കില്ല, ഈ അവസ്ഥ എനിക്ക് മനസ്സിലാകും. പക്ഷെ വരദ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ വൈകുന്തോറും മോളെ കണ്ടെത്താനും വൈകും. സുരേഷ് അത് പറഞ്ഞുകൊണ്ട് വരദയുടെ തൊട്ടടുത്ത് കിടന്ന കസാരയിൽ സ്ഥാനം പിടിച്ചു. നിങ്ങളെയും മോളെയും കൂടാതെ വേറെ ആരുണ്ട് ഇവിടെ? സുരേഷിന്റെ ചോദ്യത്തിന് അവിടെ വാതിൽപ്പടി ചാരി നിന്ന ഉമയെ ഒന്ന് നോക്കി കൈ ചൂണ്ടി സുരേഷിനെ നോക്കി വരദ പറഞ്ഞു, സർവന്റുണ്ട്, ഉമയുണ്ട്. സുരേഷ് ഉമയെ ഒന്ന് നോക്കി വീണ്ടും വരദയിലേക്ക് തിരിഞ്ഞു. എപ്പോഴാണ് കുട്ടിയെ കാണാനില്ല എന്ന് മനസ്സിലായത്? 10 മണിയായപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ ചെന്നപ്പോൾ അവിടെ അവളുടെ പാവ കിടക്കുന്നത് കണ്ടു. അല്പം മാറി അവളുടെ ഉടുപ്പ്. അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു, ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. മോള് കൂടെ ഇറങ്ങി വന്നിരുന്നു. പിന്നെ നോക്കിയപ്പോൾ കാണാനില്ല. ആരോട് സംസാരിക്കുകയായിരുന്നു ഫോണിൽ? സുരേഷിന്റെ ചോദ്യത്തിനൊന്ന് മൗനം പാലിച്ച ശേഷം വരദ പറഞ്ഞു, ഹസ്ബൻഡിനോട്. ഈ സർവന്റും എത്ര നാളുകൾ കൊണ്ട് ഇവിടെയുണ്ട്? 3 വർഷമായി, പണ്ട് മുതലേ അറിയാവുന്നതാണ്. സുരേഷ് എഴുന്നേറ്റ് നേരെ ഉമ്മയുടെ അടുത്തേക്ക് നടന്നു. ഇന്നലെ പതിവില്ലാത്ത പരിചയമില്ലാത്ത ആരെങ്കിലും പരിസരത്ത് വല്ലതും കണ്ടോ? ഇല്ല സാർ, വരദ കൊച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ മോളും ഞാനും അങ്ങനെ പുറത്തിറങ്ങാറില്ല. അങ്ങനെ ആരെയും കണ്ടതായിട്ട് ഓർക്കുന്നു പോലുമില്ല. ഉമയുടെ മറുപടി കേട്ട് പുറത്തിറങ്ങിയപ്പോൾ സുരേഷ് അവിടെ നിന്നവരെയെല്ലാം ഒന്ന് നോക്കി. ശേഷം കൂടെ വന്ന കോൺസ്റ്റബിൾ ഗോപിയെ നോക്കി തലകൊണ്ടൊരാംഗ്യം കാണിച്ചു. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ ഗോപി തന്റെ മൊബൈൽ ഫോണിൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ അവിടെ നിൽക്കുന്നവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അതേസമയം വിവേകിനെയും കൊണ്ടുള്ള ഫ്ലൈറ്റ് അറബിക്കടലിന്റെ മുകളിലൂടെ മേഘങ്ങളെ കീറിമുറിച്ച് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഉറങ്ങുന്നില്ലേ ലിനി? ഹരിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ലിനി മൊബൈൽ സ്ക്രീൻ ഓഫ് ചെയ്ത് കട്ടിലിന്റെ അടുത്തേക്ക് നീങ്ങിയത്. നാളെ മീറ്റിംഗ് ഉണ്ട്, ഓഫീസിൽ അതിന്റെ കുറെ കാര്യങ്ങൾ എല്ലാവർക്കും സെൻഡ് ചെയ്യാനുണ്ട് ഹരിയേട്ട. ഉറക്കം വരുന്നെങ്കിൽ ഹരിയേട്ടൻ കിടന്നോളൂ, ഞാനൊരല്പം കൂടി കഴിയും. മോനിറങ്ങിയോ ലിനി? അവൻ കിടന്നു എന്ന് തോന്നുന്നു ഹരിയേട്ട. ഒന്ന് നോക്കിയേരെ, പോകുമ്പോൾ ലൈറ്റ് അണച്ചു പോകൂ. അവളോട് പറഞ്ഞിട്ട് ഹരി തിരിഞ്ഞു കിടന്നുകൊണ്ട് പുതപ്പൊന്നുകൂടി ദേഹത്തേക്ക് വലിച്ചു കയറ്റി. ലിനി ലൈറ്റ് ഓഫ് ചെയ്ത് തന്റെ മൊബൈലും ലാപ്ടോപ്പുമായി ഹാളിലേക്ക് നീങ്ങി. പോകുന്ന വഴിയിൽ മകൻ അനന്ത് കിടക്കുന്ന റൂമിലേക്ക് നോക്കി. അവൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി മുറിയിലെ ലൈറ്റ് അണച്ച് ഹാളിൽ തന്റെ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിരുന്നു. ഹരി നാട്ടിലെ വലിയ ബിസിനസ്സുകാരനാണ്. സ്വന്തമായി റെന്റേക്കാർ, സൂപ്പർ മാർക്കറ്റ് എന്നിവയും കൂടാതെ അല്പസ്വല്പം റിയൽ എസ്റ്റേറ്റ് വർക്കുമുണ്ട്. ലിനി IT പ്രൊഫഷനാണ്. മകൻ 5 വയസ്സ്, ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പോയി തുടങ്ങിയതേ ഉള്ളൂ. മകനെ വേറെ മുറിയിൽ കിടത്തുന്നു. കുട്ടികൾ തനിയെ കിടന്നുറങ്ങി ശീലിക്കണമത്രേ, അതാണ് ഹരിയുടെ നിലപാട്. ലിനി ഓഫീസ് വർക്കുമായി കമ്പ്യൂട്ടറിലേക്ക് തിരിയവേ അവിടെ റൂമിൽ ഹരി ഫോണെടുത്ത് രഹസ്യമായി ആരോടോ സല്ലപിച്ചു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അവൻ വാതിലിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു, ലിനി വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ലിനി കമ്പ്യൂട്ടറിൽ നാളെ മീറ്റിങ്ങിന് വേണ്ട സബ്ജക്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു നിഴൽ തന്നെ പാസ് ചെയ്തു പോയ പോലെ തോന്നി അവൾക്ക്. തലയുയർത്തിയൊന്ന് നോക്കി. കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നിട്ട്
തോന്നിയതാകുമെന്ന മട്ടിൽ അവൾ വീണ്ടും കമ്പ്യൂട്ടറിലേക്ക് തല താഴ്ത്തി. വീണ്ടും അതേ നിഴൽ പാസ് ചെയ്ത പോലെ അവൾ എഴുന്നേറ്റ് ജനലിന്റെ അരികിലേക്ക് നടന്നു. പുറത്തേക്ക് നോക്കി. ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് തിരിയാൻ നേരം മുറ്റത്തെ പൈപ്പിൽ നിന്നും വെള്ളം വീഴുന്ന പോലെ തോന്നി അവൾക്ക്. ഒന്നും അടിച്ചെങ്കിലും അവൾ കതകിന്റെ കുറ്റിയെടുക്കാനായി കുറ്റിയിൽ പിടിച്ചുകൊണ്ട് ഒരു നിമിഷം നിന്നു. ഹരിയേട്ടനെ വിളിച്ചാലോ? വേണ്ട, ഉറങ്ങിക്കാണും. രണ്ടും കൽപ്പിച്ച് അവൾ വാതിൽ തുറന്നു. പതിയെ നടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. വീടിന്റെ വലതുമൂല ഭാഗത്താണ് പൈപ്പ്. പൈപ്പ് തുറന്നു കിടക്കുന്നു. ഇതാരാ തുറന്നിട്ടത്? ടാങ്കിൽ അടിച്ചിട്ട വെള്ളം മുഴുവനും വെറുതെ പോയല്ലോ ദൈവമേ എന്നോർത്ത് പൈപ്പ് കൂട്ടി തിരിഞ്ഞു നടക്കാൻ നേരം മറ്റെവിടെയോ വീണ്ടും വെള്ളം വീഴുന്ന ശബ്ദം. അവൾ അല്പം കാതോർത്തു. പുറത്തെ ബാത്റൂമിൽ നിന്നാണ്. അടുക്കള ഭാഗത്തേക്ക് നടന്ന് ബാത്റൂമിന്റെ ഉള്ളിൽ കയറി ആ പൈപ്പ് മടച്ചിട്ട് അവൾ തിരികെ വന്ന് ഹാളിലേക്ക് കയറാൻ നേരം ഗേറ്റിന്റെ അടുത്തൊരു ശബ്ദം. അവളൊന്ന് ശ്രദ്ധിച്ചു. അതിലെ ആരോ ഇപ്പോൾ പോയോ? അതോ തോന്നിയതാണോ? അവൾ അകത്തേക്ക് കയറി വാതിലടച്ചു. കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്ക് വീണ്ടും ഇരുന്നപ്പോഴും അവളുടെ സംശയം പൈപ്പ് ആരായിരിക്കും തുറന്നത്? ഇനി ഈ സെർവന്റ് ഗീതയായിരിക്കുമോ? അവളെ പുറത്തെ ബാത്റൂം ഉപയോഗിക്കാറുള്ളൂ. നാളെ വരട്ടെ, ചോദിക്കാം. വർക്ക് ചെയ്യാനുള്ള താല്പര്യം പോയി. ഇനിയിപ്പോൾ രാവിലെ നോക്കാം. സ്വയം പിറുപിറുത്തുകൊണ്ട് ലാപ്ടോപ്പ് മടക്കി റൂമിലേക്ക് കയറി. ലിനി വരുന്നത് മനസ്സിലാക്കി ഹരി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് കമന്നു കിടന്നു. അവൻ ഉറങ്ങിയെന്ന് വിശ്വസിച്ച ലിനി പുതപ്പിന്റെ അടിയിൽ അവനോട് ചേർന്ന് മയങ്ങാൻ കിടക്കുമ്പോൾ അവൾ അറിഞ്ഞില്ല അവരുടെ മകൻ അനന്തു ആ വീട്ടിൽ ഇല്ലെന്നുള്ള സത്യം. രാത്രി 10 മണിയോടെയാണ് വിവേക് വീട്ടിൽ വന്ന് കയറിയത്. അവൻ വന്ന് കയറിയ നിമിഷം മുതൽ അവന്റെ കാൽക്കൽ വീണ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വരദ. ഏട്ടാ, നമ്മുടെ മോള്, എനിക്ക് അവളെ കാണണം ഏട്ടാ, എന്റെ മോളെ കൊണ്ടു താ ഏട്ടാ. ഏങ്ങലടിച്ച് കരയുന്ന അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിങ്ങുന്ന മനസ്സോടെ തകർന്ന നെഞ്ചോടെ നിലത്ത് അവളുടെ അടുത്തേക്ക് ഇരുന്ന് കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി വിവേകും. അവന്റെ മീനൂട്ടിയെ ഓർത്ത്, ആ പിഞ്ചു കുഞ്ഞിനെ ഓർത്ത്. രാധാകൃഷ്ണൻ രാവിലെ കടയിൽ വരും. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 3 മണിയോടെ എത്തും. അപ്പോൾ മുതൽ തുടങ്ങിയാലേ പുലരുമ്പോളേക്ക് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കാൻ പറ്റൂ. രാവിലെ നഗരത്തിലേക്ക് പോകുന്നവർ അവിടെ ചെന്നൊരു ചായയും കുടിച്ച് വല്ലതും കഴിച്ചിട്ടേ പോകാറുള്ളൂ. അതും കൂടാതെ സ്ഥിരം രാവിലെ വരുന്ന പറ്റുകാരുമുണ്ട്. രാധാകൃഷ്ണൻ കട തുറക്കാൻ വന്നപ്പോൾ ജോർജിന്റെ പലചരക്ക് കടയുടെ മുന്നിൽ ആരോ കിടക്കുന്നു. കൂടെയുള്ള സഹായിയോട് അതാരാ ബിനു, ജോർജിന്റെ കടക്ക് മുന്നിൽ കിടക്കുന്നേ എന്ന് ചോദിച്ചു തീരും മുന്നേ ബിനു പറഞ്ഞു, അതാ ഭ്രാന്തന, ആ ചെകുത്താന്റെ പാട്ടും പാടി നടക്കുന്നവൻ. ഒന്ന് ഇരുത്തി മൂളിയിട്ട് രാധാകൃഷ്ണൻ കട തുറന്നിട്ട് ബിനുവിനോട് വെള്ളം കോരി വരാൻ പറഞ്ഞു. ബിനു പാത്രം എടുത്തുകൊണ്ട് അതിന്റെ പിറകിലുള്ള കിണറ്റിന്റെ കരയിലേക്ക് ചെന്നു. കടയും കിണറും കഴിഞ്ഞാൽ ബാക്കി ഭാഗം കാട് പിടിച്ച് കിടക്കുന്നു. എന്തോ ഒരു ശബ്ദം കേട്ട് ബിനു അവിടേക്ക് നോക്കി. 2-3 നായ്ക്കൾ അവിടെ എന്തോ കടിച്ചു വലിക്കുന്നു. എന്താണ് അതെന്നറിയാൻ നായകളെ ആട്ടി ഓടിച്ച് ബിനു അവിടേക്ക് ചെന്നു. ഓടിമാറിയ നായകൾ മാറി നിന്നു. ബിനുവിനെ നോക്കി മുരണ്ടുകൊണ്ടേയിരിക്കുന്നു. ഒന്നുകൂടി അടുത്ത് ചെന്ന് നോക്കിയ ബിനു ഞെട്ടി പിറകിലേക്ക് മറിഞ്ഞ് കൈകുത്തി ഇരുന്നു പോയി. കൃഷ്ണേട്ടാ! ബിനുവിന്റെ ഭയന്ന ശരീരത്തിൽ നിന്നും വന്ന ആ പതറിയ വിളി കേട്ട് രാധാകൃഷ്ണൻ പുറത്തേക്ക് വന്നു. എന്താടാ? ബിനു പരിഭ്രമത്തോടെ പേടിയോടെ അവിടേക്ക് വിരൽ ചൂണ്ടി. അവിടെ അവിടെ. അതേസമയം മറ്റൊരിടത്ത് അനന്തുവിന്റെ വാ മൂടിക്കെട്ടി അവനെ തോളിലിട്ടുകൊണ്ട് നടക്കുന്ന ആ രൂപം പിറുപിറുത്തുകൊണ്ടേയിരുന്നു. നീയും സാത്താന്റെ സന്തതി, നീയും സാത്താന്റെ സന്തതി. കൂരിരട്ടിൽ കാട്ടുചെടികളുടെ വള്ളികൾ വകഞ്ഞു മാറ്റി ഒരു തകരശെട്ടിലേക്ക് ആ രൂപം കയറി. അവനെ മുറിയുടെ ഒരു മൂലയിലിരുത്തിയിട്ട് വന്ന് ഒരു മെഴുകുതിരി തെളിയിച്ചു. ആ മെഴുകുതിരിത്തിരിയുമായി തന്റെ അടുത്ത് വന്ന് അവനെ തുറച്ചു നോക്കിയ രൂപത്തെ കണ്ട് ആ 5 വയസ്സുകാരന്റെ നെഞ്ചു പിടഞ്ഞു. അമ്മയെന്ന് ഉറക്കെ കരയാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വരാതെ അവന്റെ കണ്ടത്തിൽ കുരുങ്ങി. ഭീകരമായൊരു രൂപം. മുഖമില്ല, പകരം തിളങ്ങി നിൽക്കുന്ന ഒരു തലയോട്ടിയായിരുന്നു കഴുത്തിന് മുകളിൽ. കണ്ണിന്റെ സ്ഥാനത്ത് 2 കുഴികൾ മാത്രം. തലയിൽ തലയോട്ടിയുടെ നെറ്റിഭാഗത്തായിട്ട് പിറകിലേക്കൊരു ചുവന്ന തുണി കൊണ്ട് കെട്ടിയിരിക്കുന്നു. തലയോട്ടിയുടെ വായയുടെ സ്ഥാനത്ത് കണ്ട മൂർച്ചയേറിയ പല്ലുകൾക്കിടയിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കത്തി. അവൻ വല്ലാതെ ഭയപ്പെട്ടു. അപ്പോഴും അവനെ നോക്കി ആ മെഴുകുതിരി വെളിച്ചത്തിൽ ആ രൂപം പിറുപിറുത്തു. നീ സാത്താന്റെ സന്തതി. അപ്പോഴും ജോർജിന്റെ കടമുന്നിൽ ആ ഭ്രാന്തൻ ഉറക്കെ പാടുന്നുണ്ടായിരുന്നു. നീ ചൊല്ലും ദൈവമിതില്ല, സാത്താനുള്ളത് നേര്. നീയാവാൻ സന്തതിയല്ല, സാത്താന്റെ സന്തതിയാണേ. കൂടി നിന്ന ആൾക്കാരെയെല്ലാം അകഞ്ഞു മാറ്റി കോൺസ്റ്റബിൾ സുരേഷ് അവിടേക്ക് നോക്കി. രാധാകൃഷ്ണന്റെ കടയുടെ പിന്നിൽ മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടതുപോലെ വികൃതമായ രീതിയിൽ ഒരു ഡെഡ് ബോഡി. പകുതി ഭാഗം പ്ലാസ്റ്റിക്കിൽ ചുറ്റിക്കെട്ടിയിരിക്കുന്നു. ബാക്കിയുള്ള ഭാഗത്തെ പ്ലാസ്റ്റിക്കുകൾ വലിച്ചു കീറപ്പെട്ട പോലെ. അതൊരു പക്ഷേ കടയിലെ സഹായി ബിനു കണ്ട പോലെ പട്ടികൾ കടിച്ചു കീറിയതാകാം. മുഖമാകെ മൂർച്ചയേറിയ ആയുധത്താൽ കുത്തിയും വെട്ടിയും കീറിയിരിക്കുന്നു. 2-ൽ കൂടുതൽ ദിവസമായതുപോലെ അഴുകിയിരിക്കുന്നു. ശരീരമാകെ മുറിവുകൾ. 1-ലധികം ദിവസങ്ങൾ കെട്ടിയിട്ട് ഉപദ്രവിച്ച ക്രൂരമായി കൊന്ന പോലെ. മൂക്കുപൊത്തി എഴുന്നേറ്റ് സുരേഷ് നടന്ന ജീപ്പിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. അവിടെ ഉണ്ടായിരുന്ന പോലീസ് ആൾക്കാരെ ദൂരേക്ക് മാറ്റി ചുറ്റിനും പോലീസിന്റെ റിബൺ കെട്ടി. അതിലൊരു കോൺസ്റ്റബിൾ ആ ബോഡി ഒരു വെള്ള തുണിയിട്ട് മൂടി. അതിനു പുറമെ ഒരു പായും. ജീപ്പിനരികിൽ നിന്ന് അതിന്റെ ബോണറ്റിൽ വലങ്കൈ താങ്ങി സുരേഷ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. കുറെ സമയത്തെ റിങ്ങിന് ശേഷം മറുതലയ്ക്കൽ ഹലോ പോലീസ് സ്റ്റേഷൻ, ആരാണിത്
എന്ന ശബ്ദം കേട്ടപ്പോൾ സുരേഷ് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ സുരേഷാണ്. ആ പെൺകുട്ടി മിസ്സായ സ്ഥലത്ത് ഒരു ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ അവിടെയുണ്ട്. SI ചാർജ് എടുത്തില്ലേ? ഇന്ന് ചാർജ് എടുക്കുമെന്നല്ലേ പറഞ്ഞത്? മറുതലക്കിൽ നിന്നും മറുപടി വന്നു. ചാർജ് എടുത്തു സുരേഷ്, അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്, എത്താറായി കാണും. ACI ആയിരുന്നു, പ്രൊമോട്ടായി വന്നതാ, ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ എന്ന് മറുപടി കൊടുത്തിട്ട് തിരിയുമ്പോൾ സുരേഷ് കാണുന്നത് നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്ന വരതയെയും വിവേകിനെയുമാണ്. പിറകിൽ കുറെ പേരും വേറെയും. 1-2 പോലീസുകാർ അവരെ തടഞ്ഞു നിർത്തുമ്പോൾ എൻ്റെ പൊന്നുമോളെ, എന്നെ വിട്ടുപോയോടി എന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവരെ മാറ്റി മുന്നോട്ട് പോകാൻ കുതിക്കുകയായിരുന്നു വിവേകും വരതയും. അപ്പോഴാണ് ആൾക്കൂട്ടത്തിന്റെ പിറകിൽ ഒരു പോലീസ് ജീപ്പ് വന്നത്, പുതിയ SI. അത് മനസ്സിലാക്കിയ സുരേഷ് റോഡിൽ നിന്നവരെ റോഡിന്റെ 2 സൈഡിലേക്ക് മാറ്റി ആ ആൾക്കൂട്ടത്തിന്റെ നടുവിലൂടെ ജീപ്പിന്റെ അടുത്തേക്ക് നീങ്ങി. അവിടെ കിടന്നിരുന്ന പോലീസ് ജീപ്പിന്റെ സൈഡിലായി നിന്നു. SI ദീപയാണ് ആദ്യം ഇറങ്ങിയത്. സുരേഷ് അങ്ങോട്ട് നടന്നു ചെന്ന് സല്യൂട്ട് കൊടുത്തപ്പോൾ SI ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ സുരേഷിന് തിരിച്ച് സല്യൂട്ട് ചെയ്യുമ്പോൾ സുരേഷ് അദ്ദേഹത്തിന്റെ യൂണിഫോമിലെ നെയിം പ്ലേറ്റ് വായിച്ചു. SI പ്രജിത് കുമാർ. പ്രജിത്ത് ചുറ്റിനുമൊന്ന് നോക്കി. ഇവരേതാണ്? കരയുന്ന വരതയെയും വിവേകിനെയും നോക്കിക്കൊണ്ട് പ്രജിത്ത് സുരേഷിനോട് ചോദിച്ചു. സാർ, ഇവരുടെ മക്കളെയാണ് 2 ദിവസമായി കാണാതായത്. ബോഡി കിട്ടിയെന്നറിഞ്ഞ് ഓടി വന്നതാണ് സാർ. എന്നിട്ട് ബോഡി കാണിച്ചോ? ഇല്ല സാർ, അവർ കണ്ടതുകൊണ്ട് കാര്യമില്ല. അതെന്താ, അവരുടെ മോളല്ലേ? ദൂരെ നിർത്തിയെങ്കിലും ഒന്ന് കാണിച്ചുകൂടായിരുന്നോ? ഇല്ല സാർ, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? കിട്ടിയ ബോഡി. സുരേഷ് ഒന്ന് നിർത്തി പ്രജിത്തിനെ നോക്കി വീണ്ടും തുടർന്നു. സാർ, അത് കാണാതായവരുടെ മകളുടെ അല്ല സാർ. പിന്നെ? ആശ്ചര്യത്തോടെ പ്രജിത്ത് ചോദിച്ചു. അതൊരു പെൺകുട്ടിയുടേതാണ്, ഏകദേശം 27 വയസ്സ്. എന്നൊന്ന് മൂളിയിട്ട് പ്രജിത്ത് ദീപയെ ഒന്ന് നോക്കി. അത് മനസ്സിലായതുപോലെ ദീപ വരതയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും സുരേഷും പ്രജിത്തും ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് നടന്നു. നിങ്ങളവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പൊക്കോളൂ. വരതയോട് ദീപ പറയുമ്പോൾ മറുപടി പറഞ്ഞത് വിവേകാണ്. മേഡം, ഞങ്ങളൊന്ന് കണ്ടോട്ടെ ഞങ്ങളുടെ മോളെ. ഞാൻ എൻ്റെ മോളെ ഒന്ന് കണ്ടിട്ട് എത്ര നാളായിന്നറിയോ? വിതുമ്പുന്നുണ്ടായിരുന്നു വിവേക്. അതിന് നിങ്ങളുടെ മകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, നമുക്ക് അന്വേഷിക്കാം, അവളെ കണ്ടെത്താം. ഇവിടെ കിട്ടിയ ബോഡി ഒരു മുതിർന്ന പെൺകുട്ടിയുടേതാണ്, നിങ്ങൾ പോയാട്ടെ. അത് പറഞ്ഞ് ദീപ ചുറ്റിന് നിന്നവരെ നോക്കി. ഇവരെ ആരെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുപോയേ എന്ന് പറഞ്ഞുകൊണ്ട് ദീപ ഡെഡ് ബോഡിക്ക് അരികിലേക്ക് നടന്നു. മരിച്ചത് മകളല്ല എന്ന ആശ്വാസത്തോടെ, അവളെ കണ്ടുകിട്ടാത്ത വേദനയോടെ രാഘവമേനോന്റെയും സുജയുടെയും തോളിൽ ചാരി അവർ തിരികെ നടന്നു. അപ്പോൾ ആ ആൾക്കൂട്ട നടുവിൽ വരതയുടെ കരച്ചിൽ കണ്ടുകൊണ്ട്, അവളുടെ സങ്കടം കണ്ടുകൊണ്ട്, ആ തളർച്ച കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ഊറിച്ചിരിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഊറിച്ചിരിക്കുന്ന ആളിനെ നോക്കി ഒന്നും മിണ്ടാതെ റോഡരികിൽ തന്റെ ഭാണ്ഡക്കെട്ട് നെഞ്ചോട് ചേർത്ത് ആ ഭ്രാന്തനും. ആരാണ് ആദ്യം ബോഡി കണ്ടത്? ഈ ചായക്കടയിലെ സഹായിയാണ് സാർ. പ്രജിത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് സുരേഷ് പ്രജിത്തിന്റെ ഒപ്പം നടന്നു. പോലീസ് കെട്ടിയിരിക്കുന്ന റിബൺ പൊക്കി കുനിഞ്ഞ് അകത്തേക്ക് കയറി പ്രജിത്ത് പെട്ടെന്ന് തന്നെ മൂക്കുപൊത്തി. ശേഷം പോക്കറ്റിൽ നിന്നും തൂവാല എടുത്ത് മൂക്കും പായും മറച്ചു കെട്ടി. സുരേഷും വേറൊരു കോൺസ്റ്റബിളും കൂടി ബോഡി മൂടിയിരുന്ന പായും തുണിയും മാറ്റി. അഴുകി തുടങ്ങിയിരിക്കുന്ന ബോഡി, ശരീരം മുഴുവനും ആഴത്തിലും നീളത്തിലുമുള്ള മുറിപ്പാടുകൾ, മുഖമാകെ വെട്ടിക്കീറിയിരിക്കുന്നു. മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആഴത്തിൽ വെട്ടിയിരിക്കുന്നു. മുഖത്തിന്റെ വലതുഭാഗവും തലയുടെ വലതുഭാഗവും പൂർണ്ണമായി തകർന്നിരിക്കുന്നു. കൈമുട്ടിന്റെ ഭാഗത്തു നിന്നും വലത് കൈ മുറിച്ചു മാറ്റിയിരിക്കുന്നു. മുറിച്ചു മാറ്റിയ ഭാഗം പല കഷ്ണങ്ങളായി വീണ്ടും മുറിച്ച് ബോഡി പൊതിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് കവറിൽ കൂട്ടിവെച്ചിരിക്കുന്നു. കഴുത്തിൽ ഒരു മാല, അതിന്റെ അറ്റത്തൊരു താലി. താലിയിലെയും മുഖത്തെയും മുറിവുകളിൽ നിന്നും പുഴുക്കൾ ഊർന്നിറങ്ങുന്നു. മൃഗങ്ങൾ കടിച്ചു കീറിയ പോലെയുള്ള പാടുകൾ ശരീരത്തിന്റെ ഇടതുഭാഗത്ത്. അപ്പോഴേക്കും പിറകിൽ വന്നു നിന്ന ദീപയെ നോക്കി. ഒന്നും വിടാതെ എല്ലാം പോയിന്റ് ചെയ്ത് എഴുതണം ദീപ. ഈ കിടക്കുന്ന അവസ്ഥയിലുള്ള ഫോട്ടോഗ്രാഫ്സും വേണം, എല്ലാ ആംഗിളിൽ നിന്നും എടുത്തത്. മിസ്സിംഗ് കേസ് വല്ലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം, നമ്മുടെ സ്റ്റേഷനിലും തൊട്ടടുത്ത സ്റ്റേഷനുകളിലും. അത് പറഞ്ഞ് പ്രജിത്ത് ആ കാർഡ് ഭാഗം കയ്യിൽ കിട്ടിയ കമ്പെടുത്ത് ഒന്ന് ചികഞ്ഞു നോക്കി. അപ്പോഴേക്കും ദീപയും സുരേഷും FIR എഴുതി തുടങ്ങിയിരുന്നു. ആ കാർഡ് ഭാഗത്തോടെ ഒന്ന് കറങ്ങി ചുറ്റിനും നോക്കി. കടയുടെ മറുഭാഗത്തുകൂടി കടയുടെ മുന്നിലേക്കെത്തി. മുഖം മൂടിയിരിക്കുന്ന തൂവാല അഴിച്ചു മാറ്റി. ആ പരിസരത്ത് കാട് മൂടിക്കിടക്കുന്ന ഒരുപാട് സ്ഥലമുണ്ടായിട്ടും ഇവിടെ ഈ കടയുടെ പിറകിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടെങ്കിൽ ബോഡി ഞങ്ങൾ കണ്ടെത്തണമെന്ന് ഇത് ചെയ്തയാൾ ഉറപ്പാക്കിയിട്ടുണ്ട്. നീണ്ടു കിടക്കുന്ന റോഡിന് ഇരുവശവും വലിയ മരങ്ങൾ വളർന്നു നിൽക്കുന്നു. അവിടെ നിന്ന് നോക്കിയാൽ ഒരു കുന്ന് കാണാം. മുകൾ ഭാഗം തരിശായി കിടക്കുന്നു. കുന്നിന്റെ പകുതി ഭാഗം മുഴുവനും കാട് പിടിച്ചു കിടക്കുന്നു. ജോർജും രാധാകൃഷ്ണനും ഇന്നും കട തുറന്നില്ല. ഈ ബോഡി കടയുടെ പിറകിൽ നിന്നും കണ്ടുകിട്ടിയത് കാരണം. ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നത്? പ്രജിത്തിന്റെ ചോദ്യം കേട്ട് ജോർജ് പറഞ്ഞു. സാറേ, ഇത് നേരെ പോകുന്നത് ഉടുമ്പാച്ചൽ എന്ന സ്ഥലത്തോട്ടാണ്. ഇവിടെ നിന്ന് 50 കിലോമീറ്ററോളം ഉണ്ട്. ഉടുമ്പാച്ചൽ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ് സാർ. ഈ കട കഴിഞ്ഞാൽ പിന്നെ ആൾതാമസമൊന്നുമില്ലേ? ഇവിടം വിട്ടു കഴിഞ്ഞാൽ പിന്നെ 2-3 വീടുകൾ കൂടി ഉണ്ട് സാർ. ഇതാ കുന്നിന് മുന്നിലായിട്ടാണ് 3 വീടും. കുന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജോർജ് പറയുമ്പോൾ
പിന്നങ്ങോട്ട് മരക്കാടുകളാണ് സാർ എന്നുകൂടി കൂട്ടിച്ചേർത്തു. ഇവിടെ ഈ അടുത്തായി ഏതെങ്കിലും വണ്ടികൾ വന്നിരുന്നോ? നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും വണ്ടി കുറേ സമയം നിർത്തിയിരിക്കുന്നതായി വല്ലതും കണ്ടതായി ഓർക്കുന്നുണ്ടോ? സാർ, ഞാൻ പറഞ്ഞില്ലേ, 50 കിലോമീറ്റർ കഴിഞ്ഞ അടുത്ത ജംഗ്ഷനുള്ളൂ. അതിനിടയ്ക്ക് വേറെ കടയോ താമസക്കാരോ ഒന്നുമില്ല. അതിനാൽ സിറ്റിയിൽ നിന്നും ഉടുമ്പച്ചാൽ പോകുന്നവരും തമിഴ്നാടിന് പോകുന്ന ഒട്ടുമിക്ക എല്ലാ ആളുകളും ഇവിടെ വന്ന് വണ്ടി നിർത്തി ചായയൊക്കെ കുടിച്ചേ പോകാറുള്ളൂ. അവരെയൊന്നും നമുക്കൊരു പരിചയവും കാണില്ല സാറേ. പിന്നെ ഇങ്ങോട്ടായി വരുന്ന വണ്ടി എന്ന് പറയുന്നത് എൻ്റെ കടയിലേക്ക് സാധനവുമായി വരുന്ന വണ്ടിയേ ഉള്ളൂ സാർ. വളരെ ഭവ്യതയോടെ പറഞ്ഞു നിർത്തിയ ജോർജിനെ ഒന്ന് നോക്കി പരിസരം ഒന്നുകൂടി വീക്ഷിച്ച ശേഷം പ്രജിത്ത് ജീപ്പിലേക്ക് നടന്നു. റോഡരികിൽ അവിടെ നിൽക്കുന്ന ആൽമരത്തറയിൽ ഭാണ്ഡക്കെട്ട് താഴ്ത്തി വെച്ച് അതിൻ്റെ മേൽ തല ചായ്ച്ചു കിടക്കാൻ ശ്രമിക്കുന്ന ഭ്രാന്തനെ കണ്ട് പ്രജിത്ത് ഒന്ന് ശ്രദ്ധിച്ചു. അയാളെ നോക്കി നിൽക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ദീപ അവിടേക്ക് വന്നു. സാർ, ഒരു കുട്ടിയും കൂടി മിസ്സായിട്ടുണ്ട്. പേര് അനന്തു, 5 വയസ്സ്. അച്ഛൻ ബിസിനസ്മാന് പേര് ഹരി, അമ്മ IT ഫീൽഡ് പേര് ലിനി. ദീപ പറഞ്ഞു നിർത്തിയപ്പോൾ ഒരു ആംബുലൻസ് അവർക്കരികിലേക്ക് വന്നു നിന്നു. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ബോഡി മോർച്ചറിയിലേക്കാക്കാൻ സുരേഷിനെ ഏൽപ്പിച്ചിട്ട് ദീപ വാ, നമുക്ക് ആ വീട് വരെ ഒന്ന് പോകാം. അത് പറഞ്ഞ് പ്രജിത്ത് ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. വണ്ടി തിരിഞ്ഞു വന്നപ്പോഴേക്കും ദീപ സുരേഷിനോട് സംസാരിച്ച് തിരികെ വന്ന് വണ്ടിയിൽ കയറി. അപ്പോഴും ആ ഭ്രാന്തൻ പെറുപുറത്തുകൊണ്ടിരിക്കുന്നു. നീ ചൊല്ലും ദൈവമതില്ല, സാത്താനുള്ളത് നേര്. നീയാവാൻ സന്തതിയല്ല, സാത്താന്റെ സന്തതിയാണ്. അയാൾ ആ വരികൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എവിടെയാണ് മിസ്സായ പയ്യന്റെ വീട്? അത് സിറ്റിയിൽ തന്നെയാണ് സാർ. കൂടെ വിവേകിന്റെയും വരതയുടെയും വീണ്ടും ചൂണ്ടിക്കാണിച്ചു. സാർ, ഇതാണ് 2 ദിവസം മുമ്പ് കാണാതായ മീനൂട്ടിയുടെ വീട് എന്ന് ദീപ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി പ്രജിത്ത്. ഇറങ്ങുന്നു സാർ? ദീപയുടെ ചോദ്യത്തിന് ഇല്ല എന്ന് മറുപടി കൊടുത്തിട്ട് വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രജിത്ത് ആ വീടും പരിസരവും ഒന്ന് നോക്കി. ശേഷം ഗിയർ ചേഞ്ച് ചെയ്ത് വണ്ടി മുന്നോട്ട് വിട്ടു. ദീപ ഡ്രൈവ് ചെയ്യില്ലേ? ചെയ്യാം സാർ. എന്താ സാർ ചോദിച്ചേ? ഇല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. എപ്പോഴേലും ഒരു ആവശ്യം വന്നാലോ? അത് പറയുമ്പോൾ ദീപയെ നോക്കി ചിരിച്ച പ്രജിത്തിന് മറുചിരി നൽകി ദീപ സീറ്റിലേക്ക് ചാരിയിരുന്നു. തളർന്നിരിക്കുന്ന ലിനിയെ ആശ്വസിപ്പിക്കാൻ നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു ഹരി. അവിടെ ബന്ധുക്കളടക്കം കുറെ ആളുകൾ കൂടി നിൽക്കുന്നു. അവരുടെ ഇടയിലേക്ക് ഗേറ്റ് കിടന്ന പ്രജിത്തിന്റെ ജീപ്പ് വന്നു നിന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ പ്രജിത്ത് വീടും ചുറ്റുപാടും ഒന്ന് നോക്കി, കൂടെ നിന്ന ആൾക്കാരെയും. ശേഷം ദീപയെ നോക്കി വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ദീപ തന്റെ മൊബൈൽ ഫോൺ വീഡിയോ റെക്കോർഡിൽ വീടും പരിസരവും അവിടെ നിന്നവരെയും പകർത്തിയെടുത്തു. രാത്രി 1 മണിയോളമായി. ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഞെട്ടി ഉണർന്നു ജാസ്മിൻ. എന്തോ അനക്കം കേട്ടതുപോലെ വീട്ടിൽ. പപ്പയും മമ്മിയും ഉറങ്ങുവാണെന്ന് തോന്നുന്നു. പിന്നെ എന്താണ് ഈ ശബ്ദം? ആരോ നടക്കുന്ന പോലെ. അവൾ പെട്ടെന്ന് ഫാൻ ഓഫ് ചെയ്തു. മുറിയിൽ നിശബ്ദത. അവൾ ഒന്നുകൂടി ചെവിയോർത്തു. അതേ, ആരോ നടക്കുന്ന ശബ്ദം. ബൂട്ട് ടൈൽസിൽ പതിയുന്ന ശബ്ദം, അതും തന്റെ റൂമിന്റെ വെളിയിൽ. അവൾ മൊബൈലെടുത്ത് പെട്ടെന്ന് താഴെ ബെഡ്റൂമിൽ കിടക്കുന്ന പപ്പയെ വിളിക്കാൻ തുടങ്ങി. ഇപ്പോൾ ആ ശബ്ദമില്ല. വീണ്ടും ശ്രദ്ധിച്ചു അവൾ. ഇല്ല, ഇപ്പോൾ ആ ശബ്ദമില്ല. അവൾ ഇട്ടിരുന്ന ടീഷർട്ട് പിടിച്ചൊന്ന് നേരെയാക്കിയിട്ടുകൊണ്ട് കതകിന്റെ അടുത്തേക്ക് നടന്നു. നടക്കുന്ന വഴിയിൽ മൊബൈൽ കട്ടിലിൽ തന്നെ വെച്ചു. ഡോറിൽ പിടിച്ചൊരു നിമിഷം നിന്നിട്ട് അതിന്റെ ലോക്ക് മാറ്റി. ഒരു ചെറിയ ശബ്ദത്തോടെ വാതിൽ അകത്തേക്ക് തുറന്ന് റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങിയതും ഭാരമുള്ള എന്തോ കൊണ്ട് തലയുടെ വലതുവശത്ത് ശക്തമായി അടികിട്ടി. ഒന്ന് അലറി വിളിക്കാൻ പോലുമാകാതെ അവൾ ബോധമറ്റ് നിലത്ത് വീണു. ഒരു കൈയാൽ അവളെ തൂക്കിയെടുത്ത് ഇടന്തോളിലിട്ടുകൊണ്ട് ആ രൂപം വീടിന്റെ പുറത്തേക്കിറങ്ങി ഇരുളിലേക്ക് മറഞ്ഞു. കാട്ടുവള്ളികൾ വകഞ്ഞു മാറ്റി തകരശെഡിന്റെ ഉള്ളിലേക്ക് കയറിയ ആ രൂപം അവളെ അവിടെ ഒരു ടേബിളിന്റെ പുറത്ത് കിടത്തി. മണിക്കൂറുകൾക്ക് ശേഷം ജാസ്മിൻ പതുക്കെ കണ്ണു തുറന്നു. തലയുടെ വലതുവശത്ത് വല്ലാത്ത വേദന. ഞാനിതെവിടെയാ? അവൾ ചുറ്റും നോക്കി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. കൈയും കാലും എന്തിലോ കെട്ടിയിരിക്കുന്നു. 1-2 ചെറിയ മെഴുകുതിരി വെളിച്ചം മാത്രം കാണാം. ആ ചെറിയ പ്രകാശത്തിൽ അവൾ കണ്ടു അവിടെ തടി കൊണ്ടുള്ള ഭിത്തി, അതിൽ വെട്ടുകത്തി, പ്ലയർ, വാൾ, മൂർച്ചയേറിയ കുറെ കത്തികളൊക്കെ തൂക്കിയിരിക്കുന്നു. ചോരയിൽ കുതിർന്ന് ചോരക്കറ ഉണങ്ങിപ്പിടിച്ച ആരുടെയോ ചുരിദാർ ടോപ്പ് അവിടെ തൂക്കിയിരിക്കുന്നു. അവൾ നോക്കി നിൽക്കിയ ആ മെഴുകുതിരി വെളിച്ചം അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നു. പതിയെ അതിന് പിറകിലെ ഇരുട്ടിൽ നിന്നും ഒരു മുഖം വെളിച്ചത്തേക്ക് വന്നു. ഒരു തലയോട്ടി. കണ്ണിന്റെ സ്ഥാനത്തും മൂക്കിന്റെ സ്ഥാനത്തും കുഴി മാത്രം. വായ്ക്കുള്ളിലെ കൂർത്ത പല്ലുകൾക്കിടയിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന മൂർച്ചയേറിയ കത്തി. തലയിൽ നിന്നും പിറകിലേക്ക് കെട്ടിയിരിക്കുന്ന ചുവന്ന തുണി. ആദ്യമൊന്ന് ഭയന്നെങ്കിലും പെട്ടെന്ന് ധൈര്യം വീണ്ടെടുത്ത് അവൾ ചോദിച്ചു, നിങ്ങൾ ആരാ? എന്തിനാ എന്നെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നത്? അയാൾ ഇടംകൈയിലിരുന്ന മെഴുകുതിരി അവളുടെ തലയ്ക്ക് പിറകിലുള്ള സ്ഥാനത്തുറപ്പിച്ചു. ആ കത്തിയെടുത്ത് അവളുടെ മേൽ വെച്ച് പതിയെ, വളരെ പതിയെ ആ മുഖം മൂടി അയാൾ ഊരിമാറ്റി. അപ്പോൾ അടുത്തെവിടെയോ ആ ഭ്രാന്തന്റെ പാട്ടിന്റെ വരികൾ അവളുടെ കാതിൽ മുഴങ്ങി കേട്ടു. ആ സ്വരത്തിന്റെ ഉടമയെ മനസ്സിലായ പോലെ അവൾ കാതുകൾ കൂർപ്പിച്ചു. നീ ചൊല്ലും ദൈവമതില്ല, സാത്താനുള്ളത് നേര്. നീയാവാൻ സന്തതിയല്ല, സാത്താന്റെ സന്തതിയാണേ. തന്റെ മേശപ്പുറത്തിരുന്ന ഫോട്ടോകൾ പ്രജിത്ത് മാറി മാറി നോക്കുമ്പോൾ ദീപയും സുരേഷും ഒരു മേശക്കപ്പുറം അവനെയും ശ്രദ്ധിച്ചിരിക്കുന്നു. ദീപ പ്രജിത്തിനോട് പറഞ്ഞു തുടങ്ങി,
സാർ, വിവേകിന്റെയും വരദയുടെയും മകൾ മീനൂട്ടിയാണ് ആദ്യം മിസ്സാകുന്നത്. രണ്ടാമത് ഹരിയുടെയും ലിനിയുടെയും മകൻ അനന്തു. ബട്ട് നമുക്ക് കിട്ടിയത് ആ യുവതിയുടെ ഡെഡ് ബോഡി. സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ. ദീപയുടെ സംശയത്തിന് പ്രജിത്തിന്റെ മറുപടി മറു ചോദ്യമായിരുന്നു. ദീപ, ഈ മീനൂട്ടിയെ കാണാതാകുന്നതിന് മുമ്പ് ഏതെങ്കിലും മിസ്സിംഗ് കേസുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തായി? ഉവ സാർ, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അറിയാമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ അകത്തേക്ക് കയറി വന്നൊരു കോൺസ്റ്റബിൾ ഒരു ഫയലുമായി വന്നു. സാർ, ഒരാഴ്ച മുമ്പ് ഒരു കുട്ടിയെ കാണാനില്ല എന്ന കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അടുത്ത സ്റ്റേഷനിൽ. കുട്ടിയെ കാണാതായി 3-ാം ദിവസം അതിൻ്റെ അമ്മയും മിസ്സായിട്ടുണ്ട്. കുട്ടി ഇന്നലെ സുരക്ഷിതമായി വീട്ടിലെത്തി. പക്ഷേ സാർ. പിന്നെന്താ ഒരു പക്ഷേ? ദീപയാണത് ചോദിച്ചത്. കോൺസ്റ്റബിൾ ദീപയെയും പ്രജിത്തിനെയും മാറി മാറി നോക്കി പറഞ്ഞു. പക്ഷേ സാർ, ആ അമ്മ ജീവിച്ചിരിപ്പില്ല. നമ്മൾക്ക് ഇന്നലെ കിട്ടിയ ഡെഡ് ബോഡി അവരുടേതാണ്. ബോഡി ഹസ്ബൻഡ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു ഞെട്ടലോടെ പ്രജിത്ത് ആ ഫയൽ വാങ്ങി നോക്കി. പേര് പ്രിയ, 27 വയസ്സ്. ഭർത്താവിൻ്റെ പേര് ഉണ്ണി. ദീപ, ആ കുട്ടിയെവിടെ? എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം. പ്രജിത്ത് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദീപയും സുരേഷും കൂടെ ഇറങ്ങി. അപ്പോഴാണ് സ്റ്റേഷൻ വരാന്തയിൽ ഇരുന്ന് കരയുന്ന ക്ഷീണിതനായ ഒരു യുവാവിനെ പ്രജിത്ത് കാണുന്നത്. കൂടെ 4 വയസ്സോളം പ്രായമുള്ളൊരു കുട്ടിയും അല്പം മാറിയ ഒരു മധ്യവയസ്കരും സ്ത്രീയും. സാർ, ഇതാണ് ഉണ്ണി, ആ കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ ഹസ്ബൻഡ്. ഈ കുട്ടിയെയാണ് സാർ ആദ്യം കാണാതായത്. കോൺസ്റ്റബിൾ പറയുന്നത് കേട്ട ആ മധ്യവയസ്കന് നേരെ കൈ ചൂണ്ടി അവരാരാണെന്ന് ചോദിച്ചു. അതിന്റെ മറുപടി പറഞ്ഞത് ദീപയാണ്. സാർ, ഇന്നലെ അവരുടെ മകൾ മിസ്സായി. പേര് ജാസ്മിൻ, 27 വയസ്സ്. വിവാഹിതയല്ല. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകൾ. അത് കേട്ടൊരൽപ്പം ചിന്തിച്ചു നിന്ന പ്രജിത്ത് മെല്ലെ മോളോട് ചോദിച്ചു, മോൾ, ആ ആളിനെ കണ്ടിരുന്നോ? അവൾ പതുക്കി ഉവ്വ് എന്ന മട്ടിൽ തലകുലുക്കി. ആ ആളിന്റെ രൂപം അറിയുമോ മോൾക്ക്? തലയോട്ടിയാണ് മുഖം. വായിൽ കത്തി കടിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. തലയിൽ ചുവന്നൊരു കെട്ട്, നീളമുള്ളൊരു കോട്ടുണ്ടായിരുന്നു. അവൾ ഭയത്തോടെ അറിയാവുന്ന രീതിയിൽ പറഞ്ഞൊപ്പിച്ചു. അയാള് മോളോട് വല്ലതും പറഞ്ഞോ? എന്ന് മൂളിക്കൊണ്ട് അവൾ നിൽക്കിയ ദീപ അവളോട് ചോദിച്ചു, എന്താണ് അയാൾ പറഞ്ഞത്? സാത്താന്റെ സന്തതിയെന്ന്. അത് പറയുമ്പോൾ ആ കുരുന്ന മുഖത്ത് ഭീതി തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പ്രജിത്ത് ഉണ്ണിയോടായി ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ പ്രിയയ്ക്ക് എന്തായിരുന്നു ജോബ്? സാർ, അവളിവിടെ സിറ്റിയിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഹൈപ്പർ മാർക്കറ്റിൽ ക്യാഷ്യറായിരുന്നു. കുട്ടിയെ കാണാതായതിനു ശേഷം നിങ്ങൾക്കോ ഭാര്യയ്ക്കോ ആരുടെയെങ്കിലും ഫോൺ കോൾ വന്നിരുന്നോ? ഓ സാർ, ആരോ അവളെ വിളിച്ചിരുന്നു. അപ്പോൾ ഒന്നും മിണ്ടാതെ ഫോണുമായി അവൾ ഗേറ്റിന്റെ വെളിയിലേക്ക് പോയി. കൂടെ ഞാൻ കൂടി ഇറങ്ങാൻ നേരം അവൾ എന്നെ തടഞ്ഞു. അവൾ ഗേറ്റിന്റെ പുറത്തേക്കിറങ്ങി 1-2 നിമിഷത്തിന്റെ ഉള്ളിൽ ഞാൻ വെളിയിലേക്ക് ചെന്നപ്പോൾ അവിടെ കൈയും കാലും കൂട്ടിക്കെട്ടിയ വായും മൂടിയ നിലയിൽ എൻ്റെ മകളുണ്ടായിരുന്നു. പക്ഷെ ഭാര്യയെ അവിടെ കാണാനില്ലായിരുന്നു സാർ. പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ പ്രിയയുടെ. അപ്പോഴേക്കും വിതുമ്പിപ്പോയിരുന്നു ഉണ്ണി. അല്പനേരം മൗനമായി നിന്നതിന് ശേഷം പ്രജിത്ത് ദീപയോട് ചോദിച്ചു, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ആ കുട്ടിയുടെ? കഴിഞ്ഞു സാർ. ഫോർമാലിറ്റീസ് കഴിഞ്ഞെങ്കിൽ ബോഡി വിട്ടുകൊടുത്തേക്ക്. ശരി സാർ എന്ന് പറഞ്ഞ് ദീപ തിരിയുമ്പോൾ പ്രജിത്ത് ആ മധ്യവയസ്കരുടെ അടുത്തേക്ക് ചെന്നു. എന്താ പേര്? സാർ, എൻ്റെ പേര് ജോൺസൺ എന്നാണ്. ഇതെൻ്റെ ഭാര്യ ലൗസി. സാർ, ഞങ്ങളുടെ മകൾ ജാസ്മിനെ ഇന്നലെ മുതൽ കാണാനില്ല സാർ. അവളുടെ മുറിയുടെ മുന്നിൽ ചോരപ്പാടുകൾ കണ്ടു. മുറി തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. മുകളിലെ നിലയിൽ നിന്നും ടെറസിലേക്കുള്ള വാതിലും തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു സാർ. ദീപ. പ്രജിത്തിന്റെ വിളി കേട്ട് ദീപ അവിടേക്ക് വന്നു. സാർ എന്ന് പറഞ്ഞ് അറ്റൻഷനായി നിന്ന ദീപയെ നോക്കി പ്രജിത്ത് പറഞ്ഞു, ദീപ, നമുക്ക് ഇവരുടെ വീട് വരെ ഒന്ന് പോകാം. പ്രിയയുടെ ബോഡിയുടെ ഫോർമാലിറ്റീസൊക്കെ സുരേഷിനെ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ പ്രിയയുടെ നമ്പറിന്റെ കോൾ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം. അവരുടെ ഭർത്താവ് ഉണ്ണിയുടെയും. അതും സുരേഷിനെ ഏൽപ്പിക്കുക. കോൾ ഡീറ്റെയിൽസ് ഇന്ന് തന്നെ കിട്ടണം എനിക്ക്. അത് പറഞ്ഞ് ജീപ്പിന്റെ അരികിലേക്ക് നടക്കുമ്പോൾ പ്രജിത്ത് ജോൺസണോടും ലൗസിയോടും വണ്ടിയുടെ മുന്നേ പോകാൻ പറയാനും മറന്നില്ല. അപ്പോഴേക്കും സുരേഷിനെ എല്ലാം പറഞ്ഞേൽപ്പിച്ച് ദീപയും വണ്ടിയിലേക്ക് കയറി. ആ വണ്ടി ജാസ്മിന്റെ വീട് ലക്ഷ്യമാക്കി പായുമ്പോൾ ഒരു മുറിക്കുള്ളിൽ മകളെ നഷ്ടപ്പെട്ട വേദനയിൽ വിവേകും വരതയും തേങ്ങുമ്പോൾ തന്റെ കുഞ്ഞിന് എന്തു പറ്റിയെന്നറിയാതെ ഹരിയും ലിനിയും വിതുമ്പുമ്പോൾ അങ്ങകലെ ഒരു കൊച്ചുമുറിക്കുള്ളിൽ അരണ്ട സൂര്യവെളിച്ചത്തിൽ അവൻ ആ സാത്താൻ ജാസ്മിന് നേരെ കത്തിയുമായി നീങ്ങി. ആ രൂപം കണ്ട് അവൾ ഒന്ന് പതറിപ്പോയെങ്കിലും അവൾ ചോദിച്ചു, നിങ്ങളെ എനിക്കറിയാം, നല്ല പരിചയമുണ്ട്, പക്ഷെ കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പണമാണോ? ഞാൻ തരാം, എന്നെ വെറുതെ വിട്. അത് പറയുമ്പോൾ ഭയത്തോടൊപ്പം കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഒരു പ്ലാസ്റ്റർ കൊണ്ട് അവളുടെ വാ മൂടി അതിന്റെ മുകളിലൂടെ ഒരു തുണിയിട്ട് വാ ഒന്നുകൂടി മുറുക്കി കെട്ടിയ അയാൾ മുഖം മൂടിയില്ലാത്ത തന്റെ മുഖം അവളുടെ കാതോട് ചേർത്ത് പതുങ്ങിയ സ്വരത്തിൽ ചോദിച്ചു, എന്തും തരുമോ? എന്തും? എങ്കിൽ താ, എൻ്റെ അച്ചുവിനെ, എൻ്റെ അശ്വതിയെ എനിക്ക് താ. എനിക്ക് അവൾ മാത്രമല്ലേ ഉണ്ടായിരുന്നത്. താ, തിരിച്ചു താ എൻ്റെ അച്ചുമോളെ. പതുങ്ങിയ ശബ്ദത്തിൽ ചോദിച്ചു തുടങ്ങിയ അയാൾ എൻ്റെ അച്ചുവിനെ താടി എന്നലറിയതും അയാളുടെ കയ്യിലിരുന്ന ആയുധം അവളുടെ വലങ്കൈ ഛേദിച്ചുയർന്നു പൊങ്ങിയതും ഒരേ നിമിഷമായിരുന്നു. വലങ്കൈ കൈമുട്ടിന് മുകളിൽ വെച്ച് അറുത്തുമാറ്റുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദനയാൽ അലറി വിളിക്കുമ്പോൾ ആ ശബ്ദം പുറത്തേക്ക് പോകാതെ മൂടിക്കെട്ടിയ വായ്ക്കുള്ളിൽ ആ കണ്ടനാളത്തിൽ ഒരു തേങ്ങലായി വിങ്ങുമ്പോൾ അവൾ ഓർത്തു അശ്വതിയെ.
അവളോട് ചെയ്ത ക്രൂരതയെ. വലങ്കൈയില്ലാതെ വേദനയോടെ കണ്ണീരോടെ അവൾ അയാളെ നോക്കുമ്പോൾ ജീവൻ മുറിച്ചു മാറ്റപ്പെട്ട് അപ്പോഴും ജീവൻ തുടിക്കുന്ന അവളുടെ വലങ്കൈ അവളെ കിടത്തിയിരിക്കുന്ന ടേബിളിന്റെ സൈഡിലെ തടിമേശയിൽ വെച്ച് ഇറച്ചിക്കടയിൽ ഇറച്ചി നുറക്കുന്ന പോലെ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുറിച്ചു മാറ്റപ്പെട്ട കയ്യിൽ നിന്നും തെറിച്ചു വീണ രക്തത്തുള്ളികൾ അവളുടെ മുഖത്ത് നിന്നും താഴേക്കൊഴുകിക്കൊണ്ടേയിരുന്നു. അതേസമയം അയാളുടെ മുഖത്ത് വീണ അവളുടെ രക്തത്തുള്ളികൾ ഒഴുകി ചുണ്ടിലേക്ക് വന്നപ്പോൾ നാവ് കൊണ്ടത് നക്കിയെടുത്ത് രുചിക്കുമ്പോൾ വല്ലാത്തൊരു ആത്മസംതൃപ്തി ആ മുഖത്ത് കാണാമായിരുന്നു. അവൻ അവളുടെ കൈമുട്ടിന് താഴെയുള്ള ഭാഗം വെട്ടി നുറുക്കിയതിനു ശേഷം മൂർച്ചയേറിയൊരു കത്തിയുമായി അവളുടെ അടുത്തേക്ക് നീങ്ങി. വേദന കൊണ്ട് പുളയുമ്പോഴും ഭയം വളരെയേറെ അവളിൽ കടന്നുകൂടുമ്പോഴും ഒന്ന് നിലവിളിക്കാനാകാതെ താൻ മരിക്കാൻ പോകുന്ന സത്യം മനസ്സിലാക്കിയപ്പോഴും അവളുടെ മനസ്സിൽ ഒരിക്കൽ പോലും കരുതിയില്ല അശ്വതിക്ക് വേണ്ടി ഒരാൾ വരുമെന്നും അയാളാൽ കൊല്ലപ്പെടുമെന്നും. അവൾ ധരിച്ചിരുന്ന തുണി കഴുത്തിന് നിന്ന് താഴേക്ക് മുറിച്ചു മാറ്റിയതിനു ശേഷം അയാൾ ആ മൂർച്ചയേറിയ കത്തിയുടെ തുമ്പ് അവളുടെ വലതു മാറിടത്തിന്റെ മുകളിൽ അമർത്തി. അമരുന്തോറും ചോര പൊടിഞ്ഞുകൊണ്ടേയിരുന്നു. വേദന അവളെ കാർന്നു തിന്നുമ്പോൾ മാറിടത്തിൽ നിന്ന് താഴേക്ക് ശക്തമായി കീറി മുറിച്ച അയാൾ ശേഷം അടുത്തിരുന്ന വീതിയേറിയ മൂർച്ചയുള്ള കുടുവാളിനാൽ അയാൾ ആഞ്ഞു വീശിയപ്പോൾ അവളുടെ തലയുടെ വലതുഭാഗം രണ്ടായി മുറിഞ്ഞു മാറി. ഒന്ന് പിടഞ്ഞ ജാസ്മിൻ എന്നേക്കുമായി നിശ്ചലമായി. ഒരു ഭ്രാന്തനെ പോലെ ആ ശരീരത്തിൽ വീണ്ടും വീണ്ടും ആഞ്ഞു വെട്ടുമ്പോൾ അയാൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അയാളുടെ എല്ലാമായ അച്ചുവിനെ ഓർത്ത്, തൻ്റെ അശ്വതിയെ ഓർത്ത്. ജാസ്മിന്റെ റൂമിന്റെ മുന്നിൽ വീണ് കിടക്കുന്ന രക്തത്തുള്ളികൾ നോക്കിയ ശേഷം പ്രജിത്ത് ജാസ്മിന്റെ മുറിയാകെ ഒന്ന് പരിശോധിച്ചു. ശേഷം അവിടെ നിന്നും ഓപ്പൺ ടെറസിന്റെ ഭാഗത്തേക്ക് വന്ന പ്രജിത്ത് അവിടെ നിന്നും താഴേക്ക് നോക്കി. താഴെ ഷൂവിന്റെ അടയാളം ശ്രദ്ധയിൽപ്പെട്ട പ്രജിത്ത് താഴേക്കിറങ്ങി. ജോൺസിനോടും ലൗസിയോടും വിവരങ്ങൾ തിരക്കിക്കൊണ്ടിരുന്ന ദീപ പ്രജിത്തിന്റെ കൂടെ പുറത്തേക്കിറങ്ങി. ടെറസിന്റെ ഭാഗം താഴെയായി മണൽ കൂടിയിരിക്കുന്നു. ജാസ്മിനെയും കൊണ്ട് അയാൾ ഈ മണൽ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അവിടെ അതിന്റെ അടയാളം കാണാൻ കഴിയുന്നുണ്ട്. പതിഞ്ഞിരിക്കുന്ന മറ്റടയാളങ്ങളും ശ്രദ്ധിച്ച പ്രജിത്തിന് എന്തോ സംശയം തോന്നിയ പോലെ ദീപയെ വിളിച്ചു. ദീപ സാർ. പ്രജിത്തിന്റെ വിളി കേട്ട ദീപ അടുത്തേക്ക് നീങ്ങി വന്ന് വിളി കേട്ടു. ദീപ, ബൂട്ട് ഉപയോഗിക്കാറുണ്ടോ? അവന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലായെങ്കിലും യെസ് ഉണ്ട് സാർ, ഞാൻ ഉപയോഗിക്കാറുണ്ട്. പുരുഷന്മാർ ഉപയോഗിക്കുന്ന ബൂട്ടിൽ നിന്നും ഏതാണ് സ്ത്രീ ബൂട്ടിന്റെ വ്യത്യാസം? സാർ, വീതി കുറവായിരിക്കും, ഷേപ്പിനും വ്യത്യാസമുണ്ടായിരിക്കും. ബട്ട് ചില ബൂട്ടുകൾ രണ്ട് കൂട്ടുകാർക്കും ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ദീപ, ഇവിടെ പതിഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ബൂട്ടിന്റെ പാടാണ്. ഇതിനു പിന്നിൽ ഒരു സ്ത്രീയാണെന്ന് എനിക്ക് സംശയമുണ്ട് ദീപ. അവന്റെ സംസാരത്തിൽ നിന്നും ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി നിന്ന ദീപയോട് ഫോറൻസിക്കിനെ വിളിക്കണം, എല്ലാ വശവും ചെക്ക് ചെയ്യാൻ പറയണം, കിട്ടാവുന്ന ഫിംഗർ പ്രിന്റ്സ് എല്ലാം കളക്ട് ചെയ്യണം. ഓക്കെ സാർ എന്ന് പറഞ്ഞ് ദീപ മൊബൈൽ എടുക്കുമ്പോൾ പ്രജിത്ത് ജീപ്പിന്റെ അരികിലേക്ക് നടന്നു. പിറകെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ഇൻഫോം ചെയ്തുകൊണ്ട് ദീപയും. സമയം രാത്രി 11:30 കഴിഞ്ഞു. ഉറങ്ങാതെ തന്റെ മുറിയിൽ പ്രിയയുടെ ഡെഡ് ബോഡി ഫോട്ടോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രജിത്ത് പെട്ടെന്ന് എന്തോ തുമ്പ് കിട്ടിയ പോലെ ഫോട്ടോയിൽ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. മാറി മാറി എല്ലാ ഫോട്ടോയും നോക്കി പ്രജിത്ത് പെട്ടെന്ന് ഫോൺ എടുത്ത് ദീപയെ വിളിച്ചു. രാത്രിയിൽ പ്രജിത്തിന്റെ കോള് കണ്ട ദീപ പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. എന്താ സാർ ഈ സമയത്ത്? ദീപ, കൊല്ലപ്പെട്ട പ്രിയയുടെ ബോഡിയിൽ ക്രൂരമായുള്ള എല്ലാ മുറിവുകളും ശരീരത്തിന്റെ വലത് ഭാഗത്താണ്. അതിന്റെ അർത്ഥം കൊലയാളി ഒരു ഇടങ്കയ്യനാണ്. മാത്രമല്ല, പ്രിയയുടെ മകളെ കടത്തിക്കൊണ്ടുപോയി 3 ദിവസം കഴിഞ്ഞാണ് പ്രിയയ്ക്ക് കോള് വരുന്നതും അവളെ കാണാതാകുന്നതും ആ കുട്ടിയെ തിരിച്ചു കിട്ടുന്നതും. അതെ സാർ, അങ്ങനെയാണ്. അതിന് ദീപ പറഞ്ഞു തീരുന്നതിന് മുമ്പ് പ്രജിത്ത് വീണ്ടും പറയാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ദീപ, മീനൂട്ടി ഇന്ന് തിരിച്ചു വരും, വരതെ ഇന്ന് മിസ്സാക്കും. അവൻ പറയുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് അവൾ ചിന്തിച്ചു. ശരിയാണ്, അങ്ങനെ വരാനും സാധ്യതയുണ്ട്. ദീപ റെഡിയാകും, യൂണിഫോം വേണ്ട, ഞാൻ വണ്ടിയുമായി ഇപ്പോൾ വരാം, നമുക്ക് അവിടെ എത്തണം ഇപ്പോൾ തന്നെ. സുരേഷിനെയും ഇൻഫോം ചെയ്യേ. ശരി സാറെന്ന് പറഞ്ഞ് ദീപ ഫോൺ വെച്ചപ്പോൾ പ്രജിത്ത് ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ റെഡിയായി. അതേസമയം വരദയുടെ ഫോൺ റിങ് ചെയ്തു. ഫോണെടുത്ത് ചെവിയിൽ വെച്ച വരദ മറുവശത്ത് നിന്നുള്ള പതുങ്ങിയ പുരുഷ ശബ്ദം കേട്ടൊന്ന് ഞെട്ടി. അടുത്തു നിന്ന് വിവേകിനെ നിശബ്ദമായി അവൾ നോക്കുമ്പോൾ അവളുടെ കണ്ണിൽ ഒരു ദയനീയാവസ്ഥ തളം കെട്ടിക്കിടന്നു. വരദയുടെ വീട് ലക്ഷ്യമാക്കി പ്രജിത്തിനെയും സുരേഷിനെയും ദീപയെയും കൊണ്ട് ആ ജീപ്പ് പായുമ്പോൾ അവിടെ ആ ആൽമര ചുവട്ടിൽ ഇരുട്ടിനെ തുറച്ചു നോക്കിയ ഭ്രാന്തൻ പാടിക്കൊണ്ടേയിരുന്നു. നീ ചൊല്ലും ദൈവമതില്ല, സാത്താനുള്ളത് നേര്. ജീപ്പ് വരദയുടെ വീടിന്റെ അടുത്തെത്താറായപ്പോൾ ദൂരെ നിന്ന് പ്രജിത്ത് ശ്രദ്ധിച്ചു. ഗേറ്റിന്റെ വെളിയിൽ ഒരു ആൾക്കൂട്ടം. സാർ, നമ്മൾ വൈകിപ്പോയെന്ന് തോന്നുന്നു. ദീപ പറയുന്നത് കേട്ട് സ്റ്റീറിംഗ് വീലിൽ ആഞ്ഞടിച്ചുകൊണ്ട് ഛേ എന്ന് പറഞ്ഞ് പ്രജിത്ത് സീറ്റിലേക്ക് ചാരി. ഒരു വലിയ ശബ്ദത്തോടെ ജീപ്പിന്റെ ടയർ ആ റോഡിൽ ഉരഞ്ഞ് കൂടി നിൽക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് നിരങ്ങി നീങ്ങി. വണ്ടി നിന്നതും പ്രജിത്ത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ചാടിയിറങ്ങി. കൂടെ ദീപയും സുരേഷും. എന്താണ് എല്ലാവരും കൂടി നിൽക്കുന്നവിടെ? പ്രജിത്ത് അത് ചോദിച്ചു തിരിയുമ്പോൾ അവിടെ പേടിച്ചു കരയുന്ന മീനൂട്ടിയെയും അവളെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന വിവേകിനെയും കണ്ടു. വേഗത്തിൽ പ്രജിത്ത് അവിടേക്ക് നടന്നു.
മീനൂട്ടിയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന വിവേകിനോടായി ചോദിച്ചു, എന്താ നടന്നത്? മീനൂട്ടി എങ്ങനെ എത്തി? വരത എവിടെ? ഒരുപാട് ചോദ്യങ്ങളാണ് പ്രജിത്ത് ചോദിച്ചത് വിവേകിനോട്. അയാൾ ഒന്നും മിണ്ടാതെ പ്രജിത്തിനെ നോക്കി ഗേറ്റിന്റെ വലതുഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ പ്രജിത്ത് ഗേറ്റിറങ്ങി വലത്തേക്ക് ഓടി, കൂടെ സുരേഷും. ഒരല്പദൂരം മുന്നോട്ടോടിയപ്പോൾ ജോർജിന്റെയും രാധാകൃഷ്ണന്റെയും കടയുടെ മുന്നിലെത്തി. ഓടി വന്ന പ്രജിത്ത് രണ്ട് കൈയും ഏണിൽ കുത്തി മുന്നിൽ നീണ്ടുകിടക്കുന്ന ആ റോഡും അതിനെ മൂടിയിരിക്കുന്ന ഇരുട്ടും നോക്കി അങ്ങനെ നിന്നു. പുറകെ സുരേഷും വന്നപ്പോൾ, ജസ്റ്റ് മിസ്സായല്ലോ സുരേഷ് എന്ന് പറഞ്ഞ് നെടുവീർപ്പിട്ടു പ്രജിത്ത്. കിട്ടും സാർ, നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും, കിട്ടാതെ എവിടെ പോകാൻ? സുരേഷ് അത് പറഞ്ഞു നിർത്തുമ്പോഴേക്കും പിറകിൽ വന്നു നിന്ന് ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ദീപ ഇറങ്ങി അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് ആകെയുള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിൽ പ്രജിത്ത് കണ്ടത്. ജോർജിന്റെ കടത്തിണ്ണയിൽ ആരോ കിടക്കുന്നു. അതാ ഭ്രാന്തനാണ് സാർ. ദീപ പറഞ്ഞിട്ടും കേൾക്കാതെ പ്രജിത്ത് അവിടേക്ക് നടന്നു. അവിടെ കിടന്ന് മയങ്ങുന്ന ഭ്രാന്തനെ പ്രജിത്ത് തട്ടി വിളിച്ചു. ഞെട്ടി എഴുന്നേറ്റ ഭ്രാന്തൻ പ്രജിത്തിനെ തുറച്ചു നോക്കി. ഇതിലാരെങ്കിലും പോയോ? ഒരാളെയും ചുമന്നുകൊണ്ട് പോവുകയോ വണ്ടി പോവുകയോ അങ്ങനെ എന്തെങ്കിലും കണ്ടോ? പ്രജിത്തിന്റെ ചോദ്യത്തിന് ഒന്നും മിണ്ടാതെ കണ്ണു തുറച്ചു നോക്കി. അവൻ എന്തോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പ്രജിത്ത് ഒന്നുകൂടി ചെവിയോർത്ത് നിന്നു. അയാൾ എന്താണ് പിറുപിറുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. സാത്താന്റെ സന്തതി. അയാൾ പറയുന്നത് വ്യക്തമായി കേട്ട പ്രജിത്ത് അയാളെ ഒന്നുകൂടി നോക്കി എഴുന്നേൽക്കാൻ തിരിയവേ അവിടെ എന്തോ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതെന്താണെന്നറിയാൻ അവൻ മൊബൈൽ ടോർച്ച് ഓൺ ചെയ്ത് നോക്കി. അത് കണ്ട സുരേഷ് വണ്ടിയിലിരുന്ന ടോർച്ച് എടുത്തുകൊണ്ട് പ്രജിത്തിന്റെ അരികിലേക്ക് വന്നു. കിടക്കുന്നത് എന്താണെന്ന് കണ്ട് അവർ ഞെട്ടി. കൈപ്പത്തി ഒരു മനുഷ്യന്റെ, അതും ഒരു സ്ത്രീയുടെ കൈപ്പത്തി. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയ പ്രജിത്ത് അവിടെ ഒരു വണ്ടി വന്ന് നിന്നതിന്റെ ടയർപാടുകൾ കണ്ടു. ആ ടയർപാടുകളിലേക്ക് ടോർച്ചിന്റെ പ്രകാശം അടിച്ചു നോക്കി മുന്നോട്ട് നീങ്ങിയപ്പോൾ ജോർജിന്റെ കടക്കു പിന്നിലേക്ക് വണ്ടി പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. പ്രജിത്ത് കടയുടെ പിന്നിലേക്ക് നീങ്ങി. അവനോടൊപ്പം ദീപയും സുരേഷും. കടക്ക് പിന്നിലായി എത്തി ചുറ്റും ടോർച്ചടിച്ച് നോക്കിയെങ്കിലും പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. അല്പനേരം ചുറ്റും നോക്കി തിരികെ നടക്കാൻ ഒരുങ്ങിയ പ്രജിത്ത് എന്തോ കണ്ടതുപോലെ വീണ്ടും തിരിഞ്ഞു. അവിടെ പല സ്ഥലങ്ങളിലായി നായകൾ കിടക്കുന്ന നായകളിലേക്ക് ടോർച്ചടിച്ച് ആട്ടി ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ ഓരോ നായയും എഴുന്നേറ്റ് കുറച്ചുകൂടി അകലേക്ക് നീങ്ങി. പക്ഷേ നായകൾ അല്പം നീങ്ങുന്നതല്ലാതെ അവിടെ നിന്നും പോകാൻ കൂട്ടാക്കുന്നില്ല. നായകൾ കിടന്നിരുന്ന സ്ഥലം വെച്ച് അവറ്റകൾ മാറി നിന്ന് നോക്കുന്ന സ്ഥലം വെച്ച് പ്രജിത്ത് ടോർച്ചടിച്ച് നോക്കി. സാർ ദാ അവിടെ എന്ന് പറഞ്ഞ് ദീപ ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രജിത്ത് അവിടേക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചു. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് എന്തോ കിടക്കുന്നു. അവർ അവിടേക്ക് നടന്നു. നായകൾ മുരണ്ടുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി. പ്രിയയുടെ ബോഡി കിടന്നിരുന്ന അതേ സ്ഥലത്ത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ പൂർണ്ണ നഗ്നയായ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി. നന്നായി ചോര പുരണ്ടിരിക്കുന്നു ആ കവറിൽ. സുരേഷും ദീപയും കൂടി ആ കവർ പതുക്കെ തുറന്നെടുത്തു. ബോഡിയിലും രക്തം നന്നായി പറ്റിയിട്ടുണ്ട്. വലതു കൈ മുറിച്ച് അരിഞ്ഞു മാറ്റിയിരിക്കുന്നു. തലയുടെ വലത് സൈഡ് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. ശരീരമാസകലം മൂർച്ചയേറിയ ആയുധം കൊണ്ട് വെട്ടിയും കുത്തിയും വികൃതമാക്കിയിരിക്കുന്നു. സാർ, ഇത് ഇന്നലെ രാത്രിയിൽ കാണാതെ പോയ ജാസ്മിൻ്റെതാണ്. ദീപ അത് പറയുമ്പോൾ സുരേഷ് പ്രജിത്തിനെ ഒന്ന് നോക്കി. എന്താണ് നടക്കുന്നതെന്നറിയാതെ, എവിടെ തുടങ്ങണമെന്നറിയാതെ നിസ്സഹായനായി നിൽക്കുന്ന പ്രജിത്തിനെയാണ് സുരേഷ് കണ്ടത്. സാർ, ഇത് കണ്ടോ? മറ്റൊരു ചെറിയ കവറിൽ പൊതിഞ്ഞ വെള്ള പേപ്പർ ദീപ പ്രജിത്തിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ പ്രജിത്ത് അത് വാങ്ങി കവറിൽ നിന്നെടുത്തു. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് പ്രജിത്ത് സുരേഷും ദീപയും കേൾക്കെ വായിച്ചു. ദിസ് ഈസ് എ ഗെയിം, വെരി ഇൻട്രസ്റ്റഡ് ഗെയിം. നെക്സ്റ്റ് ടാർഗറ്റ് ടുമോറോ 11:30 PM. കം ഓൺ, ക്യാച്ച് മീ. യുവർ ടൈം ഈസ് സ്റ്റാർട്ടിങ് നൗ. വായിച്ചു തീർന്ന് ദീപയെയും സുരേഷിനെയും ഒന്ന് നോക്കി പ്രജിത്ത്. നമ്മൾക്ക് തൊട്ടുപിറകെ ഉണ്ടെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. ഇന്ന് നമ്മൾ വനിതയുടെ വീട്ടിലെത്തുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഈ ബോഡി ഇന്ന് തന്നെ കണ്ടെടുക്കാനാണ് ബോഡിയുടെ കൈപ്പത്തി ഇവിടെ ഇട്ടത്. ആ ഭ്രാന്തൻ ഒരു പക്ഷെ ആളിനെ കണ്ടിട്ടുണ്ടാവാം. ബട്ട് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത അവനെ കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അതും പറഞ്ഞ ആ പേപ്പർ അവൻ മടക്കുമ്പോൾ, ദീപ ഈ ലെറ്റർ ഫിംഗർ പ്രിന്റ് എടുക്കണം. അത് പറഞ്ഞിട്ട് സുരേഷിന്റെ നേരെ തിരിഞ്ഞു. സുരേഷേ, പ്രിയയുടെ കോൾ ഡീറ്റെയിൽസ് എടുത്തിരുന്നു? എടുത്തു സാർ, പക്ഷെ സ്റ്റേഷനിലാണ് സാർ. ഓക്കെ, വനിതയുടെയും എടുക്കണം, നാളെ തന്നെ. ശരി സാർ, എടുക്കാം. ജാസ്മിൻ കാണാതായതിന്റെ പിറ്റേന്ന് രാത്രി തന്നെ ഡെഡ് ബോഡിയും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ പ്രിയയുടെയും ജാസ്മിന്റെയും ബോഡി കിട്ടിയെടുത്തു നിന്ന് വനിതയുടെയും കിട്ടും. സ്റ്റേഷനിൽ തന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് ദീപയോടും സുരേഷിനോടും പ്രജിത്ത് അത് പറയുന്നു. സാർ, അപ്പോൾ വനിതയും? സുരേഷാണ് അങ്ങനെ സംശയരൂപേണ ചോദിച്ചത്. അതെ സുരേഷ്, അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം നമുക്ക് കൊലയാളിയെ കുറിച്ചൊരു വിവരവും അറിയില്ല. ആകെ കണ്ടത് ആ കുട്ടികൾ മാത്രമാണ്. കൊച്ചുകുട്ടികൾക്ക് എന്തോ ഒരു രൂപമല്ലാതെ വേറൊന്നും അറിയില്ല. ആ കാട്ടിനകത്ത് എവിടെയാണ് അയാളുടെ താവളമെന്നറിയില്ല. അയാൾ ഒരു പകൽ മാത്രമേ എടുത്തുള്ളൂ ജാസ്മിന്റെ ബോഡി എത്തിക്കാൻ. അയാളെ കണ്ടെത്താൻ നമ്മൾ വൈകുന്തോറും മരണനിരക്കുകളും കൂടും. ദീപ സുരേഷിനോടത് പറയുമ്പോൾ ശരിയാണെന്നുള്ള രീതിയിൽ സുരേഷിനെ നോക്കി തലകുലുക്കിക്കൊണ്ട് പ്രജിത്ത് ചോദിച്ചു, എവിടെ കോൾ ഡീറ്റെയിൽസ്? പ്രിയയുടെയും വനിതയുടെയും. പെട്ടെന്ന് ഫയൽ അഴിച്ച് അതിൽ നിന്നും 2 പേപ്പർ എടുത്ത് പ്രജിത്തിന് നേരെ നീട്ടി. പ്രജിത്ത് അത് നോക്കുമ്പോൾ സുരേഷിനോട് ചോദിച്ചു, അവർക്ക് 2 പേർക്കും കുട്ടിയെ കൊണ്ടുവിടുന്നതിന് മുമ്പ്, അതായത്
പ്രിയയെയും വരതയെയും മിസ്സാകുന്നതിന് മുമ്പ് വന്ന കോൾ ആരുടെയാണെന്ന് നോക്കിയോ? നോക്കി സാർ. രണ്ടും രണ്ട് നമ്പറിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത്. പക്ഷേ സാർ, രണ്ട് സിമ്മും ഒരാളിൻ്റെ പേരിലാണ്. ആരാണത്? സാർ, അയാളുടെ പേര് ദിലീപ് എന്നാണ്. ഈ വരതയുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. വരതയുടെ ഫോണിലേക്ക് വേറൊരു നമ്പറിൽ നിന്നും സ്ഥിരം കോൾ വരാറുണ്ട് സാർ. അതും ഈ ദിലീപിൻ്റെ തന്നെയാണ്. അന്ന് കുട്ടിയെ കാണാതായപ്പോൾ വരത ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ചോദിച്ചപ്പോൾ ഹസ്ബൻഡാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഈ ദിലീപിനോടാണ് സാർ. ഇവർ തമ്മിൽ ഹസ്ബൻഡ് അറിയാതെ രഹസ്യ ബന്ധമുണ്ട്. അവനൊന്ന് ശ്രദ്ധിക്കണം. ഒക്കണ്ട. ഈ നിമിഷം മുതൽ സുരേഷും വേറെ രണ്ടുപേരും കൂടി അവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ ഓരോ മൂവിങ്ങും എന്നെ അറിയിക്കുക. സുരേഷിനോടത് പറഞ്ഞ് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്തോ ആലോചിച്ച പോലെ പ്രജിത്ത് ഒന്ന് നിന്നു. അല്ല സുരേഷേ, പ്രിയയ്ക്കും വരതക്കും വന്ന രാത്രിയിൽ കോൾ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തില്ലേ? ചെയ്തു സാർ. ഈ രണ്ട് വീടിൻ്റെയും 100 മീറ്റർ അകലത്തിലാണ് ഫോൺ ഓണായിരിക്കുന്നതും സിമ്മ് ആക്റ്റീവായിരിക്കുന്നതും. അവർക്ക് കോൾ പോയി നിമിഷങ്ങൾക്കപ്പുറം അത് ഡിസ്കണക്റ്റ് ആകുന്നു. പ്രജിത്ത് ദീപയോട് പറഞ്ഞു. ദീപ, ഇന്ന് 11:30 എന്ന് പറയുമ്പോൾ അടുത്ത ടാർഗറ്റിൽ ലിനിയായിരിക്കില്ലേ? അവരുടെ മകൾ അനന്തുവിനെയല്ലേ മിസ്സായത്? അപ്പോൾ ഇന്ന് അനന്ത് വരും, പകരം ലിനി മിസ്സാകും. ഇന്ന് അവനായാലും അവളായാലും നമ്മൾ പൊക്കും ദീപ. സുരേഷേ, ഇന്ന് ആ ഫോൺ എപ്പോൾ ഓണാകുന്നോ കറക്റ്റ് ട്രാക്കും അവൻ്റെ ഓരോ മൂവിങ്ങും എനിക്ക് അറിയിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രജിത്ത് ദീപയോടൊപ്പം ലിനിയുടെയും ഹരിയുടെയും വീട്ടിലേക്ക് തിരിച്ചു. ആ ജീപ്പ് അവരെയും കൊണ്ട് ആ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. അതേസമയം മുഖത്തും കണ്ണിലും തെറിച്ചു വീണ ചോരപ്പാടുകൾക്കിടയിൽ കൂടി വലങ്കൈ മുറിഞ്ഞ വേദനയിലും മുറിച്ചു മാറ്റപ്പെട്ട തൻ്റെ കൈ കൊത്തിയെരിയുന്നയാളെ നോക്കി നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വരദ. പുറത്തു വരാതെ തൊണ്ടയിൽ കുരുങ്ങി അവളുടെ ശബ്ദത്തിന് താക്കീതായി മൂർച്ചയേറിയ കത്തി മാറിൽ താഴ്ന്നിറങ്ങി താഴേക്ക് നീങ്ങി. തലയുടെ വലതുഭാഗത്ത് ആഴത്തിൽ മൂർച്ചയേറിയ കുടുവാൾ പതിക്കുമ്പോൾ ആ ഭാഗം മുറിഞ്ഞു മാറുന്നതിനോടൊപ്പം അവളുടെ ജീവനും എന്നേക്കുമായി നിലച്ചു. എന്നിട്ടും ആ ശരീരം കൊത്തി നുറുക്കുമ്പോൾ ഒരു ക്രൂരമായ വാക്കുകളാൽ പെറുപെറുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അശ്വതിയെ, എൻ്റെ അച്ഛനെ തിരിച്ചുതാ. രാത്രി 11 മണി കഴിഞ്ഞു. ജോർജിന്റെയും രാധാകൃഷ്ണന്റെയും കട കാണാൻ ഭാഗത്തിൽ അല്പം ദൂരെയായി പോലീസ് ഒളിച്ചു നിന്നു. പക്ഷേ ആ ഭ്രാന്തനെ അപ്പോൾ അവിടെ കാണാനില്ലായിരുന്നു. ഒരുപക്ഷെ വരദയുടെ ബോഡി ഇന്ന് അവിടെ വന്നാലോ എന്നുള്ള പ്രജിത്തിന്റെ സംശയമാണ് അവിടെ ഷാഡോ പോലീസിനെ ഇട്ടത്. ലിനിയുടെ വീട്ടിൽ എല്ലാവരും ജാഗരൂകരായി. ഗേറ്റിന്റെ വെളിയിൽ ഇരുട്ടിന്റെ മറവിൽ ആർക്കും കാണാനാകാത്ത വിധത്തിൽ അവിടെ പല സ്ഥലങ്ങളിലായി പോലീസ് നിൽപ്പുണ്ടായിരുന്നു. ദീപയും പ്രജിത്തും വീടിന്റെ താഴത്തെ നിലയിൽ ലിനിയോട് സംസാരിക്കുകയായിരുന്നു. കൂടെ ഹരിയും. ലിനിയുടെ ടോപ്പിന്റെ ഇടംകൈക്കുള്ളിൽ ഒരു ചിപ്പ് വെച്ചു കൊടുത്തു ദീപ. അതൊരു GPS ട്രാക്കാണ്. ഒരുപക്ഷെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ തടയാൻ പറ്റിയില്ലെങ്കിൽ ലിനിയുടെ പിറകെ ഇത് ട്രാക്ക് ചെയ്ത് ഞങ്ങളുണ്ടാകും. ലിനിക്കൊന്നും സംഭവിക്കില്ല, അതെന്റെ വാക്ക്. പ്രജിത്ത് അത് ഉറപ്പിച്ചു പറയുമ്പോൾ ഇന്ന് കൊലയാളിയെ പിടിക്കാൻ പറ്റുമെന്ന് അത്ര ഉറപ്പായിരുന്നു. സാർ, എനിക്ക് വല്ലാതെ ഭയമാകുന്നു. ലിനിക്കെന്തെങ്കിലും പറ്റിയാൽ? ഹരി അത് പറഞ്ഞപ്പോൾ പ്രജിത്ത് ഹരിയെ ഒന്ന് നോക്കി. ഹരി ഇവിടെ നിന്നാൽ പ്രശ്നമാ. ലിനി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നിയന്ത്രണം വിട്ടാലോ? പ്രജിത്ത് അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് മുകളിലേക്ക് വിട്ടു. പെട്ടെന്ന് ദീപയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. സുരേഷാണ്. എന്താണ് സുരേഷേ? മേഡം, ആ നമ്പർ ആക്റ്റീവായിട്ടുണ്ട്. ലിനിയുടെ വീടിന്റെ ടവർ ലൊക്കേഷനിൽ. ഓക്കെ സുരേഷ്. ദീപ പ്രജിത്തിനെ നോക്കി. സാർ, സെറ്റ് ആക്റ്റീവ്. കാര്യം മനസ്സിലായ പ്രജിത്ത് എല്ലാവരോടും മൊബൈൽ സൈലന്റ് ആക്കാൻ വയർലെസ് ഇയർഫോൺ വഴി നിർദ്ദേശം കൊടുത്തു. പ്രജിത്തും ദീപയും ഫോൺ സൈലന്റ് ആക്കി. എങ്ങും നിശബ്ദത. ലിനിയും ദീപയും പ്രജിത്തും മുറിയിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി. ലിനിയുടെ കൈയും കാലിനോടുമൊപ്പം കയ്യിലിരുന്ന ഫോണും വിറയ്ക്കുന്നുണ്ടായിരുന്നു. പ്രജിത്ത് സമയം നോക്കി. 11:30. നിമിഷങ്ങൾ കഴിഞ്ഞു, കോള് വന്നില്ല. 12 മണിയായി സാർ. ദീപ പറയുന്നത് കേട്ട പ്രജിത്ത് ദീപയെ ഒന്ന് നോക്കി. സുരേഷിനെ വിളിച്ച് കോൾ പോയോ എന്ന് അന്വേഷിക്കും ദീപ. ദീപ ഹാളിലേക്ക് ചെന്ന് മൊബൈൽ എടുത്തപ്പോൾ അതിൽ സുരേഷിന്റെ ഒരുപാട് മിസ്ഡ് കോൾ. ദീപ സുരേഷിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് പ്രജിത്തും ലിനിക്കും അരികിലേക്ക് നടന്നു. മേഡം, ഒരുപാട് നേരമായി വിളിക്കുന്നു. ഫോൺ സൈലന്റ് ആയിരുന്നു സുരേഷ്. മേഡം, ലാസ്റ്റ് കോൾ പോയത് ലിനിയുടെ നമ്പറിലേക്കല്ല, വേറൊരു നമ്പറിലേക്കാണ്. അത് കേട്ട ദീപ ഞെട്ടലോടെ എടുത്തു ചോദിച്ചു. വേറെ നമ്പറോ? അതേത്? അത് കേട്ട ദീപയെ നോക്കി ഫോൺ ലൗഡ് സ്പീക്കറിലിടാൻ ആംഗ്യം കാണിച്ചു പ്രജിത്ത്. അപ്പോഴേക്കും സുരേഷ് പറഞ്ഞു തുടങ്ങിയിരുന്നു. സുരേഷ് പറഞ്ഞ നമ്പർ കേട്ടതും കയ്യിലിരുന്ന ഫോൺ വലിച്ചെറിഞ്ഞുകൊണ്ട് ലിനി അകത്തേക്ക് ഓടി. ഹരിയേട്ടാ എന്ന് ഉറക്കെ വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു ലിനി. സാർ, ദീപ വിളിക്കുന്നത് കേട്ട് പ്രജിത്ത് നോക്കി. സാർ, ആ നമ്പർ ലിനിയുടെ അസ് ഹരിയുടെയാ. ഷീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുമ്പോൾ ദീപയുടെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. മുകളിലെ നിലയിൽ ഹരിയില്ലായിരുന്നു. പകരം കൈയും കാലും വായും കൂട്ടിക്കെട്ടിയ രീതിയിൽ അനന്തും ഉണ്ടായിരുന്നു. മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ലിനി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോഴേക്കും ദീപ അങ്ങോട്ട് വന്ന്, സാർ, ന്യൂസ് ഉണ്ട്. എന്ത് ന്യൂസ്? പ്രിയയുടെയും ജാസ്മിൻ്റെയും ബോഡി കിട്ടിയ അതേ സ്ഥലത്ത് വരദയുടെ ബോഡി കിട്ടി. 10 മണി മുതൽ നമ്മുടെ പോലീസുകാർ അവിടെയുണ്ട്. അവിടെ ഒരു വണ്ടിയോ ആളോ വന്നിട്ടില്ല. ആ ബോഡിയിൽ ഇന്നത്തെ പോലെ ഒരു ലെറ്റർ ഉണ്ട്. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? ദീപ പറഞ്ഞു. സാർ, അത് ദിസ് ഗെയിം ഈസ് റണ്ണിങ്. അതേസമയം അനന്തുവിൻ്റെ കെട്ടഴിച്ച ലിനിക്ക് അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ലെറ്റർ കിട്ടി. പ്രജിത്ത് അത് വാങ്ങി വായിച്ചു നോക്കി. അതിൽ എഴുതിയിരിക്കുന്നു, നെക്സ്റ്റ് പ്ലേ ടുമോറോ നൈറ്റ് 8 PM. കമോൺ, ക്യാച്ച് മീ.
യുവർ ടൈം ഈസ് സ്റ്റാർട്ടിംഗ് നൗ. ഹരിയുടെ വീടിന്റെ പിറകുവശം നന്നായി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു പ്രജിത്ത്. അവിടെ പതിഞ്ഞിരിക്കുന്ന ബൂട്ടുപാടുകൾ വിശദമായി നോക്കുകയും മൊബൈലിൽ അതിന്റെ എല്ലാ ഫോട്ടോയും എടുത്ത് പ്രജിത്ത് നേരെ അനന്തുവിന്റെ മുന്നിലേക്ക് വന്നു. മോനതാരാണെന്നറിയാമോ? ഇല്ല. അനന്തു അത് പറയാൻ വരുമ്പോൾ മറ്റു കുട്ടികളെ പോലെ ചെറിയ ഭയം അവനിലും ഉണ്ടായിരുന്നു. അത് ആണാണോ പെണ്ണാണോ എന്നറിയാമോ മോന്? ആണാണ്. മുഖം മൂടി ഇട്ടിരിക്കുന്ന ആളെ കണ്ടിട്ട് അതെങ്ങനെ മനസ്സിലായി മോന്? ആണുങ്ങളെ പോലെയുള്ള വലിയ ശരീരമാണ്, പിന്നെ ശബ്ദവും ആണുങ്ങളുടെയാണ്. അത് കേട്ട പ്രജിത്ത് കൺഫ്യൂഷനായി. ജാസ്മിന്റെ വീട്ടിൽ കണ്ട ബൂട്ട് പ്രിന്റ് സ്ത്രീകൾ ഉപയോഗിക്കുന്നതാണ്, ബട്ട് ഇവിടെ കണ്ടത് നേരെ തിരിച്ചു. അനന്തു പറയുന്നത് കേട്ട പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ഉറപ്പിക്കാനും കഴിയുന്നില്ല. സാർ, എൻ്റെ അരിയേട്ടൻ. ലിനി അത് പറയുമ്പോൾ പ്രജിത്ത് ലിനിയെ നോക്കി. എന്ത് പറയണമെന്നറിയാതെ ദീപയും. വരദയുടെ ഡെഡ് ബോഡി ചെക്ക് ചെയ്യുമ്പോൾ പ്രജിത്തിന് ഒരുപാട് സംശയങ്ങൾ മനസ്സിൽ കയറി കൂടി. ആരായിരിക്കും? എന്തിനായിരിക്കും ഇത്ര ക്രൂരമായി കൊല ചെയ്യാൻ മാത്രം? എന്താണ് ഇവരോടുള്ള പക? കുട്ടികളെ എന്തിന് തട്ടിക്കൊണ്ടുപോയി? പിന്നീട് അവരുടെ അമ്മമാരെയും ഒടുവിൽ ഹരിയും. ബോഡി മോർച്ചറിയിലേക്ക് എടുക്കാൻ പറഞ്ഞിട്ട് പ്രജിത്ത് ജോർജിന്റെയും രാധാകൃഷ്ണന്റെയും കടയുടെ മുന്നിലേക്ക് വന്നു. കുറേ ദിവസമായി കട തുറക്കാതിരുന്ന രാധാകൃഷ്ണൻ ഇന്നാണ് കട തുറന്നത്. ഇന്നലെ രാത്രിയിൽ വണ്ടിയോ ആളോ വരുന്നതോ ആരും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ബോഡി ഇവിടെ വന്നു? എന്താ സാർ ആലോചിക്കുന്നത്? ദീപയുടെ ശബ്ദമാണ് അവനെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. ഏയ്, ഇതെവിടേക്കാണ് ഈ കേസ് പോകുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ദീപ. ഹരിയെങ്കിലും നമുക്ക് രക്ഷിക്കണം. ദീപയോടത് പറയുമ്പോൾ പെട്ടെന്നെന്തോ ഓർത്ത പോലെ പ്രജിത്ത് ജോർജിന്റെ കടയിലേക്ക് നടന്നു. ജോർജേ! പ്രജിത്തിന്റെ വിളി കേട്ട് ജോർജ് എന്താ സാർ എന്ന് പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് വന്നു. ജോർജേ, ഇവിടെ സാധനങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്? സാർ, അത് സിറ്റിയിലെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. അത് ഹോൾസെയിലും റീറ്റെയിലുമാണ്. ആരാണ് ഇവിടെ സാധനം കൊണ്ടുവരുന്നത്? പലപ്പോഴും പലരാണ് സാർ. പക്ഷെ കഴിഞ്ഞ 3-4 ദിവസമായി ഒരാൾ തന്നെയാണ് വരുന്നത്. പേരറിയില്ല. ഒരാഴ്ചയായി അടുപ്പിച്ചു വരുന്നുണ്ടോ? അതെ സാർ. എത്ര മണിക്കാണ് വരാറ്? സന്ധ്യയാകും സാർ. ഇന്നലെ വന്നിരുന്നോ? ഓ സാർ, ഇന്നലെയും വന്നിരുന്നു. ഒരാഴ്ച അടുപ്പിച്ച് ലോഡ് വരാൻ മാത്രമുള്ള സെയിൽ ഇവിടെയുണ്ടോ? ഇല്ല സാർ, ഒരാഴ്ച മുമ്പ് ഓർഡർ കൊടുത്തതാണ്. പക്ഷേ സാധനമില്ലാഞ്ഞിട്ട് അവർ വരുന്നതനുസരിച്ച് കുറേശ്ശെ എത്തിക്കുകയായിരുന്നു. ഏത് വണ്ടിയിലാണ് വരാറ്? പലപ്പോഴും പല വണ്ടിയാണ് സാർ. പക്ഷേ 3-4 ദിവസം വന്നിരുന്നത് ഒരു ടെമ്പോ ട്രാവൽ ഗുഡ്സ് വണ്ടിയായിരുന്നു. ജോർജ് പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് ദീപയുടെ നേരെ തിരിഞ്ഞ പ്രജിത്ത്. ജോർജിനോട് പ്രജിത്ത് സംസാരിക്കുന്നതെല്ലാം രാധാകൃഷ്ണൻ ചായ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദീപയുടെ നേരെ തിരിഞ്ഞ പ്രജിത്ത് ദീപയോട് പറഞ്ഞു. ദീപ, നമ്മൾ ഇവിടെ നിന്നും ബോഡി കണ്ടെടുത്ത ദിവസങ്ങളിലെല്ലാം ഈ കടയുടെ പിറകിൽ വണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ വണ്ടിയിലാണ് ബോഡി ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഹരിയുടെ ബോഡിയും ആ വണ്ടിയിൽ ഇവിടെ വരും. വരദയുടെ ബോഡി ആംബുലൻസിൽ കയറ്റി മോർച്ചറിക്ക് വിട്ടിട്ട് സുരേഷ് അവിടെ വന്നു. സുരേഷേ, ഒരു ചായ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രജിത്ത് ജീപ്പിന്റെ മുന്നിലേക്ക് നടന്നു. കൂടെ ദീപയും. രാധാകൃഷ്ണനോട് 3 ചായക്ക് ഓർഡർ കൊടുത്തിട്ട് സുരേഷും അവിടെ ചെന്നു. തന്റെ തൊപ്പിയൂരി ജീപ്പിന്റെ ബോണറ്റിലേക്ക് വെച്ചിട്ട് ദീപയ്ക്കും സുരേഷിനും അഭിമുഖമായി തിരിഞ്ഞ് ഒരു കൈ ബൊലോറയുടെ ബോണറ്റിൽ ഊന്നി വലതുകാൽ ഉയർത്തി ഫ്രണ്ട് ടയറിൽ ചവിട്ടി നിന്ന പ്രജിത്ത് ശേഷം സുരേഷിനോടും ദീപയോടായി പറഞ്ഞു. ആ ഹൈപ്പർ മാർക്കറ്റിൽ പോകണം. ആ വണ്ടിയും അതിന്റെ ആളെയും ഐഡന്റിഫൈ ചെയ്യണം. സാർ, ആ ഹൈപ്പർ മാർക്കറ്റിലാണ് സാർ ക്യാഷ്യറായി ആദ്യം കൊല്ലപ്പെട്ട പ്രിയ വർക്ക് ചെയ്തിരുന്നത്. സുരേഷ് അത് പറയുമ്പോൾ ദീപയും സുരേഷിനൊപ്പം അത് ഏറ്റുപറഞ്ഞു. ശരിയാണ് സാർ, പ്രിയ അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ കൊല്ലപ്പെട്ടവരെല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് വെറും സൈക്കോ കൊലപാതകമല്ല, നാളുകളെടുത്ത് ചിന്തിച്ച് പ്ലാൻ ചെയ്ത ഒരു വെൽ പ്ലാൻ ഗെയിമാണ്. കൊലയാളിക്ക് എങ്ങും പിഴക്കില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര തൻ്റെ ഇടത്തോടെ അവൻ വന്ന് ചലഞ്ച് ചെയ്യുന്നത്. ദീപയും സുരേഷും പ്രജിത്ത് പറഞ്ഞത് കേട്ട് നിൽക്കെ രാധാകൃഷ്ണൻ 3 ചായയുമായി അവിടേക്ക് വന്നു. ബോണറ്റിൽ നിന്നും കൈയെടുത്ത് ചായ വാങ്ങി ബോണറ്റിലേക്ക് വെച്ച് പ്രജിത്ത്. സുരേഷും ദീപയിൽ കയ്യിൽ ചായയുമായി നിൽക്കുമ്പോൾ പ്രജിത്ത് ചോദിച്ചു, ചൂടുണ്ടോ ചായക്ക്? അതേ എന്നർത്ഥത്തിൽ ദീപ തലകുലുക്കി. ഇവിടെ ബോണറ്റിൽ വെച്ചോ, എന്തിനാ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അത് കേട്ട ദീപയും സുരേഷും ചായ ബോണറ്റിൽ വെച്ചിട്ട് കൈ പരസ്പരം ഒന്ന് ഉരസി വിട്ടു. അപ്പോഴാണ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ രാധാകൃഷ്ണൻ പെട്ടെന്ന് തിരിഞ്ഞത്. സാറന്മാരെ, ജോർജ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ജോർജിന്റെ കടയിൽ സാധനവുമായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കിണറ്റിൻ സൈഡിലേക്ക് വെള്ളം എടുക്കാൻ പോകുമ്പോൾ സാധനം ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാധാകൃഷ്ണൻ ഒന്ന് പറഞ്ഞു നിർത്തി. ശേഷം ബാക്കി കൂടി പറയാൻ തുടങ്ങി. അതേസമയം ഒരു കൈ ബോണറ്റിന് മേൽ താങ്ങി മറുകൈയാൽ ചായ ഗ്ലാസ് എടുത്തുകൊണ്ട് ചുണ്ടോടടിപ്പിച്ച് പ്രജിത്ത് രാധാകൃഷ്ണന്റെ വാക്കിനെ ചെവിയോർക്കുമ്പോൾ ദീപയും സുരേഷും രാധാകൃഷ്ണനെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. സാറന്മാരെ, ആദ്യ ദിവസം ഇവിടെ വന്ന ആ കുട്ടിയുടെ ബോഡി കിട്ടിയ അന്ന് സാറും ഈ മേഡവും ഈ ജീപ്പിൽ വന്നിറങ്ങുമ്പോഴും പിന്നീടും ഇവിടെ വന്ന ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ആ ഡ്രൈവറും ഉണ്ടായിരുന്നു സാർ. ഞാൻ കണ്ടതാണ്. അത് കേട്ട സുരേഷ് പെട്ടെന്ന് തന്റെ മൊബൈൽ ഫോൺ എടുത്തു. എല്ലായിടത്തു നിന്നും മൊബൈലിൽ വീഡിയോ പകർത്തിയിരുന്നു സുരേഷ്. അന്ന് പകർത്തിയ വീഡിയോയിൽ സൂക്ഷിച്ചു നോക്കിയ രാധാകൃഷ്ണൻ പറഞ്ഞു, സാർ ഇതാ അയാളാണ്. പെട്ടെന്ന് സുരേഷ് മൊബൈൽ വീഡിയോ പോസ്റ്റ് ചെയ്തു. ശേഷം മൊബൈൽ പ്രജിത്തിന്റെയും ദീപയുടെയും നേരെ തിരിച്ചതിനോടൊപ്പം പറഞ്ഞു, സാറേ, ഇത് ദിലീപാണ്. വരദയുടെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന അക്കൗണ്ടന്റ് മാത്രമല്ല, വരദയുടെ കാമുകൻ. ഇവൻ തന്നെയാണ് പ്രിയയുടെയും കാമുകൻ.
കാരണം വരതയെ വിളിച്ചിരുന്ന പോലെ തന്നെ പ്രിയയ്ക്കും ഇവന്റെ കോൾ പോയിട്ടുണ്ടായിരുന്നു. കുടിക്കാൻ ചുണ്ടോടടിപ്പിച്ച ചായ അതുപോലെ താഴ്ത്തി ജീപ്പിന്റെ ബോണറ്റിൽ വെച്ചിട്ട് ആ മൊബൈൽ വാങ്ങി നോക്കുമ്പോൾ പ്രജിത്ത് ചിന്തിച്ചത്, വരതയുടെ കൂടെ ഓഫീസിൽ അക്കൗണ്ടന്റ്, പ്രിയയുടെ കൂടെ ഹൈപ്പർ മാർക്കറ്റിൽ ഡ്രൈവർ. പ്രിയയും വരതയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ദീപേ, ഇവനെ ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കണം. ഇവനിതിൽ വ്യക്തമായ പങ്കുണ്ട്. അല്ല സാർ, വെറും ഒരു പങ്കാളി മാത്രമല്ല, ഒരുപക്ഷെ ഇവനാണെങ്കിലോ കൊലയാളി. ദീപ അത് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള ചായയും കൂടി ഒരു വലിക്ക് കുടിച്ചു തീർത്തിട്ട് രാധാകൃഷ്ണന് നേരെ ഗ്ലാസ് നീട്ടിക്കൊണ്ട് പ്രജിത്ത് ദീപയോടും സുരേഷിനോടായി പറഞ്ഞു, കൊലയാളി അവനല്ല, അത് ഉറപ്പാണ്. കാരണം ഇന്നലെ ഫുൾ അവൻ നമ്മുടെ ഷാഡോയിലായിരുന്നു. അവനല്ല കൊലയാളി എന്ന് അതിൽ നിന്നും മനസ്സിലാക്കാം. എന്തായാലും ഇന്ന് തന്നെ അവനെ പൊക്കണം. സുരേഷ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി, കൂടെ പ്രജിത്തും ദീപയും. ആൾത്തറ ചുറ്റി ജീപ്പ് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി തിരിച്ചപ്പോൾ അവിടെ കിടക്കുന്ന ഭ്രാന്തനെ കണ്ട പ്രജിത്ത് അയാളെ നോക്കി. വണ്ടി മുന്നോട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ പ്രജിത്ത് പുറത്തേക്ക് തലയിട്ട് കണ്ണെടുക്കാതെ അയാളെ തന്നെ നോക്കി. സുരേഷ്, വണ്ടി നിർത്ത്. പ്രജിത്ത് പറഞ്ഞത് കേട്ട് വണ്ടി നിർത്തിയ സുരേഷ് പ്രജിത്തിനെ നോക്കി ചോദിച്ചു, എന്താ സാർ? അതിന് മറുപടി പറയാതെ പ്രജിത്ത് വണ്ടിയിൽ നിന്നിറങ്ങി ആ ഭ്രാന്തന്റെ അടുത്തേക്ക് നടന്നു. അയാളുടെ കാൽവിരൽ മുതൽ തലമുടി വരെ അല്പനേരം നോക്കി നിന്നു പ്രജിത്ത്. ആ ഭ്രാന്തനും തുറിച്ച കണ്ണുകളുമായി പ്രജിത്തിനെ നോക്കിയിരുന്നു. സുരേഷേ! ഉറക്കെയുള്ള പ്രജിത്തിന്റെ വിളികേട്ട് സുരേഷ് വേഗം ഇറങ്ങി വന്നു. എന്താ സാർ? ഇവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റ്. ഭയങ്കര ദേഷ്യവും ദൃഢവും ഉള്ളതായിരുന്നു പ്രജിത്തിന്റെ വാക്കുകൾ. സുരേഷ് ആ ഭ്രാന്തനെ പിടിച്ച് വണ്ടിയിൽ കയറ്റിയപ്പോൾ ദീപ സുരേഷിന് പകരം ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറി. വണ്ടി സ്റ്റേഷൻ ലക്ഷ്യമാക്കി കുതിച്ചു പായുമ്പോൾ എന്തിനാണ് ആ ഭ്രാന്തനെ കസ്റ്റഡിയിലെടുത്തതെന്ന് ദീപയ്ക്കോ സുരേഷിനോ മനസ്സിലായില്ല. വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ ജോർജും രാധാകൃഷ്ണനും അടക്കം എല്ലാവരും ചീറിപ്പായുന്ന ജീപ്പ് നോക്കി നിന്നു. അവർക്കും മനസ്സിലായില്ല എന്തിനാണ് ആ ഭ്രാന്തനെ കസ്റ്റഡിയിലെടുത്തതെന്ന്. സ്റ്റേഷനിൽ SI പ്രജിത്തിന്റെ റൂമിൽ പേടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ആ ഭ്രാന്തൻ. എന്തിനാണ് ഈ വേഷം കെട്ട്? സത്യത്തിൽ നീ ആരാണ്? ഈ വേഷത്തിൽ ഏതോ മറ്റേടത്ത് പാട്ടും പാടി അവിടെ നടക്കുന്നത് എന്തിനാ? പ്രജിത്തിന്റെ ചോദ്യം കേട്ട ആ ഭ്രാന്തൻ ഒന്നും മനസ്സിലാക്കാത്തതുപോലെ തുറിച്ചു നോക്കി നിന്നു. കസാരയിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് പ്രജിത്ത് പതുക്കെ ചുവടുകൾ വെച്ചുകൊണ്ട് തന്റെ ചോദ്യം ആവർത്തിച്ചു. ദീപയും സുരേഷും ഒന്നും മനസ്സിലാകാത്തതുപോലെ നിന്നു. അടുത്തു ചെന്ന പ്രജിത്ത് ആ ഭ്രാന്തന്റെ ഇടതുകവിൾ ചേർത്ത് തന്റെ വലം കൈ കൊണ്ട് ആഞ്ഞടിച്ചു. വേച്ചു വീണ ഭ്രാന്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവന്റെ കഴുത്ത് തന്റെ ഇടതു കൈകളിൽ ലോക്ക് ചെയ്ത് കുനിച്ച് വലം കൈമുട്ടിനാൽ അവന്റെ മുതുകിൽ 4-5 തവണ ആഞ്ഞടിച്ചു പ്രജിത്ത്. എന്നിട്ടും ഒന്നും പറയാൻ കൂട്ടാക്കാതെ നിന്ന് അവന്റെ കൈപ്പത്ത് പിടിച്ച് മേശപ്പുറത്തുണ്ടായിരുന്ന ചെറിയ കത്രിക കൊണ്ട് ആ കൈയിൽ ആഞ്ഞുകുത്തി. ഒന്നല്ല, നിർത്താതെ 3-4 തവണ. വേദന കൊണ്ട് പൊളഞ്ഞ ഭ്രാന്തൻ അതുവരെയുള്ള നിശബ്ദതകൾ വീതിച്ച് ഉറക്കെ പറഞ്ഞു, പറയാം സാർ, എല്ലാം പറയാം, എന്നെ ഉപദ്രവിക്കല്ലേ. അത് കേട്ട ദീപയും സുരേഷും മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ ദൗത്യം വിജയിച്ച മാനസിക സംതൃപ്തിയിൽ പ്രജിത്ത് കസാരയിലേക്ക് ചാരി അമർന്നിരുന്നു. വിജയത്തിന്റെ ഒരു പുഞ്ചിരി അവനിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. സാർ, സാറിനെങ്ങനെ മനസ്സിലായി ഇവൻ ഭ്രാന്തനല്ലെന്ന്? ദീപയുടെ ചോദ്യം കേട്ട പ്രജിത്ത് പറഞ്ഞു, ദീപ, അവന്റെ കാൽപാദം കണ്ടോ? ചെരുപ്പില്ലാതെ നാളുകൾ കൊണ്ട് നടക്കുന്ന ഭ്രാന്തന്റെ കാല് പോലെ കരി പിടിച്ച് വിണ്ടുകീറിയില്ല. മറിച്ച് വർഷങ്ങളായി സ്ഥിരം സോക്സും ഷൂസും യൂസ് ചെയ്യുന്ന ഒരു കാലാണത്. അതിൻ്റെ ഉപ്പൂറ്റിയിലുള്ള ക്ലീൻ, പിന്നെ പാദത്തിന്റെ വൃത്തി, അതിലേക്ക് നോക്കിയാൽ അത് മനസ്സിലാകും എന്ന് പറഞ്ഞ കാലിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ദീപയും സുരേഷും അവിടേക്ക് നോക്കി. ശരിയാണ്, വളരെ വൃത്തിയുള്ള പാദം. ഉപ്പൂറ്റിയും കാൽപാദത്തിന്റെ സൈഡുകളും വെളുത്ത് ചുവന്ന കളറിലിരിക്കുന്നു. മാത്രമല്ല ഇവന്റെ കൈവെള്ള കണ്ടോ? കാലിന്റെ അതേ വൃത്തി, അതേ വെളുപ്പ്. തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ഒരു ഭ്രാന്തന്റെ കൈ ഒരിക്കലും ഇങ്ങനെയായിരിക്കില്ല. അതേപോലെ അവന്റെ കണ്ണിൽ വർഷങ്ങളായി തിരുവിൽ കിടക്കുന്ന ഒരുത്തന്റെ ദയനീയ അവസ്ഥ അല്ല, മറ്റേതോ നേടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ തിളക്കമാണ്. അത് പറഞ്ഞുകൊണ്ട് സുരേഷിനോട് പ്രജിത്ത് പറഞ്ഞു, സുരേഷേ, ഇവനെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുപോവാ. സുരേഷ് അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുറിയിലേക്ക് ജാസ്മിന്റെ പപ്പയും അമ്മയും കയറി വന്നു. സാർ വിളിച്ചു എന്ന് പറഞ്ഞു. ജാസ്മിന്റെ പപ്പ ജോൺസൺ പ്രജിത്തിനോട് പറയുമ്പോൾ പ്രജിത്ത് അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കി. ആ, ഞാൻ വിളിച്ചിരുന്നു. പ്രജിത്ത് ദീപയെ നോക്കി കൈ നീട്ടി. ഉടൻ തന്നെ ദീപ കുറെ ഫോട്ടോഗ്രാഫ്സ് എടുത്തു കൊടുത്തു. ആ ഫോട്ടോസ് മേശമേലിട്ടിട്ട് ജോൺസണോടായി പ്രജിത്ത് ചോദിച്ചു, ഈ ഫോട്ടോയിൽ കാണുന്ന ആരെയെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടോ? ജോൺസൺ ഫോട്ടോസ് എടുത്ത് നോക്കി ഭാര്യ ലൗസിയെയും കാണിച്ചു. അറിയാം സാർ, രണ്ടുപേരെയും അറിയാം. ഒന്ന് പ്രിയ, മറ്റൊന്ന് വരിത. തന്റെ പ്രതീക്ഷ തെറ്റിയില്ലെന്ന തരത്തിൽ പ്രജിത്ത് സംതൃപ്തിയോടെ വലങ്കയ്യാൽ മേശമേലടിച്ചു. എന്നിട്ട് ജോൺസനോട് ചോദിച്ചു, എങ്ങനെ അറിയാം? സാർ, അതെൻ്റെ മകളുടെ കൂട്ടുകാരികളാണ്. അവർ ബാംഗ്ലൂരിൽ ഒരുമിച്ച് പഠിച്ചവരും വർക്ക് ചെയ്തവരുമാണ്. എൻ്റെ മകൾ ജാസ്മിൻ, പ്രിയ, വരദ, പിന്നെ ഒരു അശ്വതിയും ഒരു ഗോപികയും ഉണ്ട് സാർ. ഇവരൊരു ടീമായിരുന്നു. വീട്ടിലും വന്നിട്ടുണ്ട് ഒരുമിച്ച്. കുറേ വർഷമായി സാർ. ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല ഇവരൊക്കെ. ആ ഭ്രാന്തനെയും കൊണ്ട് മുറിയിലേക്ക് വന്ന സുരേഷിനെ നോക്കി പ്രജിത്ത് പറഞ്ഞു, കണ്ടോ ഇവനെ ഇപ്പോൾ? എങ്ങനെയുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത്? ദീപയും അത് കേട്ട് അവനെ ഒന്ന് നോക്കി. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ഇനി പറ, എന്താ തൻ്റെ പേര്? പ്രജിത്തിന്റെ ചോദ്യത്തിന് ഒന്നും മിണ്ടാതെ നിന്ന അയാൾ മുഖമുയർത്തി ആ ഭിത്തിയിലെ ക്ലോക്കിലേക്ക് നോക്കി. സന്ധ്യാസമയം 7:30 ആകാറായിരുന്നു. ശേഷം പ്രജിത്തിനെ നോക്കി അയാൾ തൻ്റെ പേര് പറഞ്ഞു. എൻ്റെ പേര് രഞ്ജിത്ത്. എന്തിനായിരുന്നു ഈ വേഷം കെട്ടൽ? പ്രജിത്തിന്റെ ചോദ്യം കേട്ട് ഉറക്കെ ചിരിച്ച രഞ്ജിത്ത്. കാവൽക്കാരനായിരുന്നു ഞാൻ.
വിജയം മാത്രം മുന്നിൽ കണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിനിറങ്ങിയ അർജുനന്റെ കാവൽക്കാരൻ, അവന്റെ സാരഥി, അവന്റെ വഴികാട്ടി, അതായിരുന്നു ഞാൻ. അത് പറഞ്ഞു നിർത്തുമ്പോൾ വലങ്കയ്യാൽ നെഞ്ചിൽ ആഞ്ഞടിച്ചുകൊണ്ട് വിജയം ഉറപ്പിക്കുകയായിരുന്നു. ഇവരെ നിനക്കറിയാമോ? ജോൺസിനെയും ലൗസിയെയും ചൂണ്ടിക്കാണിച്ച് പ്രജിത്ത് ചോദിച്ചപ്പോൾ പുച്ഛത്തോടെ അവരെ നോക്കി ഒന്ന് ചിരിച്ചു അവൻ. എന്നിട്ട് അവരോടായി ചോദിച്ചു, മോള് ചത്തു മലച്ചല്ലേ, കണക്കായിപ്പോയി. കയ്യിലിരിക്കുന്ന കാശിന്റെ പവറെല്ലാം കാണിച്ച് പെൺമക്കളെ വളർത്തി വലുതാക്കി സമൂഹത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ അവർ മറ്റൊരു കുടുംബത്തിനോ മറ്റൊരു ജീവിതത്തിനോ ജീവനോ വില പറയുന്ന അവസ്ഥയിലല്ല ഇറങ്ങുന്നതെന്നും വളരുന്നതെന്നും ഉറപ്പുവരുത്തണം മിസ്റ്റർ ജോൺസൺ. അല്ലെങ്കിൽ അവർ വഴിയിൽ പൊലിയും, നിങ്ങളുടെ മോളെ പോലെ. അത് പറഞ്ഞുകൊണ്ട് തൻ്റെ വളർന്നു കിടക്കുന്ന മുടി 2 കൈയാലും പിറകോട്ട് മാടി ഒതുക്കുമ്പോൾ പ്രജിത്തിനോടായി പറഞ്ഞു, അറിയാം സാർ, ഇവരുടെ മക്കളെ അറിയാം. മരിച്ചുപോയ പ്രിയയെയും വരതയെയും അറിയാം. ഇപ്പോൾ മിസ്സായ ഹരിയെയും അറിയാം. ശേഷം അവൻ ക്ലോക്കിലേക്ക് നോക്കി. ദീപയും സുരേഷും പ്രജിത്തും രഞ്ജിത്തിനെ അത്ഭുതത്തോടെ നോക്കി. ആ ആൽമരത്തറയിൽ കണ്ട വ്യക്തിയല്ല. രൂപവും സ്റ്റൈലും ആറ്റിറ്റ്യൂഡും ഒക്കെ മാറിയിരിക്കുന്നു. കണ്ണിലോ മുഖത്തോ ഒരല്പം ഭയം ഉണ്ടായിരുന്നില്ല. അതേസമയം ജോൺസണും ലൗസിയും മകളെപ്പറ്റി രഞ്ജിത്ത് പറഞ്ഞത് കേട്ട് കരഞ്ഞുപോയിരുന്നു. എല്ലാവരെയും നോക്കി രഞ്ജിത്ത് തുടർന്നു, എനിക്കറിയാം ആരാ കൊന്നതെന്ന്, എന്തിനാ കൊന്നതെന്ന്. ഞാനാണ് സഹായിച്ചത്. നിങ്ങളുടെ സംശയം ശരിയാണ്. ദിലീപാണ് ആ ഡെലിവറി വണ്ടിയിൽ ബോഡികൾ ആ കടയുടെ മറവിൽ കൊണ്ടിട്ടത്. ഇനിയുമുണ്ട് സാർ മരിക്കാൻ ആളുകൾ. 2 പേർ, ഒരു പുരുഷനും ഒരു സ്ത്രീയും. അതും നടക്കും സാർ. പറയുമ്പോൾ ഉറച്ച പുഞ്ചിരിയുണ്ടായിരുന്നു രഞ്ജിത്ത് എന്ന ആ പഴയ ഭ്രാന്തന്റെ മുഖത്ത്. പെട്ടെന്നാണ് കസാരയിൽ നിന്നും ചാടി എഴുന്നേറ്റ പ്രജിത്ത്, ഉന്നോര മോനെ, പോലീസ് സ്റ്റേഷനിലിരുന്ന് വീരവാദം പറഞ്ഞ് വെല്ലുവിളിക്കുന്നോടാ എന്ന് പറഞ്ഞ് രഞ്ജിത്തിന്റെ കഴുത്തിന് പിടിച്ച് ഭിത്തിയോട് ചേർത്ത് വലങ്കൈയുരുത്തി മുഷ്ടി ചുരുട്ടി രഞ്ജിത്തിന്റെ മുഖത്തിന്റെ നേരെ പാഞ്ഞു. തന്റെ വലങ്കയ്യാൽ അത് തടഞ്ഞ രഞ്ജിത്ത് ഇടങ്കയ്യാൽ തന്റെ കഴുത്തിലെ പ്രജിത്തിന്റെ പിടി വിടുവിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒതുക്കാൻ സമയമുണ്ടല്ലോ സാറേ, ഞാൻ നിങ്ങളുടെ കസ്റ്റഡിയിലല്ലേ. പക്ഷെ ഇന്ന് 8 മണിക്കൊരു ഗെയിം ചലഞ്ചർ ഉണ്ടായിരുന്നല്ലോ, മറന്നുപോയോ? ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 8 മണിക്ക് എന്ത് ചെയ്യും? പ്രജിത്തും സുരേഷും ദീപയും മുഖത്തോട് മുഖം നോക്കി നിന്ന ശേഷം ക്ലോക്കിലേക്ക് നോക്കി. സമയം 7:53 PM. എന്താ സാറേ, ആളെ അറിയില്ലേ? ഇന്നെ ആരെയാ മിസ്സാകുന്നതെന്ന് അറിയില്ലേ? ഞാൻ പറഞ്ഞു തരാം. ഉറക്കെ ആവേശത്തിൽ രഞ്ജിത്ത് അത് പറയുമ്പോൾ എല്ലാവരും ഒന്നടങ്കം അവനെ നോക്കി. പക്ഷേ സാറ് മിസ്സിംഗ് അല്ല, ഇന്ന് കൊലയാ. ആള് ദിലീപ്, നിങ്ങളുടെ ആകെയുള്ള തെളിവ്. രക്ഷിക്കാമെങ്കിൽ പോയി രക്ഷിച്ചോ. കേട്ട പാതി കേൾക്കാത്ത പാതി. ദീപയും സുരേഷും പ്രജിത്തും കൂടി ദിലീപിന്റെ റൂമിലേക്ക് തിരിച്ചു. ഈ കേസിലെ നിർണായക തെളിവാണ് ദിലീപ്. അവനൊന്നും സംഭവിച്ചുകൂടാ. 8 മണി. പ്രജിത്ത് വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി സ്റ്റെപ്പ് കയറി അവന്റെ റൂമിലേക്ക് ഓടി. ചാരിക്കിടക്കുന്ന ഡോർ തള്ളി തുറന്നു. ഛേ എന്ന് പറഞ്ഞ് തനിയെ ഭിത്തിയിലിടിച്ച് ദേഷ്യം തീർത്തു അവൻ. പിറകെ ഓടി വന്ന ദീപയും സുരേഷും കണ്ടു കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ ദിലീപ്. പ്രജിത്ത് ഓടി ബാൽക്കണിയിലേക്ക് ചെന്ന് താഴേക്ക് നോക്കി. അവൻ കണ്ടു നടന്നു പോകുന്ന ആ കൊലയാളിയെ. കറുത്ത പാൻറ്റും നീളമുള്ള കോട്ടും. ആ കൊലയാളി പതുക്കെ ബാൽക്കണിയിലുള്ള പ്രജിത്തിനെ നോക്കി ഇടതുകൈ ഉയർത്തി നെറ്റിയിൽ വെച്ച് സല്യൂട്ട് പോലെ ചെയ്ത് മുഖം തിരിച്ചു നടന്നു. എന്നിട്ടൊരു റെഡ് കളർ വില്ലീസ് ജീപ്പിൽ കയറി. ആ ജീപ്പ് അയാളെയും കൊണ്ട് ഇരുട്ടിലേക്ക് മറഞ്ഞു. തലയോട്ടിയുടെ മുഖം മൂടി, തലയിൽ ഒരു ചുവന്ന കെട്ട്, വായിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന കത്തി. അന്ന് ദിലീപിന്റെ ബോഡിയോടൊപ്പം ചലഞ്ചിന്റെ കുറിപ്പൊന്നും കണ്ടില്ല. കുറെ പോലീസുകാരും കൂടി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദിലീപിന്റെ ബോഡി മഹസറെഴുതി മാറ്റാനുള്ള നിർദ്ദേശം സുരേഷിന് കൊടുത്തിട്ട് ദീപയെയും കൂട്ടി പ്രജിത്ത് സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ വന്നു കയറുമ്പോൾ സെല്ലിൽ കിടന്നിരുന്ന രഞ്ജിത്തിനെ ഒന്ന് നോക്കി പ്രജിത്ത് ശേഷം സെല്ലിലേക്ക് നടന്നു. ഇന്ന് ചലഞ്ചൊന്നും കണ്ടില്ലല്ലോടാ, എന്തേ നിർത്തിയോ കൊല? നീ പറഞ്ഞ പ്രകാരം ഒരു പെണ്ണും കൂടി കാണണ്ടേ? ഹരിയുടെ ബോഡി എവിടെ ഇടാനാ പ്ലാൻ? ഹരി കൊല്ലപ്പെട്ടിട്ടില്ല. ഒരു ദിവസം കൂടി ആയുസുണ്ട് അവന്. മറ്റന്നാൾ ഉച്ചയ്ക്ക് 3 മണിക്ക് അവന്റെ മരണം. അവൻ ഉറക്കെ ചിരിച്ചു, ഒരു ഭ്രാന്തനെ പോലെ. കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടും അത് പുറത്തു പറയാതെ ലക്ഷ്യമാണ് വലുത്, മാർഗമല്ല എന്ന് അർജുന് മനസ്സിലാക്കി കൊടുത്ത കൃഷ്ണനാണ് അവന്റെ സാരഥി. അവന് നേരെ ചീറി വരുന്ന അമ്പ് നെഞ്ചിൽ ഏറ്റുവാങ്ങി അർജുനനെ വിജയത്തിലേക്ക് നയിച്ച കൃഷ്ണന്റെയും അർജുനന്റെയും പകർന്നാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ. എല്ലാം അറിയുന്ന ഞാൻ, സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതും അറിയാവുന്ന ഞാൻ, ഇങ്ങനെ കയ്യെത്തും ദൂരത്ത് നിങ്ങളുടെ കൺമുന്നിൽ നിൽക്കുമ്പോൾ ഒന്നും അറിയാതെ എവിടെ തുടങ്ങണം എന്നറിയാതെ നെട്ടോട്ടമോടുന്ന നിങ്ങളെ കണ്ട് ആസ്വദിക്കും ഞാൻ. അവന്റെ കഴുത്തിന് നേരെ ഉയർന്ന കൈ തടഞ്ഞിട്ട് അതിലേക്ക് തന്റെ മുഷിഞ്ഞ പാൻറിന്റെ ഉള്ളിൽ നിന്നെടുത്ത് ഒരു കുറിപ്പ് വെച്ചു കൊടുത്തു രഞ്ജിത്ത്. പ്രജിത്ത് അത് വാങ്ങി നിവർത്തി. അതിലിങ്ങനെ എഴുതിയിരുന്നു, നെക്സ്റ്റ് ടാർഗറ്റ് ആഫ്റ്റർ ടുമോറോ 3 PM. ഐ തിങ്ക് നൗ ദിസ് ഗെയിം ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. കം ഓൺ മാൻ, ക്യാച്ച് മീ, യുവർ ടൈം സ്റ്റാർട്ടിംഗ് നൗ. പ്രജിത്ത് രഞ്ജിത്തിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതേസമയം രഞ്ജിത്ത് ആ സെല്ലിൽ കിടന്നുറക്കെ പാടി, നീ ചൊല്ലും ദൈവമതില്ല, സാത്താനുള്ളത് നേര്, നീയാവാൻ സന്തതിയുമല്ല, സാത്താന്റെ സന്തതിയാണ്. അവന്റെ പാട്ട് കേട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ പ്രജിത്ത് ദീപയോട് പറഞ്ഞു, ദീപ, യെസ് സാർ, അവിടെ ആൽമരത്തറയിൽ നിന്നല്ലേ നമ്മൾ അവനെ പിടിച്ചത്? അതെ സാർ, അതാണല്ലോ സത്യം. എന്നാൽ അല്ല ദീപ, സാർ എന്താണ് പറയുന്നത്? ഒന്നും മനസ്സിലാകാതെ ദീപ പ്രജിത്തിനെ നോക്കി. അതെ ദീപ, നമ്മൾ അവനെ പിടിച്ചതല്ല, അവനായി നമുക്ക് പിടി തന്നതാ. അല്ലെങ്കിൽ ഈ കുറിപ്പ് അവന്റെ കയ്യിൽ വരില്ല. ഉത്തരം കിട്ടാത്തൊരു ചോദ്യം മാത്രം അവരിൽ ഉയർന്നു.
അവനായി പിടിതന്നു. പക്ഷെ എന്തിന്? അപ്പോഴും സെല്ലിൽ നിന്നുള്ള പാട്ടിന്റെ ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു. ദീപ, വരദയുടെ വീട് വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രജിത്ത് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുമ്പോൾ ദീപയും ഒപ്പം കൂടി. അവരെയും കൊണ്ട് ആ ജീപ്പ് വരദയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് ദീപ ചോദിച്ചു, സാർ വല്ലാതെ ടെൻഷനാകുന്നുണ്ടോ? ഏയ്, ടെൻഷനൊന്നുമില്ല, ബട്ട് നല്ല ദേഷ്യമുണ്ട്. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്നോ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നോ എനിക്കറിയില്ല. ഒരു പ്രതീക്ഷയോടെയാണ് വരദയുടെ വീട്ടിൽ പോകുന്നത്. നോക്കാം സാർ, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. വണ്ടി കയറ്റുകിടന്ന് അകത്തേക്ക് കയറി നിന്നപ്പോൾ മോളെയും കൊണ്ട് സിറ്റ് ഔട്ടിലിരുന്ന വിവേക് എഴുന്നേറ്റു. കൂടെ ഇരുന്ന രാഘവൻ നായരും സുജയും എഴുന്നേറ്റു. അകത്തേക്ക് ചെന്ന പ്രജിത്ത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും, ബട്ട് നാളെ ഉച്ചയ്ക്ക് 3 മണി വരെ എനിക്ക് ടൈമുള്ളൂ. അകത്തേക്ക് വരൂ സാർ എന്ന് പറഞ്ഞുകൊണ്ട് വിവേക് അകത്തേക്ക് കയറി. കൂടെ പ്രജിത്തും ദീപയും. വരദ വിവാഹത്തിന് മുമ്പ് എന്ത് ചെയ്യുകയായിരുന്നു? രാഘവമേനോടാണ് പ്രജിത്ത് ചോദിച്ചത്. സാർ, അതവൾ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ലായിരുന്നു. അവൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഹോട്ടലിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തത്. അവിടെ വന്ന ഏതൊരു വലിയ കസ്റ്റമർ ഇവള് സ്റ്റുഡൻ്റ് ആണെന്നും പാർട്ട് ടൈം വർക്ക് ചെയ്യുകയാണെന്നും മനസ്സിലായപ്പോൾ കുറച്ചുകൂടി നല്ല വർക്ക് തരാം, സ്റ്റാൻഡേർഡ് ആയതെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി. പിന്നെ അയാളുടെ ഏതോ സ്ഥാപനത്തിൽ വർക്ക് കൊടുത്തു. വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെ, ചിലപ്പോൾ 11 മണിയാവും. രാഘവൻ നായർ പറഞ്ഞു നിർത്തിയിട്ട് പ്രജിത്തിനെ ഒന്ന് നോക്കി. എന്താ സാർ പ്രശ്നം? രാഘവൻ നായർ ചോദിച്ചപ്പോൾ പ്രജിത്ത് വിവേകിനോടായി ചോദിച്ചു, നിങ്ങളുടെയും വരദയുടെയും ലവ് മാരേജ് ആയിരുന്നോ? അല്ല സാർ, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ദീപ കുറെ ഫോട്ടോ എടുത്ത് രാഘവൻ നായർക്ക് നേരെ നീട്ടി. ഇതിൽ ആരൊക്കെ അറിയാമെന്ന് നോക്കിയേ. രാഘവൻ നായർ അതെല്ലാം നോക്കി. എന്നിട്ട് വിവേകിനെയും ഒന്ന് നോക്കി. സാർ, ഇതിലുള്ള 2 പേരെ വിളിച്ച് ബാക്കി എല്ലാവരെയും അറിയാം. സാർ, ഒന്ന് ജാസ്മിൻ, പിന്നെ പ്രിയ, പിന്നെയുള്ള ആൾ. രാഘവൻ നായർ ഒന്ന് നിർത്തി വിവേകിനെ ഒന്നുകൂടി നോക്കി. എന്നിട്ട് പറഞ്ഞു, അത് ദിലീപാണ് സാർ. ഇവരെ അറിയില്ലേ? ഹരിയുടെയും രഞ്ജിത്തിൻ്റെയും ഫോട്ടോ കാണിച്ചുകൊണ്ട് ദീപ ചോദിച്ചു. ഇല്ല സാർ, ഇവരെ അറിയില്ല. പ്രിയയും ജാസ്മിനും നിങ്ങളുടെ മകളുടെ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? ദീപയുടെ ചോദ്യത്തിന് രാഘവൻ നായർ പറഞ്ഞ മറുപടി അതെ എന്നായിരുന്നു. എങ്കിൽ ഈ ദിലീപ് ആരായിരുന്നു നിങ്ങളുടെ മകളുടെ? സാർ, അത് രാഘവൻ നായർ ഒന്ന് മടിച്ചു പറയാൻ. രഹസ്യ കാമുകനല്ലേ, അത് നിങ്ങൾക്കറിയാമായിരുന്നു. ആ ബന്ധം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നിങ്ങൾ അവളെ നിർബന്ധിച്ച് വിവേകിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു, അതല്ലേ സത്യം? ദീപയുടെ ചോദ്യം കേട്ട് രാഘവൻ നായർ ഒന്ന് പരിഭ്രമിച്ചു. പ്രജിത്തും വിവേകും രാഘവൻ നായരുടെ മറുപടിക്ക് വേണ്ടി കാത്തിരുന്നു. അല്ല മേഡം, അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? ദീപയുടെ ചോദ്യത്തിന് രാഘവൻ നായർ പറഞ്ഞു, സാറേ, എൻ്റെ മോൾ അവിടെ പാർട്ട് ടൈം വർക്കിലായിരുന്നപ്പോൾ അവിടെ കൂടി ഹോസ്റ്റലിൽ നിന്നും 1-2 പേർക്ക് കൂടി അവിടെ വർക്ക് ശരിയാക്കി കൊടുത്തു. അതെന്തോ ചീറ്റിംഗ് ആയിരുന്നെന്നോ അതിൽ അശ്വതി എന്ന് പറയുന്ന ഏതോ കുട്ടി മരിച്ചു എന്നൊക്കെ അവൾ പറഞ്ഞിരുന്നു. അന്ന് എൻ്റെ മകൾ പ്രതിസ്ഥാനത്താകുമെന്നായപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്ത ആളാണ് ദിലീപ്. പിന്നീട് അയാൾ അവളുടെ സ്ഥാപനത്തിൽ ജോലിക്കെത്തുകയും അവിടെ വെച്ച് വീണ്ടും കാണുകയും ചെയ്തു. ഒന്ന് മൂളിയ ശേഷം പ്രജിത്ത് രാഘവൻ നായരോട് ചോദിച്ചു, ഈ അശ്വതി എന്ന പെൺകുട്ടി എവിടെയുള്ളത്? അറിയില്ല സാർ, ട്രിവാൻഡ്രം ഭാഗത്ത് എവിടെയോ ആണെന്ന് അറിയാം. ഇവരെ കൂടാതെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ കൂടെ? അതെ സാർ, ഉണ്ടായിരുന്നു. ഗോപിക എന്നാണ് പേര്. ആ കുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് വല്ല അറിവുണ്ടോ രാഘവൻ നായർക്ക്? സാർ, ആ കുട്ടിയെ വീണ്ടും ഒന്ന് ശങ്കിച്ചു രാഘവൻ നായർ. എന്നിട്ട് ചുറ്റിനുമുള്ള എല്ലാവരെയും നോക്കി. സാർ, ആ കുട്ടിയെ എനിക്കറിയാം. അത് കേട്ടതും തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അടുത്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൽ പ്രജിത്ത് മുഖമൊന്ന് വികസിപ്പിച്ചു. പ്രജിത്ത് ദീപയെ ഒന്ന് നോക്കി. ദീപയുടെ മുഖത്തും ആ സന്തോഷം പ്രജിത്തിന് കാണാമായിരുന്നു. രാഘവൻ നായർ തുടർന്നു, സാർ, ആ കുട്ടി സ്റ്റേറ്റ്സിലാണ്, ഹസ്ബൻഡിനൊപ്പം. നാളെ ഉച്ചയ്ക്ക് ലാൻഡ് ചെയ്യും. ഉച്ചയ്ക്ക് ഒരു 2:30 വീട്ടിലെത്തും. പ്രജിത്ത് ദീപയെ നോക്കി. അപ്പോൾ അതാണ് നാളെ 3 മണിക്ക് കൊലപാതകം പ്ലാൻ ചെയ്ത് എന്നെ വെല്ലുവിളിച്ചത്. പ്രജിത്ത് ചിന്തിക്കുന്നതിനോടൊപ്പം അവിടെ നിന്നും എഴുന്നേറ്റു. എവിടെയാണ് ഈ കുട്ടിയുടെ വീട്? നാളെ 3 മണിക്ക് ഗോപിക വരുമെന്ന് ഇത്ര കൃത്യമായി തനിക്കെങ്ങനെ അറിയാം? പ്രജിത്തിനോടൊപ്പം രാഘവൻ നായരും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, സാറേ, ഈ കുട്ടി ഇവിടെ അടുത്തുള്ളതാ. ചായക്കട നടത്തുന്ന രാധാകൃഷ്ണന്റെ മകളാണ്. വാട്ട്? അത് കേട്ടതും അറിയാതെ ചോദിച്ചു പോയി പ്രജിത്ത്. ദീപയും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. വിവേകിന്റെ വീട്ടിൽ നിന്നിറങ്ങി ജീപ്പിലേക്ക് കയറി വണ്ടി നേരെ റിവേഴ്സിൽ ഇറക്കി മുന്നോട്ടെടുത്തു പ്രജിത്ത്. രാധാകൃഷ്ണന്റെ വീട്ടുമുറ്റത്ത് വണ്ടി ഓടിച്ചു കയറുമ്പോൾ കടയിൽ നിന്ന രാധാകൃഷ്ണൻ കാണുന്നുണ്ടായിരുന്നു. വിനുവിനെ കട നോക്കാൻ ഏൽപ്പിച്ച് രാധാകൃഷ്ണൻ വീട്ടിലേക്ക് ചെന്നു. രാധാകൃഷ്ണനെ കണ്ടതും പ്രജിത്ത് ചോദിച്ചു, ഗോപിക നിങ്ങളുടെ മകളാണോ? അതെ സാർ, ഇവിടെ നടന്ന മരണമൊക്കെ ഗോപിക അറിഞ്ഞിരുന്നു. എന്നും വിളിക്കും സാർ. കടയുടെ പിറകിൽ നിന്നും കിട്ടിയ ബോഡിയുടെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നമ്പർ താ ഗോപികയുടെ, എനിക്കൊന്ന് സംസാരിക്കണം, ഇപ്പോൾ തന്നെ. അത് പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോൺ പോക്കറ്റിൽ നിന്നും വെളിയിലെടുത്ത് പ്രജിത്ത്. സാർ, നമ്പർ തരാം, പക്ഷെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല. അതെന്താ കിട്ടാത്ത? സാർ, അവൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും. ഓഹ്! ഒന്ന് ഞെട്ടി പ്രജിത്തും ദീപയും. നാളെയല്ലേ വരുന്നേ? ആകാംക്ഷയോടെയാണ് അവനത് ചോദിച്ചത്. അതെ സാർ, നാളെയായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ മരുമകൻ എന്തോ ഓഫീസ് കാര്യത്തിന് പോകുന്നു എവിടെയോ. അപ്പോൾ തനിയെ എയർപോർട്ടിൽ വരാനൊക്കെ പ്രോബ്ലം അല്ലേ എന്ന് പറഞ്ഞ് അവൻ ഒരു ദിവസം മുന്നേ ടിക്കറ്റ് എടുത്തു. ഇന്ന് 3 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തും.
നിങ്ങൾ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഗോപിക വരുന്ന കാര്യം? ഇല്ല സാർ, ആരോടും പറഞ്ഞിട്ടില്ല. നാളെ വരുന്നെന്ന് കരുതി ഇരുന്നതല്ലേ. കടയിൽ അറിയാവുന്നവർ വരുമ്പോൾ മോളുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നാളെ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രജിത്ത് ദീപയെ നോക്കി. എന്നിട്ട് ദീപയോട് പറഞ്ഞു, രഞ്ജിത്ത് ഭ്രാന്തന്റെ വേഷം കെട്ടി ഇവിടെ ചുറ്റിയതിൻ്റെ കാര്യം അതാണ്. ഗോപികയുടെ വിവരമറിയാൻ. അതവനറിഞ്ഞു നമുക്ക് പിടിയും തന്നു. നമ്മുടെ കൂടെ സ്റ്റേഷനിൽ നിന്നെങ്കിൽ അവന് നമ്മളെ വഴിതെറ്റിച്ച് വിടാൻ കഴിയും. മാത്രമല്ല എല്ലാ ബോഡിയും ഇവിടെ കൊണ്ടുവന്നിട്ടതിൻ്റെ ഉദ്ദേശം ഗോപികയുടെ ഇവരുടെ മരണം അറിയിക്കുക എന്നതായിരുന്നു. പ്രജിത്ത് വാച്ചിലേക്ക് നോക്കി. 2 മണി. രാധാകൃഷ്ണ. പ്രജിത്തിന്റെ വിളികേട്ട് രാധാകൃഷ്ണൻ പറഞ്ഞോളൂ സാർ എന്ന മട്ടിൽ പ്രജിത്തിന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. ഗോപിക എയർപോർട്ടിൽ ഇറങ്ങി വിളിച്ചാൽ ഇങ്ങോട്ട് വരാതെ നേരെ സ്റ്റേഷനിലേക്ക് വരാൻ പറയുക, അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മകളും കൊല്ലപ്പെടും. അത് കേട്ട രാധാകൃഷ്ണൻ ഒന്ന് ഞെട്ടി. എന്താ സാർ ഈ പറയുന്നത്? അവളെന്തിനാ കൊല്ലുന്നത്? അതൊക്കെ ഗോപിക വന്നെങ്കിൽ അറിയാൻ കഴിയൂ. അവൾക്ക് ഇനി ഞങ്ങളെ സഹായിക്കാൻ കഴിയും. അതിനവൾ ജീവിച്ചിരിക്കണം. നേരെ സ്റ്റേഷനിലോട്ട് വരാൻ പറയുക. ശരി സാർ, പറയാം. രാധാകൃഷ്ണൻ നോക്കി നിൽക്കെ പ്രജിത്തും ദീപയും ജീപ്പിൽ കയറി റിവേഴ്സിൽ റോഡിലേക്ക് ഇറങ്ങി. ശേഷം വണ്ടി മുന്നോട്ടെടുത്ത് സ്റ്റേഷനിലേക്ക് തിരിച്ചു. സ്റ്റേഷനിലെത്തിയ പ്രജിത്ത് നേരെ പോയത് രഞ്ജിത്തിനെ കിടത്തിയിരിക്കുന്ന സെല്ലിലേക്കാണ്. താഴെ ഭിത്തിയിൽ ചാരിയിരിക്കുന്ന രഞ്ജിത്തിന് അഭിമുഖമായി പ്രജിത്ത് ഒരു കാൽമുട്ട് കുത്തിയിരുന്നു. ശേഷം അവനോട് പറഞ്ഞു, ഗോപികയെ കിട്ടി ഞങ്ങൾക്ക്. നീ ഭ്രാന്തനായി ആൾത്തറയിൽ കിടന്നത് എന്തിനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അവിടെ ബോഡി കൊണ്ടിട്ടത് എന്തിനാണെന്ന് നീ അറിഞ്ഞ കാര്യത്തിൽ ഒരു തിരുത്തുണ്ട്. കഷ്ടപ്പെട്ട ആൾത്തറയിൽ കിടന്ന ചോർത്തിയ വിവരമല്ലേ. ഗോപിക നാളെയല്ല, ഇന്ന് അതേ സമയത്താണ് ലാൻഡിങ്. രഞ്ജിത്തൊന്ന് ഞെട്ടി. പ്ലാനുകളെല്ലാം തകരും. എങ്കിൽ ഗോപിക രക്ഷപ്പെടും. അരുത്, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ സുരേഷ് അവിടേക്ക് വന്നു. കയ്യിൽ കുറെ പേപ്പർ ഉണ്ടായിരുന്നു. സാർ, ഇത് ഹരിയുടെ കോൾ ഡീറ്റെയിൽസ്. ഇത് ജാസ്മിൻ്റെ കോൾ ഡീറ്റെയിൽസ് ആണ്. ഇത് ഇന്നലെ നമ്മൾ കണ്ട കൊലപാതകയുടെ ജിപ്സിയുടെ CCTV ഫോട്ടോസ് വെച്ചുള്ള അന്വേഷണ റിപ്പോർട്ട്. ഇത് ദിലീപ് ഹൈപ്പർ മാർക്കറ്റിലെ ജോലിക്കാരനല്ലായിരുന്നു എന്നുള്ള ഹൈപ്പർ മാർക്കറ്റിലെ മാനേജറുടെ സത്യവാങ്മൂലം. ഇത് ഹൈപ്പർ മാർക്കറ്റിലെ അറ്റൻഡർ രജിസ്റ്ററിന്റെ സത്യവാങ്മൂലം. ഇത് ഹൈപ്പർ മാർക്കറ്റിലെ അറ്റൻഡർ രജിസ്റ്ററിന്റെ കഴിഞ്ഞൊരു മാസത്തെ ഡീറ്റെയിൽസിന്റെ കോപ്പി. പ്രജിത്ത് ആ പേപ്പറുകളൊക്കെ നന്നായി പരിശോധിച്ചു. ഓരോരോ കാര്യങ്ങൾ തിരിച്ചറിയും തോറും പ്രജിത്തിന്റെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങൾ രഞ്ജിത്ത് സെല്ലിലിരുന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ദീപ അവിടേക്ക് വന്നു. പ്രജിത്ത് തെല്ലാം ദീപയെ ഏൽപ്പിച്ചു. അത് കണ്ട ദീപ ആശ്ചര്യത്തോടെ പ്രജിത്തിനെ നോക്കി. അവൻ പതുക്കെ രഞ്ജിത്തിന്റെ സെല്ലിലേക്ക് തിരിച്ചു നടന്നു. എന്നിട്ട് അവന്റെ കോളറിൽ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് പതുക്കെ എന്നാൽ ഉറച്ച ശബ്ദത്തോടെ അവനോട് പറഞ്ഞു, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഹരിയെ തിരിച്ചിവിടെ ഏൽപ്പിച്ചാൽ നിന്നെയും നിന്റെ സാത്താനെയും കൊല്ലാതെ വിടാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. ഉറപ്പൊന്നുമില്ല, ചുമ്മാ ആലോചിക്കാം. നീ കൃഷ്ണനും അവൻ അർജുനനുമാണെങ്കിൽ ഞാൻ ദ്രോണാചാര്യൻ. ഇപ്പോൾ ഞാൻ പറയുന്നു, ദിസ് ഗെയിം ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. മൈ ടാർഗറ്റ് ഈസ് സാത്താൻ. കമോൺ, ബ്ലോക്ക് മീ ആൻഡ് സേവ് യുവർ ലൈഫ്. ടൈം സ്റ്റാർട്ട് നൗ. അത് പറഞ്ഞുകൊണ്ട് പ്രജിത്ത് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ മുഖത്ത് വിജയഭാവം നന്നായി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ വരവ് കണ്ടപ്പോൾ സുരേഷും ദീപയും അറിയാതെ സെല്യൂട്ട് അടിച്ചു പോയി. അപ്പോഴാണ് പ്രജിത്തിനൊരു കോൾ വരുന്നത്. സാർ, ആ കൊലയാളിയുടെ സിം ആക്റ്റീവായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഓഫാവുകയും ചെയ്തു. എവിടെയാണ് ലൊക്കേഷൻ കാണുന്നത്? സാർ, ആ ബോഡികൾ കിട്ടിയ സ്ഥലത്തിനടുത്ത് ഒരു കുന്നിൻ്റെ താഴെയായാണ് സാർ കാണിക്കുന്നത്. ഓക്കെ. ഫോൺ വെച്ചിട്ട് പ്രജിത്ത്, ദീപ, സുരേഷ്, ഗെറ്റ് റെഡി, ഗണ്ണെടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് കയറി ഗണ്ണെടുത്ത് അരയിൽ ബോക്സിൽ തിരികെ പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം ദീപയും സുരേഷും. രാധാകൃഷ്ണന്റെയും ജോർജിന്റെയും കട കഴിഞ്ഞ് മുന്നോട്ട് പോയ ജീപ്പ് ആ കുന്നിന്റെ അടുത്ത് നിന്ന് ഇടത്തേക്ക് ഇറങ്ങി. അല്പം മുന്നോട്ട് പോയി നിന്നു. മൊബൈലെടുത്ത് സൈബർ സെല്ലിൽ അയച്ചു തന്ന ലൊക്കേഷൻ നോക്കി ഒന്നുകൂടി ഉറപ്പിച്ച ശേഷം മൊബൈൽ തിരികെ പോക്കറ്റിലേക്കിട്ട് അരയിൽ നിന്നും ഗണ്ണെടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. കൂടെ കയ്യിൽ ഗണ്ണുമായി ദീപയും സുരേഷും. കാട് പിടിച്ച് വള്ളികൾ തൂങ്ങിക്കിടക്കുന്ന വശത്തൂടെ പതിയെ നടന്നപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് അവർ നിന്നു. എന്തിലോ ആരോ തട്ടുന്ന ശബ്ദം. പക്ഷെ എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ദീപയുടെ കൈ എവിടെയോ തട്ടി. ശബ്ദം കേട്ടപ്പോൾ ദീപ അവിടെ വീണ്ടും തട്ടി നോക്കി. അതെ, അവിടെ എന്തോ ഉണ്ട്. അവർ പതുക്കെ ആ കാട്ടുവള്ളികൾ വകഞ്ഞു മാറ്റി നോക്കി. തകരം കൊണ്ടുള്ളൊരു ചെറിയ ഷെഡ്. സാർ, ദീപ പ്രജിത്തിനെ പതുക്കെ വിളിച്ചു. പ്രജിത്ത് നോക്കിയപ്പോൾ ദീപ ആ ഷെഡിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു. അവർ പതുക്കെ അതിന്റെ വാതിൽ തുറന്നു. അകത്ത് കയറി. അരണ്ട വെളിച്ചം മാത്രം. സുരേഷ് കയ്യിലിരുന്ന ടോർച്ചടിച്ച് തെളിയിച്ചു. പ്രത്യേകിച്ചൊന്നും കാണാനില്ല അവിടെ. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അവിടെ നിലത്ത് എന്തോ ഇളകി കിടക്കുന്നു. അവൻ അത് കാലുകൊണ്ട് തോണ്ടി നോക്കി. അതെ, അതൊരു ഡോറായിരുന്നു. നീക്കി മാറ്റിയാൽ താഴേക്കിറങ്ങി ചെല്ലാവുന്ന സ്റ്റെപ്പുകൾ. അവിടെ പലയിടങ്ങളിലായി മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിരിക്കുന്നു. ഒരുപാട് തരത്തിലുള്ള മൂർച്ചയേറിയ ആയുധങ്ങൾ അവിടെ തൂക്കിയിരിക്കുന്നു. എങ്ങും രക്തക്കറകൾ മാത്രം. 3 പെൺകുട്ടികളെ മൃഗീയമായി കൊലപ്പെടുത്തിയ സ്ഥലം. അവർ ജീവന് വേണ്ടി കെഞ്ചിയ രോദനം ആ മുറിയിൽ തങ്ങി നിൽക്കുന്ന പോലെ. വീണ്ടും എന്തോ സൗണ്ട് കേട്ടവർ മുന്നോട്ട് നടന്നു. അവിടെ ഒരു ടേബിളിൽ ഹരി കിടക്കുന്നു. മലർന്നു കിടക്കുന്ന അവന്റെ കാല് ആ ടേബിളിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്നു. വായും മൂടി കെട്ടിയിരിക്കുന്നു. കൈ രണ്ടും ടേബിളിന്റെ താഴോട്ടാക്കി കെട്ടിയിരിക്കുന്നു. സുരേഷും ദീപയും കൂടി പെട്ടെന്ന് അവന്റെ കെട്ടഴിച്ചു.
ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു. ഹരി ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? പ്രജിത്തിന്റെ ചോദ്യത്തിന് ഹരി നന്നായി ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് മറുപടി പറഞ്ഞു. ഇല്ല സാർ, കുഴപ്പമൊന്നുമില്ല. അയാൾ എവിടെയാ കൊലപാതകി? അറിയില്ല സാർ, ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. പ്രജിത്തിന്റെ ചോദ്യത്തിന് ഹരി മറുപടി പറയുമ്പോൾ അവിടെ ആ തകരഷെഡിലെ ഭിത്തിയിൽ ഒരു പേപ്പർ പൊരുത്തിട്ടിരുന്നു. പ്രജിത്ത് അവിടേക്ക് നടന്നു. ആ പേപ്പർ എടുത്തു വായിച്ചു. അതിലെഴുതിയിരുന്നത് അവൻ വായിച്ചു. വെയിറ്റ് ആൻഡ് സീ ഫോർ ക്ലൈമാക്സ്. പ്രജിത്ത് തിരിഞ്ഞ് ദീപയെയും സുരേഷിനെയും നോക്കി. നമ്മളായി ഇവിടെ വന്നതല്ല ദീപ. ഫോൺ ഓൺ ചെയ്ത് ട്രാക്ക് ചെയ്യിപ്പിച്ച് നമ്മളിവിടെ വരുത്തിയതാണ്. ഹരിയും ഗോപികയും കൊല്ലപ്പെടും. അവർ ആ ഷെഡിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അകലെ സിറ്റി എയർപോർട്ടിൽ ഗോപിക പുറത്തേക്ക് ഇറങ്ങി. സ്റ്റേഷനിൽ ആ സെല്ലിൽ കിടന്ന രഞ്ജിത്ത് പുഞ്ചിരിയോടെ പാടിക്കൊണ്ടേയിരുന്നു. നീ ചൊല്ലും ദൈവമതില്ല, സാത്താനുള്ളത് നേര്. നീയാവാൻ സന്തതിയല്ല, സാത്താന്റെ സന്തതിയാണേ. ഹരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം സ്റ്റേഷനിലേക്ക് വന്ന പ്രജിത്തിന് അറിയേണ്ടത് ഹരി കണ്ട കൊലപാതകിയുടെ രൂപമായിരുന്നു. മുഖം ഞാൻ കണ്ടില്ല സാർ. തലയോട്ടിയാണ് മുഖത്തിന്റെ സ്ഥാനത്തുള്ളത്. തലയിൽ ഒരു കെട്ട് കാണാം. മൂർച്ചയേറിയ കത്തി കടിച്ചു പിടിച്ചിട്ടുണ്ടാവും പലപ്പോഴും. ഹരി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം, ഈ കൊല്ലപ്പെട്ട പ്രിയയെയും വരതയെയും ജാസ്മിനെയും ഹരിക്കറിയാമോ? ഇല്ല സാർ, എനിക്ക് അവരെ ആരെയും അറിയില്ല. അപ്പോഴാണ് ഗോപിക അവിടേക്ക് കയറി വന്നത്. മോഡേൺ ഡ്രസ്സും മോഡേൺ രൂപവുമായി സുന്ദരിയായൊരു പെണ്ണ്. ആരാ, എന്ത് വേണം? ദീപയുടെ ചോദ്യത്തിന് അവൾ പറഞ്ഞു, മേഡം, ഗോപിക, അതാണ് എൻ്റെ പേര്. അച്ഛൻ വിളിച്ചപ്പോൾ ഇവിടെ വന്ന് സാറിനെ കണ്ടിട്ട് വീട്ടിൽ ചെന്നാൽ മതിയെന്ന് പറഞ്ഞു. ദീപ ആശ്ചര്യത്തോടെ അവളെ ഒന്ന് നോക്കി. ശേഷം അകത്തേക്ക് പ്രജിത്തിന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളെ ദീപയുടെ കൂടെ കണ്ടപ്പോൾ പ്രജിത്തിന് അത് ഗോപികയാണെന്ന് മനസ്സിലായിരുന്നു. ഗോപിക പ്രജിത്തിന്റെ മുറിയിലേക്ക് കയറിപ്പോകുന്ന കണ്ട രഞ്ജിത്ത് സെല്ലിൽ കിടന്ന് അലറി. കൊല്ലുമടി, നിന്നെയും കൊല്ലും. അവനെ കണ്ട ഗോപികയുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഗോപിക അശ്വതിയെ എങ്ങനെ അറിയാം? പ്രജിത്തിന്റെ ചോദ്യം അവളെ എന്തോ ചിന്തയിൽ നിന്നുണർത്തി. അവൾ എൻ്റെ സുഹൃത്തായിരുന്നു സാർ. അത് കേട്ട ദീപ ഗോപികയോട് ചോദിച്ചു, അശ്വതിക്ക് എന്താ സംഭവിച്ചേ? എല്ലാവരെയും ഒന്ന് നോക്കിയ ഗോപിക പറയാൻ തുടങ്ങി. അന്ന് അശ്വതിയെ പരിചയപ്പെടുന്നത് ബാംഗ്ലൂർ വെച്ചാണ് സാർ. ഞങ്ങൾ ഒരു ഹോസ്റ്റലിലായിരുന്നു. 2 റൂമുകളിലായി ഞങ്ങൾ 6 പേർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ പല വിഭാഗത്തിൽ പഠിക്കുന്നവരായതിനാൽ ഹോസ്റ്റൽ റൂമിലായിരുന്നു ഞങ്ങൾ കാണുന്നതും കൂടുന്നതും. വീട്ടിൽ നിന്നും കിട്ടുന്ന വരുമാനം ഒന്നിനും തികയാത്തതിനാൽ ഒരു പാർട്ട് ടൈം ജോലിക്ക് പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ. വരദയ്ക്കാണ് ആദ്യം ജോലി ശരിയായത്. പിന്നീട് വരദ പരിചയപ്പെട്ട ഒരാൾ വഴി വേറൊരു ജോലി വരദയ്ക്ക് ശരിയായി. അതൊരു കാസിനോവയിലായിരുന്നു. ജോലിക്ക് ജോയിൻ ചെയ്ത അന്ന് തന്നെ അവൾ ഞങ്ങളെ കാസിനോവയുടെ കാര്യം പറഞ്ഞ് ക്ഷണിച്ചു. അന്ന് പോയില്ല. പക്ഷേ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി വൈകിട്ട് അവിടെ പോയി. രാത്രി 10-11 മണി വരെ നിൽക്കും. അത് കഴിഞ്ഞ് തിരികെ പോകാം. അവിടെ എന്തായിരുന്നു നിങ്ങളുടെ ജോലി? പ്രജിത്ത് ചോദിച്ചു. ദീപയും ഹരിയും സുരേഷും ഗോപികയുടെ മറുപടിക്കായി കാത്തിരുന്നു. ഞങ്ങളെ കൊണ്ടുപോയത് കാസിനോവയിൽ വരുന്ന ഗസ്റ്റുകളെയും കസ്റ്റമറിനെയും സ്വീകരിക്കാനും അവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കാനുമാണ്. പ്രത്യേകിച്ച് വിദേശത്ത് നിന്നും വരുന്ന ഗസ്റ്റിനെ ശരീരം വരെ അവർക്ക് കൊടുക്കണമായിരുന്നു. വിദേശികളായതുകൊണ്ടും ആവശ്യത്തിലധികം കാശ് കിട്ടുന്നതുകൊണ്ടും ഞങ്ങൾക്കതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. എന്നിട്ടൊന്ന് നിർത്തിയിട്ട് അവൾ കൂട്ടിച്ചേർത്തു, അശ്വതിക്ക് ഒഴിച്ച്. അശ്വതിക്ക് നിങ്ങളുടെ തൊഴിലിൽ താല്പര്യമില്ലായിരുന്നു. ഓക്കെ, പിന്നീട് എന്താണ് സംഭവിച്ചത്? ദീപയാണ് ചോദിച്ചത്. ഗോപിക എല്ലാവരെയും ഒന്ന് നോക്കി ഒരു ദീർഘനിശ്വാസത്തോടെ വീണ്ടും പറയാൻ തുടങ്ങി. അടുത്തത് എന്താണെന്നറിയാനുള്ള ആവേശത്താൽ അവളുടെ വാക്കുകൾക്കായി എല്ലാവരും ചെവി കൂർപ്പിച്ചു. ഒരു ദിവസം വൈകിട്ട് ഞങ്ങൾ അവളെ നിർബന്ധപൂർവ്വം കസീനോയിലേക്ക് കൊണ്ടുപോയി. ഒരുമിച്ചൊരു റൂമിലിരുന്ന് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ആവശ്യങ്ങളുണ്ടെന്ന് വരുത്തി റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കസീനോവയിൽ വർക്ക് ശരിയാക്കി തന്ന അതിൻ്റെ മാനേജറും ഒരു വിദേശിയും കൂടി അവളുടെ റൂമിലേക്ക് കയറി. അപകടം മണത്ത് അവൾ അവിടെ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. പക്ഷേ അവരുടെ 2 പേരുടെയും ആരോഗ്യത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവളുടെ സമ്മതമില്ലാതെ തന്നെ അവർ 2 പേരും കൂടി ആ മുറിയിൽ അവളെ അവരുടെ കൊതി തീരുവോളം മാറി മാറി ഉപയോഗിക്കുമ്പോൾ മുറിക്ക് പുറത്തു നിൽക്കുന്ന ഞങ്ങൾക്ക് അവളുടെ നിലവിളി നന്നായി കേൾക്കാമായിരുന്നു. ഒടുവിൽ ആ നിലവിളി ഒരു തേങ്ങലായി മാറുമ്പോൾ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന അവരിൽ അവളെ നേടാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആത്മസംതൃപ്തിയും ഞങ്ങളോടുള്ള നന്ദിയും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഉപയോഗിച്ച് മുഷിഞ്ഞ ചവറ്റുകൊട്ടയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴന്തുണി പോലെ ഞങ്ങൾ അവളെ താങ്ങിയെടുത്ത് ഹോസ്റ്റലിലേക്ക് പോയി. 2 ദിവസമായിട്ട് ഞങ്ങളോടൊന്നും മിണ്ടിയില്ല. സഹകരിക്കാതെ റൂമിന്റെ മൂലയിൽ ഒതുങ്ങിക്കൂടിയ അവളിൽ അപ്പോഴും ഭയം നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. നാട്ടിൽ അവളെ സ്നേഹിച്ചിരുന്നൊരു പയ്യനുമായി വിവാഹം ഉറപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട അവൾക്ക് അവളുടെ ഏട്ടനായിരുന്നു എല്ലാം. ഏട്ടനോട് ഈ വിഷയങ്ങൾ പറഞ്ഞാൽ ഏട്ടൻ തളർന്നു പോകുമെന്നതിനാലും അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ വിളിച്ചെല്ലാം പറഞ്ഞു. അത് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നേരെ കസീനോവയുടെ മാനേജറെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തലയണ എടുത്ത് മുഖത്തമർത്തി. കൂടെയുള്ളവർ അവളുടെ കയ്യിലും കാലിലും അമർത്തി പിടിച്ച് ലോക്ക് ചെയ്തു. ജീവന് വേണ്ടിയുള്ള അവസാന ശ്വാസത്തിന് വേണ്ടിയുള്ള പിടച്ചിലിന്റെ ഒടുവിൽ അവളുടെ ശരീരം എന്നേക്കുമായി നിശ്ചലമായപ്പോൾ മാനേജറുടെ നിർദ്ദേശപ്രകാരം പുറത്തു കാത്തുനിന്ന ദിലീപ് എന്ന സഹായി ഞങ്ങളുടെ സഹായത്തോടെ രഹസ്യമായി അകത്തു വന്ന് അവളുടെ ബോഡി എടുത്തുകൊണ്ടുപോയി. വീട്ടുകാർക്ക് ബോഡി പോലും കിട്ടാത്ത തരത്തിൽ
അത് പല പീസുകളായി ബാംഗ്ലൂരിൻ്റെയും കേരളത്തിൻ്റെയും പല ഭാഗത്തായിട്ട് കത്തിച്ചു കളഞ്ഞു. ശേഷം ഞങ്ങൾ ആരും അവിടെ നിന്നില്ല. അവരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ രഹസ്യമായി നാട്ടിലേക്ക് മടങ്ങി. മടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെയും അവളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എല്ലാ തെളിവുകളും ഞങ്ങൾ നശിപ്പിച്ചിരുന്നു. അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അറിയാതെ അവിടെ നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയിരുന്നു. ഒന്നും മിണ്ടാതെ കുറേ നേരം തൻ്റെ കസാരയിലേക്ക് ചാരിയിരുന്ന പ്രജിത്ത് സുരേഷിനോട് രഞ്ജിത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. രഞ്ജിത്ത് അകത്ത് വന്നതും ഗോപികയുടെ നേരെ കൊലവറിയുമായി പാഞ്ഞെടുത്തു. ദീപയും സുരേഷും അരിയും ചേർന്ന് അവനെ തടഞ്ഞു. അപ്പോൾ പ്രജിത്ത് ഗോപികയെ നോക്കി പറഞ്ഞു, അവർ കൊല്ലാൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, എങ്കിലും ഞങ്ങൾ ശ്രമിക്കാം രക്ഷിക്കാൻ. ശേഷം പ്രജിത്ത് രഞ്ജിത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഗോപികയ്ക്ക് ഇയാളെ അറിയുമോ? ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നവൾ തലയാട്ടി അറിയാമെന്ന് പറഞ്ഞു. ആരാണത്? കൊല്ലപ്പെട്ട അശ്വതിയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നയാളോ അതോ അശ്വതിയുടെ സഹോദരനോ? അവൾ മൃദുവായി തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, അശ്വതിയെ വിവാഹം കഴിക്കാനിരുന്നയാൾ. അതെങ്ങനെ അറിയാം ഗോപികയ്ക്ക്? അശ്വതി ഫോൺ ചെയ്തപ്പോൾ ഇയാൾ ഹോസ്റ്റലിൽ വന്നിരുന്നു. ഇയാൾ വന്ന് വാർഡനോട് സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിരുന്നു. അങ്ങനെ മനസ്സിലായി. ഇയാൾ അവിടെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയത്. രഞ്ജിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും ഗോപികയെ കൊല്ലാനുള്ള അയാളുടെ വ്യഗ്രത ആ മുഖത്ത് തിരിച്ചറിയാമായിരുന്നു. ഹരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗോപികയോട് ചോദിച്ചു, ഇയാളെ അറിയുമോ? ഇല്ല എന്നർത്ഥത്തിൽ അവൾ തലയാട്ടി. നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇയാളില്ലേ? ഇല്ല സാർ എന്ന് പറഞ്ഞ് ഗോപിക നിർത്തുമ്പോൾ പ്രജിത്ത് രഞ്ജിത്തിന് നേരെ തിരിഞ്ഞു. രഞ്ജിത്തെ, കാര്യങ്ങളെല്ലാം ഗോപിക പറഞ്ഞു. ഇനി രഞ്ജിത്ത് പറ, നിങ്ങൾ എന്തിനാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത്? ഹരിയെ എന്തിനു കൊല്ലാൻ ശ്രമിച്ചു? രഞ്ജിത്ത് ആദ്യമൊന്നും മടിച്ചുവെങ്കിലും പിന്നീട് പതുക്കെ പറയാൻ തുടങ്ങി. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് അവരെ മാനസികമായി എത്രത്തോളം തകർക്കാമെന്ന ഉദ്ദേശത്തിലായിരുന്നു. ആ തളർച്ചയിൽ നിൽക്കുമ്പോൾ കുട്ടികൾ ജീവൻ തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോകാനുള്ള എളുപ്പത്തിലാണ്. അതിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു. ദിലീപ് എങ്ങനെ നിങ്ങളുടെ സഹായിയായി? പ്രജിത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ഒരല്പം പോലും ഭയമോ കുറ്റബോധമോ അവൻ്റെ ഉള്ളിലോ മുഖത്തോ ഉണ്ടായിരുന്നില്ല. ദിലീപ് ഇതിൻ്റെ കണ്ണിയാണെന്ന് മനസ്സിലായത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഞാനും അശ്വതിയുടെ ചേട്ടനും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ്. ആ മാനേജറെ ഞങ്ങൾ ദിലീപിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ കൊന്നു. ആ അവസ്ഥ അവന് വരാതിരിക്കണമെങ്കിൽ ഈ പെണ്ണുങ്ങളെ കണ്ടെത്താൻ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. ദിലീപിന് ജീവൻ തിരിച്ചു കിട്ടാനല്ലാതെ വേറെ മാർഗമില്ല എന്ന് മനസ്സിലാക്കിയ ദിലീപ് അതിന് വഴങ്ങേണ്ടി വന്നു. അശ്വതിയുടെ ചേട്ടന്റെ സ്വാധീനം വെച്ച് വരദ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ദിലീപിനെ തൽക്കാലത്തേക്ക് നിയമിച്ചു. ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം അവൻ ബാംഗ്ലൂർ സംഭവം കാരണമാക്കി വരദയുമായി അടുത്തു. ദിലീപിന്റെ പേരിൽ സിം എടുപ്പിച്ച് ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള മാർഗമായി ഞങ്ങളത് ഉപയോഗിച്ചു. അശ്വതിയുടെ ബോഡി കൊണ്ടുപോയ ദിലീപിന് തന്നെയാണ് മറ്റു ബോഡികളും കൊണ്ടുപോകാനുള്ള യോഗ്യത എന്ന തിരിച്ചറിവിൽ ആ ഹൈപ്പർ മാർക്കറ്റിലെ ഡ്രൈവർക്ക് പണം കൊടുത്ത് ഒരാഴ്ച ലീവ് എടുപ്പിച്ചു. ആ ഒരാഴ്ചത്തേക്ക് ജോർജിന്റെ കടയിലേക്കുള്ള ഡെലിവറി മാത്രം കുറേശ്ശെയാക്കി ബോഡികൾ ആ കടയിൽ സാധനം ഇറക്കാൻ വരുമ്പോൾ അവിടെ ഉപേക്ഷിച്ചു. എങ്കിൽ മാത്രമേ രാധാകൃഷ്ണൻ വഴി ഗോപിക അതറിയുകയും ഭയക്കുകയും ആ ഭയം അവളെ ഇവിടെ എത്തിക്കുകയും ചെയ്യൂ എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അവൻ പറഞ്ഞു നിർത്തുമ്പോൾ പ്രജിത്ത് കസാരയിലേക്ക് ചാരിയിരുന്നു. അവനെ കുറച്ചു നേരം ശ്രദ്ധിച്ചു. ശേഷം വീണ്ടും ചോദിച്ചു, ജാസ്മിന്റെ വീട്ടിൽ എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ബൂട്ടടയാളം വന്നത്? അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങൾ ചെയ്ത കാര്യം മാത്രം. അപ്പോൾ ഒരു സ്ത്രീയാണ് കൊലപാതകയെന്ന് കരുതി നിങ്ങൾ ആ രീതിയിൽ അന്വേഷിക്കുമല്ലോ എന്ന് കരുതി. കൊള്ളാം. ഒന്ന് ഇരുത്തിമൂളി അത് പറയുമ്പോൾ തൻ്റെ കസാരയിൽ നിന്ന് എഴുന്നേറ്റ് രഞ്ജിത്തിന്റെ അടുത്തേക്ക് നടന്ന പ്രജിത്ത്. അവൻ എഴുന്നേറ്റപ്പോൾ ദീപയും എഴുന്നേറ്റ് നിന്നു. അല്ല രഞ്ജിത്തെ, ഇനി നമുക്കറിയേണ്ടത് ആരാണ് ആ സാത്താൻ എന്നാണ്. പ്രജിത്ത് അത് പറഞ്ഞുകൊണ്ട് അവൻ്റെ ശരീരത്തിലാകെ കൈകൊണ്ടൊന്ന് പരതി. പറ രഞ്ജിത്തെ, ആരാണ് ആ സാത്താൻ? പ്രജിത്ത് അവൻ്റെ ശരീരത്തിൽ എന്തോ പരിശോധിക്കുവാണെന്ന് മനസ്സിലാക്കിയ രഞ്ജിത്ത് അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു. അവൻ്റെ അരയിൽ നിന്നും ഒരു കത്തി കിട്ടിയപ്പോൾ അതൊന്ന് നോക്കിയിട്ട് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അതാ മേശപ്പുറത്തേക്ക് ഇട്ട് പ്രജിത്ത്. പക്ഷെ അവൻ്റെ ഷർട്ടിൻ്റെ കോളർ മടക്കിൽ നിന്നും കിട്ടിയ വയർലെസ് GPS മൈക്രോഫോൺ റിമൂവ് ചെയ്തുകൊണ്ട് രഞ്ജിത്തിന് നേരെ നോക്കി പ്രജിത്ത് ചോദിച്ചു, പറ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നീ പറഞ്ഞ് അറിഞ്ഞത് കാരണമാണ് ഞങ്ങൾ ചെന്നപ്പോൾ കെട്ടിയിട്ട അവസ്ഥയിൽ ഹരിയെ കിട്ടിയതും നിന്റെ സാത്താൻ രക്ഷപ്പെടുന്നതും. അങ്ങനെയാണെങ്കിൽ ഹരിയും ഗോപികയും ഇവിടെയുള്ള സ്ഥിതിക്ക് അവനിവിടെ വരണം, അല്ലേ രഞ്ജിത്തെ? അതുവരെ അനങ്ങാതെ നിന്ന രഞ്ജിത്ത് അപ്പോൾ തങ്ങളുടെ ലക്ഷ്യം പൂർണ്ണമാകുമോ എന്ന് ഒന്ന് സംശയിച്ചു. കുതിരുമാറിയ കത്തിയെടുക്കാൻ ശ്രമിച്ച രഞ്ജിത്തിനെ കുറുകെ പിടിച്ച് നീക്കി നിർത്തി പ്രജിത്ത്. ആവേശം കാണിക്കാതെ, ഇത് പോലീസ് സ്റ്റേഷനാണ്. വീണ്ടും തന്റെ കസാരയിലേക്ക് അമർന്നിരുന്നുകൊണ്ട് പ്രജിത്ത് അത് പറയുന്നതിനോടൊപ്പം രഞ്ജിത്തിനെ നോക്കി വീണ്ടും പറഞ്ഞു, ഗോപിക പറഞ്ഞതൊക്കെ സത്യമാണ്, അതുപോലെ തന്നെ രഞ്ജിത്ത് പറഞ്ഞതും. പക്ഷെ അശ്വതിയുടെ ചേട്ടനാണ് സാത്താനെന്നുള്ള കാര്യം ഉറപ്പായി. അതാരാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല. പക്ഷേ പ്രജിത്തൊന്ന് നിർത്തി. ശേഷം ഗോപികയെയും രഞ്ജിത്തിനെയും ഒന്ന് മാറി മാറി നോക്കി. അതിനുശേഷം പറഞ്ഞു, ഈ ചേട്ടനെ അറിയാവുന്ന ഒരാൾ ഇവിടെയുണ്ട്. അത് കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ പ്രജിത്തിലേക്കായി. വീണ്ടും ഒന്ന് നിർത്തിയ ശേഷം പ്രജിത്ത് ചോദിച്ചു, അല്ല ഹരി, അശ്വതിയുടെ ചേട്ടനെ തനിക്കറിയില്ലേ? അത് കേട്ട ഹരി ഒന്ന് പരുങ്ങി. എന്തു പറയണമെന്നറിയാതെ ഹരി ഒന്ന് ശങ്കിച്ചു നിന്നു. പ്രജിത്ത് തുടർന്നു, സിറ്റിയിലുള്ള ഹൈപ്പർ മാർക്കറ്റിന്റെ ഉടമയാണ് അശ്വതിയുടെ ചേട്ടൻ. ആ സ്ഥാപനത്തിലാണ് ദിലീപ്
ഡ്രൈവർ, അതായത് അശ്വതിയുടെ ചേട്ടൻ പറഞ്ഞത് പ്രകാരം. മാത്രമല്ല, അശ്വതിയുടെ ചേട്ടന് ഒരു റെന്റേ കാർ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലുള്ള ജിപ്സിയുമായാണ് അന്ന് ദിലീപിനെ കൊലപ്പെടുത്തി അശ്വതിയുടെ ചേട്ടൻ രക്ഷപ്പെടുന്നത്. ദിലീപിനെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞതുകൊണ്ട് അവനെ വകവരുത്തി. ഹരിയുടെ മകനെ രാത്രിയിൽ തട്ടിക്കൊണ്ടുപോയത് അശ്വതിയുടെ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ രഞ്ജിത്താണ്. എന്തുകൊണ്ടാണ് അശ്വതിയുടെ ചേട്ടൻ നേരിട്ട് വന്ന ഹരിയുടെ കുഞ്ഞിനെ മാത്രം കൊണ്ടുപോകാഞ്ഞത്? എന്തുകൊണ്ടാണ് എല്ലാവരും കൊല്ലപ്പെട്ടപ്പോൾ ഹരി മാത്രം കൊല്ലപ്പെടാഞ്ഞത്? കാരണം എനിക്കറിയാം. അത് പറയുമ്പോൾ പ്രജിത്ത് മേശമേൽ ആഞ്ഞടിച്ചുകൊണ്ട് ഉച്ചത്തിലാണ് പറഞ്ഞത്. അശ്വതിയുടെ ചേട്ടൻ എന്ന ആള് ഹരി ആയതുകൊണ്ട്. ഹരിക്ക് നേരെ വിരൽ ചൂണ്ടി പ്രജിത്ത് പറഞ്ഞു, നീയാണ് ആ സാത്താൻ, ആ കൊലയാളി, അശ്വതിയുടെ ചേട്ടൻ. മൈക്രോഫോൺ വഴി രഞ്ജിത്ത് തന്ന വിവരപ്രകാരമാണ് നീ മൊബൈൽ ഓൺ ചെയ്ത് ഞങ്ങളെ ട്രാക്ക് ചെയ്യിപ്പിച്ചത്. അവിടെ വരുമ്പോൾ നിന്റെ കാലും വായി നീ തന്നെ മൂടിക്കെട്ടിയിട്ട് കയ്യിൽ കെട്ടിയ പോലെ കയർ കുരുത്തിട്ടിരിക്കുകയായിരുന്നു. അത് കെട്ടഴിച്ചതെന്ന ദീപയ്ക്ക് നന്നായത് മനസ്സിലായി. വീണ്ടും രഞ്ജിത്തിന് നേരെ കൈ ചൂണ്ടി പ്രജിത്ത് ഹരിയോടായി പറഞ്ഞു, ഗോപിക ഇവിടെ എത്തുമെന്ന് ഇവനിലൂടെ അറിഞ്ഞ നിനക്ക് ഇവിടെ എത്തിയെങ്കിലേ നിന്റെ ലക്ഷ്യം സാധിക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല, നീ ജാസ്മിന്റെ മൂവ്മെന്റ് അറിയാൻ ദിലീപ് വഴി വരദയിൽ നിന്ന് നമ്പർ വാങ്ങി നേരിട്ട് കാണാതെ അവളുടെ മനസ്സിൽ കയറിപ്പറ്റി സ്ഥിരം ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രിയ കണ്ണെത്തും ദൂരത്ത് തന്നെ ഉണ്ടാകാൻ ദിലീപ് വഴി പ്രിയയെ നിന്റെ സ്ഥാപനത്തിൽ ജോലിക്കെടുത്തിരുന്നു. നിന്നെ ആർക്കും സംശയം തോന്നാതിരിക്കാൻ മുഖം മൂടി ധരിച്ച രഞ്ജിത്തിനെയും കൊണ്ട് നിന്റെ മകനെ നീ കിഡ്നാപ്പ് ചെയ്യിപ്പിച്ച് രഞ്ജിത്ത് മകനെ രാത്രിയിൽ വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ ലിനിയുടെ പ്രൊട്ടക്ഷനിൽ നിന്ന് ഞങ്ങളെ മണ്ടന്മാരാക്കി മതിൽ ചാടി ഇവന്റെ ഒപ്പം നീ രക്ഷപ്പെട്ടു. നിന്റെ വീട്ടിൽ അന്ന് വന്നപ്പോൾ ഇടം കൈകൊണ്ട് നീ എല്ലാം ചെയ്യുമ്പോഴേ നിന്നെ ഞാൻ നോട്ട് ചെയ്തിരുന്നതാ. ഒന്ന് നിർത്തി രഞ്ജിത്തിനെയും ഹരിയെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പ്രജിത്ത് പറഞ്ഞു, കമോൺ ക്യാച്ച് മീ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇനി എന്ത് ചെയ്യും? നീ തുടങ്ങിയ ഗെയിം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഹരി എന്ന സാത്താനെ. ദിസ് ഗെയിം ഈസ് ഓവർ. അത് കേട്ട് ഉറക്കിയൊന്ന് ചിരിച്ചു ഹരി. കൊള്ളാം, സാറിന്റെ കണ്ടുപിടുത്തമൊക്കെ നന്നായിട്ടുണ്ട്. ശരിയാണ്, ഞാനാണ് സാത്താൻ, അശ്വതിയുടെ ചേട്ടൻ. പക്ഷേ ഈ ഗെയിം തുടങ്ങിയത് ഞാനാണെങ്കിൽ അവസാനിപ്പിക്കേണ്ടതും ഞാൻ തന്നെയല്ലേ? പറഞ്ഞു തീരും മുമ്പേ തന്റെ ഇടംകൈയിൽ മേശപ്പുറത്തിരുന്ന കത്തിയെടുത്ത് ഗോപികയുടെ കഴുത്ത് ലക്ഷ്യമാക്കി വീശി. പെട്ടെന്ന് പിറകോട്ട് തല വെട്ടിച്ചു മാറ്റിയ അവളുടെ കഴുത്തിൽ കൊണ്ടില്ല എന്ന മട്ടിൽ ആ കത്തിമൂന നീങ്ങി മാറുന്നത് പേടിയോടെ കണ്ടു ഗോപിക. ക്ഷണനേരം കൊണ്ട് ഒരു വലിയ ശബ്ദത്തിനോടൊപ്പം ഹരി നിലത്തേക്ക് പതിച്ചു. ആ വീഴ്ചയിൽ കത്തി തെറിച്ച് താഴേക്ക് വീണു. പെട്ടെന്ന് ആർക്കൊന്നും മനസ്സിലായില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോഴാണ് നടന്നത് എന്താണെന്ന് മനസ്സിലായത്. ഹരി കത്തിയെടുത്തപ്പോൾ തന്നെ പ്രജിത്ത് തന്റെ റിവോൾവറും എടുത്തിരുന്നു. അവൻ ഗോപികയുടെ നേരെ കത്തി വീശിയതും തലയിൽ വെടിയേറ്റ് വീണതും ഒരേ സമയമായിരുന്നു. തന്റെ കൂടപ്പിറപ്പിന്റെ അവശേഷിക്കുന്ന കൊലയാളിയെ വധിക്കാൻ പറ്റാതെ മരണത്തിന് കീഴടങ്ങുമ്പോൾ ദീപയും പ്രജിത്തും വീണ് കിടക്കുന്ന അവന്റെ അരികിലേക്ക് വന്നു. അവനെ തൊട്ടുനോക്കിയ സുരേഷ് കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ പ്രജിത്തിനെ നോക്കി തലകുലുക്കി. ഹരിയുടെ പാന്റിന്റെ പോക്കറ്റിൽ പുറത്തേക്ക് തള്ളി മടക്കി വെച്ചിരുന്ന പേപ്പർ പ്രജിത്തെടുത്ത് നിവർത്താൻ നേരം എന്തോ ഞരക്കം കേട്ടതുപോലെ തിരിഞ്ഞു നോക്കിയ പ്രജിത്തും സുരേഷും ദീപയും ഒരുപോലെ ഞെട്ടി. കഴുത്തിൽ കുത്തിയിറക്കിയ കത്തിയുമായി ഗോപിക. അവളുടെ പിറകിൽ അവളുടെ വായ പൊത്തിക്കൊണ്ട് കത്തിയുടെ പിടിയിൽ പിടിച്ചുകൊണ്ട് രഞ്ജിത്ത്. അവർ നോക്കി നിൽക്കെ ആ കത്തി വലിച്ചൂരി വീണ്ടും മാഞ്ഞു കുത്തിയവൻ. അതോടെ അവൾ ജീവൻ നഷ്ടപ്പെട്ട് നിലത്തേക്ക് വീണു. കയ്യിലിരുന്ന കത്തി നിലത്തേക്കിട്ട് പുഞ്ചിരിയോടെ അഭിമാനത്തോടെ അവനും നിലത്തേക്കിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ശങ്കിച്ചു നിന്ന് അവരെ നോക്കി രഞ്ജിത്ത് ഉറക്കെ പാടി, നീ ചൊല്ലും ദൈവമതില്ല, സാത്താനുള്ളത് നേര്, നീയാവാൻ സന്തതിയല്ല, സാത്താന്റെ സന്തതിയാണേ. അതേസമയം ഹരിയുടെ പോക്കറ്റിൽ നിന്നും എടുത്ത പേപ്പർ നിവർത്തി നോക്കിയപ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ദിസ് ഗെയിം ഈസ് ഓവർ, കമോൺ ക്യാച്ച് മീ. കഥ അവസാനിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും പുതിയ കഥയുമായി വരാം. ലവ് യു, ബൈ.